മക്കളെ ഇനി നമുക്ക് എടുക്കാനുള്ള ഐസോമറിസം ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐസോമറിസം. പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം പറഞ്ഞു പോകും. കാരണം നമ്മൾ ഒരുപാട് ഐസോമറിസം പഠിച്ചതായിരിക്കും. സോ ഐസോമറിസം എന്ന് പറയുമ്പോൾ നീറ്റ് ലെവലിൽ നീറ്റ് എക്സാമിൻസ് എന്തൊക്കെ പഠിക്കണം എന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഐസോമറിസം ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ ഇരിക്കാം. ഐസോമറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. സോ നമുക്ക് അതിൻ്റെ തിയറിയും അതുപോലെ കുറച്ച് കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ നമുക്കത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഐസോമറിസം എന്ന് പറയുമ്പോൾ മക്കളെ എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനേഷൻ? ഫിനോമിനൻ എക്സിസ്റ്റൻസ് എന്താണ്? 2 or more compounds having same molecular formula and different spatial arrangement അല്ലെങ്കിൽ ഡിഫറെന്റ് എന്താണ് സ്ട്രക്ചറൽ ഫോർമുല. അപ്പം മനസ്സിലാക്കേണ്ടത് മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ സ്ട്രക്ചറൽ ഫോർമുല സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് അതായത് 3 dimensional അറേഞ്ച്മെന്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സംഭവം എത്രയുള്ളൂ മക്കളെ, മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ അതിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഡിഫറൻസ് വിളിക്കുന്ന പേരാണത് ഐസോമറിസം എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചറൽ ഡിഫറൻസ് വിളിക്കുന്ന പേരാണത് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയുന്നത്. അതുപോലെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ട് ഉണ്ടാകുന്ന അറൈസ് ചെയ്യുന്ന ഐസോമറിസം വിളിക്കുന്ന പേരാണത് എന്ത് മക്കളെ പറ? സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റീരിയോ ഐസോമേഴ്സ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്ത് ഈ സ്ട്രക്ചറൽ ഐസോമറിസം. സ്റ്റീരിയോ നിങ്ങൾ അവിടെ പഠിക്കും. സ്റ്റീരിയോ ഐസോമറിസം ഓൾറെഡി സ്റ്റഡിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് സ്റ്റീരിയോ ഐസോമർ 2 തരത്തിലുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന് ജിയോമെട്രിക്കലും ഉണ്ട് ആൻഡ് ഒപ്റ്റിക്കലും ഉണ്ട്. ജിയോമെട്രിക്കൽ ഇവിടെ പഠിച്ചു, ഹൈഡ്രോ കാർബണിൽ പഠിച്ചു, ഒപ്റ്റിക്കൽ ഇവിടെ പഠിച്ചു, ഹാലോ ആൽക്കീൻസിൽ പഠിച്ചു. ഓക്കെ, ഈ സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെയുണ്ട് മക്കൾ സ്ട്രക്ചറൽ ഐസോമേഴ്സിന്റെ അകത്ത്? സ്ട്രക്ചറിൽ എന്തൊക്കെ പഠിക്കാൻ നമുക്ക്? സ്ട്രക്ചറിന്റെ അകത്ത് പ്രധാനമായിട്ട് ഒന്ന് ചെയിൻ ഐസോമറിസം പഠിക്കണം, ചെയിൻ ഐസോമറിസം. ആൻഡ് ബി എന്താണ്? രണ്ടാമത്തത് പൊസിഷൻ ഐസോമറിസം പഠിക്കണം, പൊസിഷൻ ഐസോമറിസം പഠിക്കണം. ആൻഡ് മൂന്നാമത് എന്താണ്? ഫങ്ഷണൽ ഐസോമറിസം ഉണ്ട്, ഫങ്ഷണൽ ഐസോമറിസം പഠിക്കണം. ആൻഡ് നാലാമത്താണത് മെറ്റാമറിസം പഠിക്കണം, മെറ്റാമറിസം ഉണ്ട്. ആൻഡ് അഞ്ചാമത്തെ എന്താണ് മക്കളെ? ടോട്ടോമറിസം ഉണ്ട്, ടോട്ടോമറിസം. പ്രധാനമായിട്ടും വരുന്ന സംഭവം ഇതൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്? ചെയിൻ ഉണ്ട്, പൊസിഷൻ ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, മെറ്റാമർ ഉണ്ട്, ആൻഡ് ടോട്ടോമറിസം ഉണ്ട്, ടോട്ടോമർ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഐസോമറിസം. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫംഗ്ഷൻ ഐസോമറിസം ആൻഡ് മെറ്റാമറിസം ആണ്. ആൻഡ് ഒന്നുകൂടി ഉണ്ട് ടോട്ടോമറിസം. അതിൽ നോർമൽ കേസിൽ നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയിൻ പഠിക്കും, പൊസിഷൻ പഠിക്കും, ഫംഗ്ഷൻ പഠിക്കും, മെറ്റാമറിസം പഠിക്കും. ടോട്ടോമറിസം പഠിക്കാറില്ല. ഇത് എൻട്രൻസിനാണ്, എൻട്രൻസ്. അപ്പൊ നമ്മൾ 2016 ഇതിന് മുമ്പ് ടോട്ടോമറിസം ചോദിച്ചു കാണുന്നത്. ഇപ്പം അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ടോട്ടോമറിസം ലെവലിലെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാലും ബേസിക് ആയുള്ള ഐഡിയകൾ നമ്മൾ പഠിച്ചിരിക്കാം. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് മക്കൾ. നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചെടുക്കാം. എന്താ ചെയിൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഡെഫിനേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം മതി നമുക്കത് മനസ്സിലാക്കാം. ചെയിൻ ഐസോമേഴ്സ് എക്സാമ്പിൾ എന്താ മക്കളെ? ചെയിൻ ഐസോമേഴ്സ് സിമ്പിൾ പറഞ്ഞാൽ ഞാൻ നോർമൽ പെൻഡെയിൻ വരയ്ക്കാം. നോർമൽ പെൻഡെയിൻ CH3 CH2 CH2 CH. ഇതാണ് നോർമൽ പെൻഡെയിൻ എന്ന് പറയുന്നത്. നോർമൽ പെൻഡെയിൻ ഇതാണ് നോർമൽ പെൻഡെയിൻ. ഞാൻ എന്ത് ചെയ്യണം? ചെയിൻ മാറ്റാൻ പോകുന്നത്, അതായത് ബ്രാഞ്ച് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ഇതിന്റെ ഐസോമർ കിട്ടും. അതായത് ഞാനിപ്പോൾ 5 കാർബണുള്ള ആളാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. അതിന് 4 കാർബണുള്ള ആൽക്കൈൻ ആക്കുന്നു, എന്നിട്ട് ഒരു ബ്രാഞ്ച് കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? സെയിം മോളിക്കുലർ ഫോർമുല തന്നെ കിട്ടും. അപ്പോൾ അതെന്താണ് ചെയിൻ ഐസോമേഴ്സ്? കാണിച്ചു തരാം മക്കളെ. എനിക്ക് എന്ത് ചെയ്യാം? 5 കാർബൺ മാറ്റി 4 കാർബൺ ആക്കാം. ഓക്കെ, അപ്പോൾ CH3 CH2 CH2 CH എവിടെയെങ്കിലും ഇവിടെ ബ്രാഞ്ച് കൊടുക്കുന്നു, CH3 കൊടുക്കുന്നു, ആൻഡ് CH2 CH3 ഇവിടെ. അപ്പോൾ 4 കാർബണാണ്. നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം തന്നെയാണ്. അപ്പൊ ഇതെന്താണ്? ഇതിന്റെ ഐസോമർ ആണ്. അപ്പൊ ഇതെന്താ സാധനം? ഇത് 2-methyl ബ്യൂട്ടൈൻ ആണ്. അപ്പം ഈ നോർമൽ പെൻഡെയിന്റെ ഐസോമർ ആണ് 2-methyl ബ്യൂട്ടൈൻ. 2-methyl ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാലാണ് ഇത് ഏത് ഗ്രൂപ്പാണ്? ഇത് ഐസോ ഗ്രൂപ്പ് അല്ലേ? സോ നമുക്ക് എന്ത് വിളിക്കാം? ഐസോ ബ്യൂട്ടൈൻ എന്ന് വിളിക്കാം. ഐസോ ബ്യൂട്ടൈൻ ഐസോ പെൻഡെയിൻ എന്ന് വിളിക്കാം. ഐസോ പെൻഡെയിൻ. സോ ഐസോ പെൻഡെയിൻ എന്ന് വിളിക്കാം. അത് ഐസോ ഗ്രൂപ്പ് ആണ്. സോ ഐസോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ അത് ഐസോ പെൻഡെയിൻ ആണ്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതായത് ഇത്രയേ ഉള്ളൂ കാര്യം. ഈ പറഞ്ഞിരിക്കുന്ന ചെയിൻ ഐസോമർസ് അറൈസ് ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കും? അതായത് കാർബൺ ചെയിന്റെ സ്കെലറ്റൽ ഡിഫറൻസ് മൂലമാണ് ഇവിടെ ഇത് അറൈസ് ചെയ്തിരിക്കുന്ന കാര്യം സിമ്പിൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും മാറ്റാൻ പറ്റും. അതായത് ഇപ്പൊ ഇത് 4 കാർബൺ ആറ്റം അല്ലേ, ഇനി 3 കാർബൺ ആറ്റം തന്നെ ചെയിൻ ആക്കാം. അതായത് ഇങ്ങനെ ഞാൻ ബാലൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്ത് ചെയ്തു? ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ദിസ് നോൺ ആസ് നിയോപെൻഡെയിൻ. നിയോപെൻഡെയിൻ തന്നെ മക്കളെ ഇതിന് ഐസോമർ ആണ്. നിയോപെൻഡെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? 2,2 ഡൈമിഥൈൽ പ്രൊപ്പൈൻ എന്ന് പറയാം. ഇതൊക്കെ എന്താ? ഇതൊക്കെ സിമ്പിൾ ചെയിൻ ഐസോമറിസം വന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മക്കളെ നമ്മൾ അടുത്തൊരു ചെയിൻ അത്ര വലിയ സിമ്പിൾ കാര്യങ്ങളാണ്. കാരണം നമ്മൾ എക്സാമിന് ചോദിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ തരും. ഫോർ എക്സാമ്പിൾ C5H12. ഇതെന്താ സാധനം? ഇത് പെൻഡെയിനാ, നോർമൽ പെൻഡെയിൻ. ഇയാളുടെ ഐസോമർ എത്ര സ്ട്രക്ചറൽ ചെയിൻ ഐസോമർസ് ഉണ്ടെന്ന് ചോദിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എത്ര സ്ട്രക്ചറൽ ഐസോമർസ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ട്രക്ചറൽ ഐസോമർസ് എന്ന് പറയുമ്പോൾ ചെയിൻ മാത്രമല്ല, ചെയിൻ ഉണ്ട്, പൊസിഷൻ ഉണ്ട്, ഫംഗ്ഷനിലുണ്ട്, മെറ്റാമർ ഉണ്ട്, ടോട്ടമൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്നുണ്ടോ നോക്കണം. ഇതൊക്കെ വരും. അപ്പം സാധാരണ നോർമൽ പെൻഡെയിൻ എന്ന് പറഞ്ഞ സാധനം എന്താ? ഇതാണ് ഞാൻ സിമ്പിൾ കാണിച്ചു തരാം. എക്സാമിന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മക്കളെ. എത്ര എണ്ണം ചോദിക്കും. അപ്പൊ ഇത് എന്താണ്? ആക്ച്വലി ഇതൊരു നോർമൽ ചെയിനാ അല്ലെ? എന്താ നോർമൽ പെൻഡെയിനാ. ഇപ്പൊ ഇയാൾക്ക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇല്ലല്ലോ.
ഇല്ല. ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ എങ്കിലും മാറ്റിയാൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാറാണെങ്കിൽ ഫംഗ്ഷണൽ ഐസോമേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫംഗ്ഷണൽ ഐസോമേഴ്സ് ഇവിടെ ഇല്ല. പിന്നെ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇതിനകത്തുണ്ട്, ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റി കൊടുത്താൽ എന്ത് നടക്കും? പൊസിഷൻ ഐസോമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പൊസിഷൻ ഐസോമേഴ്സ് നടക്കില്ല. പിന്നെന്താ പോസിബിലിറ്റി? ചെയിൻ മാറാം, സ്കെലട്ടൺ മാറാം. അതായത് ഇപ്പോൾ 5 കാർബൺ അല്ലേ ഉള്ളത്, 5 കാർബൺ. ഈ 5 കാർബൺ മാറ്റി എനിക്ക് ഇതൊരു ടൈപ്പാണ് ഒന്ന്. വേറെ ഫോം എങ്ങനെയാണ്? എനിക്ക് 4 കാർബൺ ആക്കാം. ഇതിനെന്ത് ചെയ്യാം? എവിടെയെങ്കിലും ഒരു ബ്രാഞ്ച് കൊടുക്കാം, ഇവിടെ ബ്രാഞ്ച് കൊടുക്കും. ഓക്കെ, ഇത് ഇവിടെ കൊടുത്താലും ഇവിടെ സെയിം അല്ലേ ആണ്. അപ്പോൾ ഒരു ഫോം ഇതാണ്. എനിക്ക് എന്ത് ചെയ്യാം? 3 കാർബൺ ആക്കാം. 3 കാർബൺ ഇവിടെ ബ്രാഞ്ച്. ഇനി എനിക്ക് 2 കാർബൺ ആക്കാൻ ഇനി പോസിബിലിറ്റി, ഒരു പോസിബിലിറ്റിയും ഇല്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനും ചെറുത് 2 കാർബൺ ഉള്ള സാധനം ഉണ്ടാവൂടെ? ഇല്ല, 2 കാർബൺ സാധനം ഇല്ല. അപ്പം ഇതാണ് അടുത്ത പോസിബിലിറ്റി. അപ്പോൾ മൊത്തം 3 എണ്ണം നടക്കും. 3 പെൻഡിയം 3 എണ്ണം നടക്കും. മനസ്സിലാവുന്നു? അപ്പോൾ ഇത് ചെയിനേ ഉള്ളൂ. ഫംഗ്ഷനൽ ഉണ്ടോ? ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ല. പൊസിഷൻ ഉണ്ടോ? പൊസിഷൻ ഇല്ല. മെറ്റാമർ ഇല്ല. അപ്പം ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ എണ്ണം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ചിലപ്പോൾ പൊസിഷൻ അവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ നോക്കണം, ചെയിൻ നോക്കണം, സ്ട്രക്ചർ എല്ലാം നോക്കണം. ഓക്കെ, അതാണ് കോൺസെപ്റ്റ്. ഇനി പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? സിമ്പിൾ. ഞാൻ കാണിച്ചു തരാം. പൊസിഷൻ ഐസോമേഴ്സ് ആണ്. പൊസിഷൻ ഐസോമറിസം ഇത് വളരെ എളുപ്പമാണ്, അതുകൊണ്ട് വലിയ ടെൻഷൻ ഒന്നും വേണ്ട. പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ മക്കളെ സിമ്പിൾ. CH3 CH2 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 OH ഇത് എടുക്കാം. ഇത് സാധനം ഇത് ബ്യൂട്ടനോൾ അല്ലേ? ഇത് ബ്യൂട്ടനോളാണ്. ഇത് ബ്യൂട്ടനോളാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കുന്ന ഈ OHന്റെ പൊസിഷൻ അങ്ങ് മാറ്റാൻ പോകും. ഇതിപ്പോൾ എവിടെ ഉള്ളത്? ബ്യൂട്ടാൻ 1 അല്ലേ? അതായത് മക്കൾ ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് ആയിരിക്കുന്നത്, OH ഗ്രൂപ്പിൽ. ഞാൻ അതിന്റെ പൊസിഷൻ അങ്ങ് മാറ്റാൻ പോവാം. പൊസിഷൻ മാറ്റി സംഭവിക്കും മക്കളെ? പൊസിഷൻ മാറ്റിക്കേ. CH3 എന്ത് ചെയ്യണം? ഇവിടെ കൊടുക്കാൻ പോകുന്നത് CH3 CH OH CH2 CH3 റെഡി അല്ലേ? യെസ്. അപ്പം ഇതിന്റെ നമ്പർ എത്ര? ഇതിന്റെ നമ്പർ എന്ന് പറയുമ്പോൾ 2 ബ്യൂട്ടനോളാണ്. ആരാണ്? ബ്യൂട്ടാൻ 2 അല്ലെങ്കിൽ 2 ബ്യൂട്ടനോൾ എന്ന് പറയും. 1 2 2 നമ്മുടെ OH ഗ്രൂപ്പിൽ ബ്യൂട്ടാൻ 2 ആണ്. 2 ബ്യൂട്ടനോളാണ്. സോ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറി മക്കളെ. അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെയോ സബ്സ്റ്റിറ്റ്യൂന്റിന്റെയോ, ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂന്റിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ സൈഡ് ചെയിൻ എടുക്കാം, സൈഡ് ചെയിന്റെയോ അല്ലെങ്കിൽ സൈഡ് ചെയിനോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂന്റ്, അങ്ങനെ പറയാം. സബ്സ്റ്റിറ്റ്യൂന്റ് എന്ന് പറയാം. ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയണ്ട. സബ്സ്റ്റിറ്റ്യൂന്റിന്റെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ അവിടെ അറൈസ് ചെയ്യുന്ന ഐസോമറിസം വിളിക്കുന്ന പേരാണ് പൊസിഷണൽ ഐസോമറിസം. അപ്പൊ ഇവിടെ പോസിബിലിറ്റി ഉണ്ട്. എനിക്ക് എന്ത് ഇവിടെ കൊണ്ടുവെക്കാം? ഇവിടെ 2 കൊണ്ടുവെക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൊണ്ടുവച്ചാലും 2 എണ്ണാണ്. അപ്പൊ എന്ത് സംഭവിക്കുക? അവിടെ കൊണ്ടുവച്ചാൽ 2 എണ്ണ. അപ്പം 2 ബ്യൂട്ടനും 2 ആണ് അതിലുള്ള ഒരു ഐസോമറിസം എന്ന് പറയുന്നത്. മക്കളെ മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്താ? ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറയുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കൾ എന്താ? സിമ്പിൾ എക്സാമ്പിൾ വെച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ് കാര്യം. അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്? ലെറ്റ്സ് എക്സാമ്പിൾ CH3 CH2 OH ഇതൊരു ആൽക്കഹോൾ അല്ലേ? ആണ്. അപ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാറുകയും പക്ഷേ മോളിക്കുലാർ ഫോമിൽ സെയിം ആവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷണൽ ഐസോമറിസം. കാരണം ഇതൊരു ആൽക്കഹോൾ അല്ലേ? ഇതൊരു ആൽക്കഹോൾ ആണ്. ഇനി മോളിക്കുലർ ഫോമിൽ എത്രയാ? C2H6O. ഇതാണ് മോളിക്കുലർ ഫോമുല. ഇനി ഇതേപോലെ മോളിക്കുലർ ഫോമുല കിട്ടുന്ന വേറെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെ കാണിച്ചു തരാം. ആരാണത്? ആൽക്കഹോളിന്റെ പേർ ആരാണത്? ഈഥർ ആണ്. ആരാണ് ഈഥർ? അതായത് മക്കളെ CH3OCH3 എന്ന് പറയും. ഇത് ഈഥർ ആണല്ലോ. മെത്തോക്സി മിഥെയിൻ ആണിത്. മെത്തോക്സിമിഥെയിൻ ഇതൊരു ഈഥർ അല്ലേ? ഇതൊരു ഈഥർ ആണ്. ഇയാളുടെ മോളിക്കുലർ ഫോമുല എത്രയാടാ? C2H6O തന്നെയാണ്. വിച്ച് മീൻസ് ആൽക്കഹോളും ഈഥറും എന്താണടാ? ദേ ആർ ഫംഗ്ഷണൽ ഐസോമേഴ്സ്. എന്താണ്? ഫംഗ്ഷണൽ ഐസോമേഴ്സ് ആണ്. അവരെന്താണ്? ഫംഗ്ഷണൽ ഐസോമേഴ്സ്. അങ്ങനെയാണ് നിങ്ങളെന്ന് പറഞ്ഞേ. ഇതേപോലെയുള്ള വേറൊരാളുണ്ടല്ലോ, അവരാരാണ്? ഗ്രൂപ്പ് അത് ആൽഡിഹൈഡും കീറ്റോണുമാ. ആരാണ്? ആൽഡിഹൈഡും കീറ്റോണും എന്ത് തന്നെയാടാ? അവരും ഫംഗ്ഷണൽ ഐസോമേഴ്സ് ആണ്. അതിന്റെ റീസൺ എന്താ നമുക്ക് സിമ്പിൾ. അതായത് ഈ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എന്താ സാധനം? ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ സിമ്പിളായി പറഞ്ഞുതരാം. ആൽക്കഹോളും അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ആൽക്കഹോൾ എടുക്കുക. ആൽക്കഹോൾ അതേപോലെ തന്നെ അത് ആൽക്കഹോൾ OH ഗ്രൂപ്പാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കീറ്റ് എടുക്കുകയാണ്. ഏതറിയോ? ഈ പറഞ്ഞ ഈഥർ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ ആണ് വരുന്നത്. അപ്പം ഈ ഓക്സിജനും അതേപോലെ തന്നെ ആൽക്കഹോളും തമ്മിൽ ഒരു H ഡിഫറൻസ് അല്ലേ ഉള്ളൂ? H ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ H ഡിഫറൻസ് വരുന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കും അധികം? നമ്മുടെ ഫംഗ്ഷണൽ ഐസോമേഴ്സ് നമ്മൾ ഓർത്തിരിക്കാൻ പറ്റും. അപ്പം ആൽക്കഹോളും ഈഥറും ഇതുപോലെയാണ്. അപ്പോൾ നോക്കി ആൽഡിഹൈഡ് എന്ന് പറയുന്നത് C+H ആണ്. കീറ്റോൺ എന്താ? C+O. അർത്ഥം ഒരു H ഡിഫറൻസ്. അപ്പൊ അവരെന്ത് കാണിക്കും? അവർ ഫംഗ്ഷണൽ ഐസോമേഴ്സ് കാണിക്കുന്ന കാര്യം ഒന്ന് അവർ ഫംഗ്ഷണൽ ഐസോമേഴ്സ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതൊരു കോൺസെപ്റ്റ് ആക്കി മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ആൽഡിഹൈഡും കീറ്റോണും പെയർ ആയിരിക്കും. ആൽഡിഹൈഡിന്റെ ഫംഗ്ഷണൽ ഐസോമർ ആയിരിക്കും കീറ്റോൺ ആയിരിക്കും. അതുപോലെ ആൽക്കഹോളിന്റെ ഫംഗ്ഷണൽ ഐസോമർ ആയിരിക്കും ഈഥർ ആയിരിക്കും എന്ന കാര്യം ഒന്ന് ബേസിക്കലി നോളജിന് ബേസിക്കായി കോമൺ സെൻസോട് ആലോചിച്ചിരിക്കുക. റെഡി അല്ലേ? ഇനി വരുന്നതാണ് നമുക്ക് മെറ്റാമറിസം. മെറ്റാമറിസം എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ് കാര്യങ്ങൾ. മെറ്റാമറിസം എന്ന് പറയുമ്പോൾ എന്താണ് മെറ്റാമറിസത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? മെറ്റാമറിസം എന്ന് പറഞ്ഞ മക്കൾ സിമ്പിൾ. അതായത് മക്കളെ നമ്മുടെ ആൽക്കേൽ ഗ്രൂപ്പ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും. അതായത് നമുക്കറിയാം ഫംഗ്ഷണൽ ഗ്രൂപ്പ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ പോളി വാലൻസി ഉള്ള, അതായത് ഓക്സിജന്, സൾഫർ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് ഒരുപാട് പോളി വാലൻസി അതിന്റെ വാലൻസികൾ കാണും. അവിടെ ആൽക്കേൽ ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്.
ഫോർ എക്സാമ്പിൾ R1 R2. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഡിഫറെന്റ് ഈ ആൽക്കൈൽ ഗ്രൂപ്പുകൾ മാറുന്നതനുസരിച്ച് നമുക്ക് സെയിം മോളിക്കുലർ ഫോമുള്ള ആൾക്കാർ കിട്ടുകയാണെങ്കിൽ ദേ ആർ നോൺ ആസ് മെറ്റാമേഴ്സ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായി കാണിച്ചു തരാം. CH3 CH2 CH3 ലെറ്റ്സ് സേ മക്കളെ, ലെറ്റ്സ് സേ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും മക്കളെ. CH3 ഓക്സിജൻ, CH2 CH3. ഇതാ നോക്കിയേ, ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പായ ഓക്സിജൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇതിന് രണ്ട് ഭാഗത്ത് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇല്ല, ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. രണ്ട് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പുകളല്ലേ ആണ്. ഇനി മക്കളെ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഐസോമർ വരയ്ക്കും, മെറ്റാമർ വരയ്ക്കാൻ പറ്റും. മെറ്റാമർ എന്ന് പറയുമ്പോൾ ആരാണ് ഇതിന്റെ മെറ്റാമർ ആരാ നോക്കിയാൽ മക്കളെ, നോക്കിയോ CH3 CH2 O CH2 CH3. ഇതിന്റെ മെച്ചാമ്പർ ആണ്. കാരണം എന്താ, സെയിം മോളിക്കുലർ ഫോമിലാണ്, പക്ഷെ എന്താണ് ഡിഫറെന്റ്, എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. ഇവിടെ നിങ്ങൾ നോക്കിയ CH3യും അതേപോലെ തന്നെ നമ്മുടെ ഇതിപ്പം മിഥൈൽ ഗ്രൂപ്പാണ്, ഇതെന്താണ് ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്. ഇതെന്താ, ഇത് ഇഥൈൽ ഗ്രൂപ്പും ഇത് പ്രൊപ്പൈൽ ഗ്രൂപ്പുമാണ്. അപ്പൊ ഇതിന് മോളിക്കുലർ ഫോമിൽ സെയിം ആണ്, പക്ഷെ എന്താണ് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് മെറ്റാമേഴ്സ് എന്നാണ്. എന്താ വിളിക്കാം, മെറ്റാമേഴ്സ്. അപ്പൊ രണ്ട് ഭാഗങ്ങളിൽ ഫംഗ്ഷൻ ഗ്രൂപ്പിൽ രണ്ട് ഭാഗങ്ങളിൽ ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് വരികയും രണ്ടുപേർക്കും സെയിം മോളിക്കുലർ ഫോമിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ ദേ ആർ മെറ്റാമേഴ്സ് എന്ന് പറയാം. അപ്പം മക്കളെ മനസ്സിലായില്ല മക്കളെ. അപ്പൊ ഇഥർ എന്താണ്, ഇഥറും അതേപോലെ തന്നെ ഇഥേഴ്സ് എന്ത് കാണിക്കും, ഇഥർ എന്ന് കാണിക്കും മക്കളെ, മെറ്റാമറിസം കാണിക്കുന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇഥർ എന്ന് കാണിക്കും, മെറ്റാമറിസം കാണിക്കുന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. റെഡിയല്ല. അപ്പൊ മെത്തോക്സി പ്രൊപ്പൈനും മക്കളെ ഇത് ഏതാ, ഇതിന്റെ പേരെന്താ, ഇയാളെ പേരെന്താ, ഇയാളെ വിളിക്കുന്ന പേരെന്താ, എങ്ങനെ വിളിക്കുക, ഇഥറിനെ എങ്ങനെ പേരിടുക. ഇഥേഴ്സ് ആർ നോൺ ആസ്, ഇഥേഴ്സിനെ വിളിക്കുന്ന പേരാണ് ആൽക്കോക്സി ആൽക്കെയിൻ. എന്താ വിളിക്കുക, ആൽക്കോക്സി ആൽക്കെയിൻ. എന്താ മക്കളെ ആദ്യത്തെ ആൽക്കോക്സി, ദാറ്റ് ഈസ് ചെറുതോക്സി വലുതേൻ എന്ന് പറയും. ചെറുതോക്സി വലുതേൻ എന്ന് വിളിക്കും, ചെറുതോക്സി വലുതേൻ. അപ്പൊ എന്താണ് ചെറിയ ഗ്രൂപ്പ് ഇവിടെ ആണെങ്കിൽ ചെറുത് മിത്തല്ലേ. മെത്തോക്സി എന്തുണ്ടാവും, വലിയ ഗ്രൂപ്പ് ബ്യൂട്ടേൻ. സോ മെത്തോക്സി ബ്യൂട്ടേൻ എന്ന് വിളിക്കും, മെത്തോക്സി ബ്യൂട്ടേൻ. ഇവിടെ ഏതാ ചെറുത്, ഇവിടെ ചെറുത് എത്തോക്സി അല്ലേ. സോ എത്തോക്സി പ്രൊപ്പൈൻ. സോ എക്സാം ചോദിക്കും മെത്തോക്സി ബ്യൂട്ടൈനും എത്തോക്സി പ്രൊപ്പൈനും എന്താണ്, ദേ ആർ മെറ്റാമേഴ്സ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മെറ്റാമേഴ്സിന് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മക്കളെ പ്രധാനമായിട്ട് വരുന്നതാണ് എന്ത്, നമ്മൾ കീറ്റോ ഇനോ ടോട്ടോമറിസം എന്ന് പറയുമ്പോൾ അവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടോട്ടോമറിസം എൻട്രൻസ് എക്സാമിന് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട ടോട്ടോമർസ് ഏതാണെന്ന് അറിയാം. ഒരുപാട് ടോട്ടോമർസുകൾ ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾ പ്രധാനമായും പഠിക്കുന്നത് കീറ്റോ ഈനോൾ ടോട്ടോമറിസം ആണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട സാധനം, കീറ്റോ ഈനോൾ ടോട്ടോമറിസം എന്ന് പറയും. ഇവിടെ നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും. കീറ്റോ ഇനോൾ ടോട്ടോമറിസം പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ, അത് മാത്രം പഠിച്ചാൽ മതി. കാരണം ഇതിന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ചോദിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് 2016 ചോദിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നമ്മൾ അധികം കൂടുതൽ എന്ത് ചെയ്യേണ്ട, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പോകുന്നില്ല. എനിവേ നമ്മൾ ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ക്ലിയർ ചെയ്ത് പോകും. റെഡിയല്ലേ, എല്ലാവരും റെഡിയല്ലേ, എന്റെ കൂടെ ഇല്ല എല്ലാവരും. അപ്പൊ നോക്കിയാൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്, വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്, വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇത്രയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ് കാര്യം. ഓക്കെ, അപ്പൊ അതിൽ ടോട്ടോമറിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും എന്റെ കൂടെ നോക്കിയേ, എല്ലാവരും നോക്കിയേ. CH3 C ഡബിൾ ബോണ്ട് CH3. ഇതാരാ മക്കളെ, ഇതാരാ, ഇതൊരു കീച്ചോൺ അല്ലേ, ഇതൊരു കീച്ചോണാണ്. അപ്പൊ ഇയാളാണ് ആര്, കീച്ചോൺ. അതായത് പ്രൊപ്പാൻ 2 എന്ന് പറയുന്നത് അസറ്റോൺ എന്ന് വിളിക്കാം, അസറ്റോൺ. പ്രൊപ്പാൻ 2 അല്ലെങ്കിൽ അസറ്റോൺ എന്ന് പറയുന്നത് ഇത് കീച്ചോണാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ടോട്ടോമറിസം എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. എന്താ കണ്ടീഷൻ, നിർബന്ധമായി നിങ്ങൾ ഓർത്തിരിക്കണം. ആ ഒരു കോമ്പൗണ്ടിന് ടോട്ടോമറിസം നടക്കണമെങ്കിൽ പ്രധാനമായിട്ടും അതിന് C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന കാർബണിൽ കോമ്പൗണ്ട് വേണം, അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് വേണം. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ നടക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ, C ഡബിൾ ബോണ്ട് O വേണം, കാർബണിൽ ഗ്രൂപ്പുകൾ വേണം. മനസ്സിലായോ? യെസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, അതിൽ എന്ത് വേണം, മസ്റ്റായിട്ടും ആൽഫ ഹൈഡ്രജൻ വേണം. ആൽഫ ഹൈഡ്രജൻ വേണം. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം, C ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. എങ്കിലും എന്ത് നടക്കും, ടോട്ടോമറിസം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ടോട്ടോമറിസം നടക്കാതിരിക്കാൻ, സ്റ്റെറിക് ഹിൻഡ്രൻസ് ഒക്കെ പറയാം. എനിവേ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, രണ്ട് കാര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ അവിടെ ടോട്ടോമറിസം നടക്കാനുള്ള സാധ്യതയെങ്കിലും ഉള്ളൂ. എന്തൊക്കെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് C ഡബിൾ ബോണ്ട് ഗ്രൂപ്പ് വേണം, ആൽഫ ഹൈഡ്രജൻ വേണം. ആൽഫ ഹൈഡ്രജൻ ഇല്ലാതെ എന്ത് നടക്കത്തില്ല, ടോട്ടോമറിസം നടക്കത്തില്ല. അപ്പൊ നിങ്ങൾ നോക്കിയേ മക്കളെ, ടോട്ടോമറിസം നടക്കുമോ നോക്കുക. ഇവിടെ C ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ. യെസ്. അപ്പൊ ഒന്നാമത്തെ പരിപാടി സാറ്റിസ്ഫൈ ചെയ്തു. എന്താ ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താടാ, ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത് അവിടെ C ഡബിൾ ബോണ്ട് O ഉണ്ട് എന്നുള്ളതാ. അപ്പൊ ഒന്നാമത്തെ എന്താണ്, സാറ്റിസ്ഫൈ ചെയ്തു. യെസ്. ഇനി അടുത്ത പരിപാടി എന്താ, ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ നോക്കണം. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ആരാടാ, ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്
ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണല്ലോ സി ഡബിൾ ബോണ്ടോ അല്ലേ. ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പറ്റാതിരിക്കുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ. ഇത് രണ്ടും ആൽഫ കാർബൺ. ആൽഫ കാർബണിന്റെ മുകളിലുള്ള ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ. എന്താണ് ആൽഫ ഹൈഡ്രജൻ? അപ്പൊ ഇതെന്താ മക്കളെ? ഇത് ആൽഫ ഹൈഡ്രജൻ ആണ്, ഇതും ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പൊ രണ്ട് സ്ഥലത്തുനിന്നും എന്ത് ചെയ്യും മക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന എവിടെ നിന്ന് വേണമെങ്കിൽ ആൽഫ ഹൈഡ്രജൻ എടുക്കാൻ പറ്റും. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ടോട്ടോമർസ് നടക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഇവിടെ എന്താ മക്കളെ? ദിസ് ഇസ് നോൺ ആസ് ആൽഫ ഹൈഡ്രജൻ, ദിസ് ഇസ് നോൺ ആസ് ആൽഫ ഹൈഡ്രജൻ. രണ്ടും എന്താണ്? ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പൊ ആൽഫ കാർബണിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്ന കാർബണാണ് ആൽഫ ഹൈഡ്രജൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ എങ്ങനെയാണ് നടക്കുക? മെക്കാനിസം ആണ് പറയാൻ പോകുന്നത്. ടോട്ടോമറിസം എന്ന് പറയുന്ന ഒരു ഐസോമറിസത്തിന്റെ മെക്കാനിസം ആണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും കണ്ണുകൾ തുറന്നിരിക്കുക. എന്താണ് മെക്കാനിസം? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് CH3 C ഡബിൾ ബോണ്ട് O CH3 ഇതാണല്ലോ നിങ്ങളുടെ എന്ത് എന്ന് പറയുന്നത്. ഒന്ന് മാറ്റി വരയ്ക്കാം മക്കളെ. ഇതാണ് ഞാൻ പറയുന്ന അസറ്റോൺ അല്ലെങ്കിൽ പ്രൊപ്പാൻ 2 CH3. ഞാൻ CH3 തൽക്കാലം സിമ്പിൾ ആക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതുന്നു. എനിക്ക് ആൽഫ ഹൈഡ്രജൻ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ C ഡബിൾ ബോണ്ട് O CH3 ഞാൻ ഇങ്ങനെ എഴുതി. കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ആൽഫ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ശ്രദ്ധിക്കണം. ഇതാണല്ലോ ആൽഫ ഹൈഡ്രജൻ, ഇതാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ഡബിൾ ബോണ്ട് ഇല്ലട, ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും, സിംഗിൾ ബോണ്ട് അടുത്തേക്ക് ചാടും. അപ്പൊ ആൽഫ ഹൈഡ്രജൻ അടുത്തേക്ക് ചാടും ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രോൺ നെഗറ്റീവ് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോൺ അടുത്തേക്ക് ആര് വരും? ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. അപ്പൊ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടും, ഡബിൾ ബോണ്ട് ചാടുമ്പോൾ നെഗറ്റീവ് ചാർജ് വരും. അവിടെ കാല് കയറിയിരിക്കും, ഈ ഹൈഡ്രജൻ കയറിയിരിക്കും. മനസ്സിലായോ? അപ്പം ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വന്ന ഇവിടെ ഡബിൾ ബോണ്ട് ആവില്ല. അപ്പൊ ബാലൻസ് എന്താവും? 5 ആവും. 5 പറ്റത്തില്ല, കാർബൺ ബാലൻസ് 4 പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടുന്ന് ആൽഫ ഹൈഡ്രജൻ ചവിട്ടി പുറത്താക്കും. ആൽഫ ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? ഈ നെഗറ്റീവ് ചാർജിന് അടുത്തേക്ക് പോകും. അപ്പോൾ അവിടെ ഹൈഡ്രജൻ കയറിയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കൾ? നമുക്ക് എന്ത് കിട്ടും? ടോട്ടോമർ കിട്ടും. അതായത് നോക്കിയേ മക്കൾ, എല്ലാവരും നോക്കിയേ. ഇത് നിങ്ങൾ മനസ്സിലാവണേ പറഞ്ഞതാണ്. ഇപ്പൊ എന്താ ഇവിടെ CH2 ആണ്, അവിടെ ഡബിൾ ബോണ്ട് വന്നു, പിന്നെ ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് OH ഉണ്ടാകും, പിന്നെ അവിടെ CH3 ഉണ്ടാവും. ഇതാണ് സാധനം. മക്കളെ നോക്കിയേ, എന്താ അവിടുത്തെ കോൺസെപ്റ്റ്? ഇതെന്താ സാധനം? ഇത് കീറ്റോൺ അല്ലേ? അത് തന്നെ കീറ്റോൺ അല്ലേ? ഇപ്പോഴതെന്താ? ഒരു ഈന് ഡബിൾ ബോണ്ടും ഉണ്ട്, ഒരു ഓളും ഉണ്ട്. അപ്പൊ എന്തിനു വിളിക്കുക? ഈനോൾ എന്ന് വിളിക്കും. ഈനോൾ. അതാണ് നമുക്ക് എന്ത്? കീറ്റോ ഇനോൾ ടോട്ടോമറിസം എന്ന് പറയുന്നത്. ഇതാണ് കീറ്റോ ഇനോൾ ടോട്ടോമറിസം എന്ന് പറയും. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ്. ആൽഫ ഹൈഡ്രജൻ വേണം, അതേപോലെ C ഡബിൾ ബോണ്ടോ വേണം എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അവിടുത്തെ അടുത്തൊരു കോൺസെപ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ എനിക്ക് രണ്ട് പോസിബിലിറ്റി ഇല്ലടാ. എനിക്ക് ആൽഫ ഹൈഡ്രജൻ എവിടെ നിന്ന് എടുക്കാം? ഇവിടുന്ന് എടുക്കാം. രണ്ട് സെയിം ആയതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല, ഒരു അവിടെ ചേട്ടെ. ഇനി ഇത് സെയിം അല്ലെങ്കിലും അപ്പൊ ഇവിടെ എങ്ങനെ എടുക്കും? അത് അടുത്തൊരു കോൺസെപ്റ്റ് ആണ്. അതായത് മക്കളെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കും നിങ്ങൾ. CH3 CH2 C ഡബിൾ ബോണ്ട് O CH3 എന്ന് വിചാരിക്കും. അപ്പൊ രണ്ട് പോസിബിലിറ്റി ഉണ്ട് മക്കൾ, രണ്ട് പോസിബിലിറ്റി. എന്തൊക്കെയാ? എനിക്ക് ആൽഫ ഹൈഡ്രജൻ എവിടെ നിന്നൊക്കെ എടുക്കാം? എനിക്ക് ഇവിടെ ആൽഫ ഹൈഡ്രജൻ ആണ്, ഇതും ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പൊ ഞാൻ എവിടെ നിന്ന് എടുക്കണം? ഞാൻ എടുക്കുന്നത് ഇത് കീറ്റോൺ ആണ് മക്കളെ. ഞാൻ എടുക്കുമ്പോൾ രണ്ട് പോസിബിലിറ്റി, 2 പോസിബിലിറ്റീസ് ആർത്ത്. ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്താ കിട്ടുക? ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ എനിക്ക് മക്കളെ കിട്ടാൻ പോകുന്നത് എന്താണ്? CH3 ഇവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പം എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും, ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടും. എന്ത് കിട്ടും? CH3 CH2 C ഡബിൾ ബോണ്ട് O CH2, അതെ CH2. ഇവിടെ ആരുണ്ടോ മക്കളെ? ഇവിടെ OH. ഇതാണ് ഇവിടെ നിന്ന് എടുത്താൽ കിട്ടുന്നത്. ഇനി ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ CH3. അപ്പം എന്താ സംഭവിക്കും മക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട്. അപ്പം കിട്ടും മക്കളെ? നമുക്ക് CH3 CH ഡബിൾ ബോണ്ട് COH CH3 എന്ന് കിട്ടും. റെഡിയല്ലേ? എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് മോർ സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അക്കോർഡിംഗ് സായ്സഫ് റൂൾ എന്താ പറയുന്നത്? നമ്മളോട് സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻ പറയുന്നതാണ് സായ്സഫ് റൂൾ. അവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് വെച്ച് പറയാറുണ്ട്. അതായത് നമ്പർ ഓഫ് മോർ ആൽക്കലൈറ്റ് പ്രൊഡക്റ്റ് വന്നാൽ അതെന്താണ്? മോർ സ്റ്റേബിൾ ആണ്. അതായത് മക്കൾ ഒന്നുമില്ല, സിമ്പിൾ. അതായത് സായ്സഫ് റൂൾ പറയുന്നത് ഇതാണല്ലോ ആൽക്കീന്റെ ഇതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്ന ആൽക്കീൻ C ഡബിൾ ബോണ്ട്സ്. അതിൽ ഇതാണ് സംഭവം. അതിൽ വരുന്ന ആൽക്കലേറ്റഡ് ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്ത് സ്റ്റെബിലിറ്റി കൂടും എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇതാണ് ഒരു ആൽക്കലി ഗ്രൂപ്പ്, ഇതാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതാണ് എന്ത്? നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇതിൽ രണ്ട് ആൽക്കലി ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഏതാ മോർ സ്റ്റേബിൾ? ഇതല്ലേ മോർ സ്റ്റേബിൾ? അതായത് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നതാണ് എന്ത്? മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ കോൺസെപ്റ്റ് ഒക്കെ പറയുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് വെച്ചിട്ടാണ്. അത് നമ്മൾ തൽക്കാലം പിന്നീട് പറയാം. എനിവേ സംഭവം സിമ്പിൾ ആണ്. മോർ ആൽക്കലേറ്റഡ് കോമ്പൗണ്ട് വിൽ ബി മോർ സ്റ്റേബിൾ അല്ലെങ്കിൽ മോർ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട്. എന്ത് റൂൾ വെച്ചിട്ടാ? സായ്സഫ് റൂൾ ആണെന്ന് കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇവിടെ പഠിക്കുന്നതൊക്കെ ഹൈഡ്രോ കാർബൺ ഒക്കെ പഠിക്കുന്നത്. എനിവേ ഓക്കെ, ഇനി നമ്മൾ നീറ്റിന് പണ്ട് ചോദിച്ച ഒരു ചോദ്യം ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് വരയ്ക്കാം ഇവിടെ. അത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അതിൽ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രം. വിച്ച് among the following
ക്യാൻ എക്സിബിറ്റ് ടോട്ടോമറിസം എന്നാണ് ചോദിച്ചത്. 2000 നീറ്റ്, നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. 2016 phase 1 ചോദിച്ചതാണ്, phase 1. ഇനി സ്ട്രക്ചർ തരാം, മോളിക്യൂൾ തരാം. അതായത് ഒന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, ഒന്നാമത്തെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് 1 എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ സ്ട്രക്ചർ എന്താ? രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മക്കളെ, രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രണ്ടാമത്തെ സ്ട്രക്ചർ. ഇനി മൂന്നാം സ്ട്രക്ചർ എന്താ? മൂന്നാം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്ട്രക്ചർ ഇതാടാ. നോക്കി, എല്ലാവരും നോക്ക്. ഇനി കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത്, കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാത്ത കുട്ടികളുണ്ടാവും, മേ ബി പേടിയിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിച്ചിരുന്ന കുട്ടികളുണ്ടാവും. എനിവേ, ഇതാണ് മൂന്നാമത്. ഇതിൽ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്? ഇങ്ങനെയായിരുന്നു മക്കൾ. ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ഏതൊക്കെ വെച്ചാൽ, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 3 only. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ബോത്ത് 1 and 2. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ബോത്ത് 1 and 3 ആണ് ഓപ്ഷൻ ബി. 1 and 2 ആണ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ബോത്ത് 2 and 3 എന്നാണ്. നിങ്ങൾ ഏത് ആൻസർ ചെയ്തു മക്കളെ? ഇവിടെ ചെറിയ ടിസ്റ്റ് ഉണ്ട്, കുറച്ചൊരു അഡീഷണൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പോയിന്റ് അറിഞ്ഞാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു. നീറ്റ് എക്സാം 2016 ഔട്ട് ഓഫ് ബോക്സ് ചോദിച്ച ചോദ്യമാണിത്. എനിവേ, ഇതൊരു ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇതിന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ബേസിക്കലി ഈ ചോദ്യം ടോട്ടോമറിസം എന്ന കോൺസെപ്റ്റ് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ടോട്ടോമറിസം കാണി നമ്മൾ ബേസിക്കലി പഠിച്ച കാര്യം എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ച 2 കണ്ടീഷൻസാണ്. ഒന്ന് എന്തുണ്ടായിരിക്കണം എന്നാണ്, ഒന്ന് കാർബണൈൽ കോമ്പൗണ്ട്സ് വേണം, C ഡബിൾ ബോണ്ട് ഗ്രൂപ്പ് വേണം. 2 പറഞ്ഞ എന്താണ്? ആൽഫ ഹൈഡ്രജൻ വേണം. ഈ 2 സാധനമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ഇവിടുത്തെ പ്രശ്നം ഇവിടെ C ഡബിൾ ബോണ്ടോ ഉണ്ടല്ലോ, ഉണ്ട്. ഇവിടെ C ഡബിൾ ബോണ്ടോ ഉണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ C ഡബിൾ ബോണ്ട് അടുത്ത് ഇവിടെ അതാ നോക്കിയേ, ഇവിടെ എന്തുണ്ട്? ഒരു കാർബൺ ഉണ്ടല്ലോ, ഇതാണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ആൽഫ കാർബൺ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഇവിടെ ഒരു അറ്റാച്ച്മെന്റ് പോയി, ഇവിടെ അടുത്ത അറ്റാച്ച്മെന്റ്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ ഇവിടെയും ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, ആൽഫ ഹൈഡ്രജൻ ഒക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ ആറ്റം ഇല്ലടാ. ഈ കാർബൺ ആറ്റത്തിന് മുകളിൽ ഒരു ബോണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്, ഒരു ബോണ്ട്, അതായത് C ഡബിൾ ബോണ്ട്. ഇവിടെ നടുവിൽ ഒരു ബോണ്ട് ഉണ്ട്, ഈ ഒരു ബോണ്ട് ഇങ്ങനെ ബോണ്ടഡ് അല്ലേ? ആ ബോണ്ട് ഉണ്ടായതുകൊണ്ട് നമ്മുടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്നൊരു സംഭവം നടക്കും. എന്തുണ്ടാവും? അതായത് ഈ സംഭവത്തിലാണ് നമ്മുടെ പരിപാടി നടക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ എന്തുണ്ട്? ആക്ച്വലി അവിടെ നമുക്ക് ശ്രദ്ധിക്കണേ, C ഡബിൾ ബോണ്ട് ആൽഫ കാർബൺ, ഈ പറഞ്ഞ കാർബൺ ഗ്രൂപ്പിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആൽഫ കാർബൺ ഉണ്ട്. അപ്പൊ ഇവന്മാരൊക്കെ ഒരു ബോണ്ടടാ, ഒരു കണക്റ്റഡായി കിടക്കുക. അപ്പൊ ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസിന്റെ പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ എന്തില്ല? സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കത്തില്ലടാ? ഈ പറയുന്ന ആൽഫ ഹൈഡ്രജൻ ഒന്നും അവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിയത്തില്ല. സിമ്പിൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ എന്ത് നടക്കൂല? ടോട്ടോമറിസം നടക്കൂല. അപ്പൊ ഇവിടെ ഈ സ്ട്രക്ചർ എന്ത് കാണൂല? ടോട്ടോമറിസം കാണൂല. അപ്പൊ ഇവിടെ നടക്കുന്നില്ല, ടോട്ടോമറിസം കാണുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ടോട്ടോമറിസം കാണുന്നില്ല. ഓക്കെ അല്ലേ? അപ്പം അതിന്റെ റീസൺ ഞാൻ പറഞ്ഞൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുന്ന മാത്രം മതി. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെയാണ് നിങ്ങൾ എന്തുള്ളത്? C ഡബിൾ ബോണ്ടോ ഉള്ളത്. ഓക്കെ, ഫൈൻ, സമ്മതിച്ചു. ഈ ഇവിടെ എന്തുണ്ട്? ഇവിടെ നിങ്ങൾക്ക് ഒരു കാർബൺ ഉണ്ട്, ഇവിടെ അടുത്ത ആൽഫ കാർബൺ ഉണ്ട്. ഇനി ഈ ആൽഫ കാർബണിന്റെ മുകളിൽ പഠിച്ചോ എന്ത് പറ്റി? ആൽഫ കാർബണിന്റെ മുകളിൽ എന്ത് സംഭവിച്ചു? പണ്ടാരടങ്ങാനല്ല, എങ്ങനെ പറയാം നമുക്ക്? ഈ ആൽഫ കാർബണിന്റെ മുകളിൽ ഈ ബ്രിഡ്ജ് വന്നത് കൊണ്ടല്ലേ, ഈ ബോണ്ട് ബ്രിഡ്ജ് എന്ന് പറയും, ബ്രിഡ്ജ് പോലെ സ്ട്രക്ചർ വരികയാണ്. ആ ബ്രിഡ്ജ് വന്നത് കൊണ്ടല്ലേ ടോട്ടോമറിസം നടക്കാനത്. അതെ, ഇവിടെ ഇതേ പ്രശ്നം തന്നെ. ഈ കാർബൺ എന്ത് നടക്കൂല? ടോട്ടോമറിസം നടക്കൂല. കാരണം എന്താ? ഇവിടെ ഈ പറഞ്ഞ പോലെ എന്തുണ്ട്? ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ നടക്കൂല ടോട്ടോമറിസം. ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ ടോട്ടോമറിസം നടക്കൂല. ഇനി ഈ കാർബൺ പ്രശ്നം എന്താ? ഈ കാർബൺ പ്രശ്നം വെച്ചാൽ ഇവിടെ ഒരു ഫിനൈൽ ഗ്രൂപ്പിൽ അറ്റാച്ച്, ഇവിടെ ഫിനൈൽ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തു, ഇവിടെ ഇങ്ങോട്ട് അവിടെ എന്തില്ല? നോ ആൽഫ ഹൈഡ്രജൻ. ഇവിടെ ആരില്ല? നോ ആൽഫ. അപ്പൊ അവിടെ ആൽഫ ഹൈഡ്രജനും ഇല്ല. അപ്പൊ ഇതിന്റെ പ്രശ്നം ബ്രിഡ്ജ് ഉണ്ടായതുകൊണ്ട്, ഇതിന്റെ പ്രശ്നം ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട്. ഇതിന്റെ പ്രശ്നം എന്താ? ബ്രിഡ്ജ്. ഇതിന്റെ പ്രശ്നം ബ്രിഡ്ജ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് ഇത് നടക്കൂല, 2 നടക്കൂല, ഈ ടോട്ടോമറിസം നടക്കാൻ പോകുന്നില്ല. ഇനി അടുത്ത ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ആകെ ഓപ്ഷൻ 3. ഇപ്പൊ നമ്മൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ഇതും കൂടി നോക്കാം. ഇതാണല്ലോ ഫംഗ്ഷൻ ഗ്രൂപ്പ്, ഇതാണല്ലോ നിങ്ങൾ ആൽഫ കാർബൺ, സോറി ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് അടുത്ത ആൽഫ കാർബൺ അല്ലെ. ഈ ആൽഫ കാർബൺ നടക്കൂല, ടോട്ടോമറിസം നടക്കാൻ പോകുന്നില്ല. കാരണം എന്താ? ഇവിടെ എന്തുണ്ട്? ബ്രിഡ്ജ് ഉണ്ട്. ഈ ആൽഫ കാർബൺ പ്രത്യേകത, ഇവിടെ ആരുണ്ട് മക്കളെ? ഇവിടെ ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്, അവൈലബിൾ ആ. സോ എന്ത് നടക്കും മക്കളെ? ഇവിടെ ടോട്ടോമറിസം നടക്കും. ആൻസർ എന്താണ്? ഓപ്ഷൻ 3. അതായത് 3 എന്നുള്ള ആൻസറാണ്, 3 only എന്നുള്ള ആൻസറാണ് നിങ്ങൾ കറക്റ്റ് ആക്കുക. ആ എക്സാം ചെയ്ത സമയത്ത് ഒരുപാട് കുട്ടികൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം നല്ല ഡിഫിക്കൽട്ട് ചോദ്യമായിരുന്നു. അപ്പം അത് കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിന്റെ കോൺസെപ്റ്റ്, ഇത് എൻറ്റയർ കോൺസെപ്റ്റുകളൊന്ന് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ കാര്യം. വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് മക്കൾ നമുക്ക് പറയാനുള്ളത്, ചോദ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. എങ്ങനെയാണെന്ന് അറിയാം? ഐസോമറിസത്തിന്റെ
ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് പറയാനുള്ളത്. ഇനി സ്റ്റീരിയോ ഐസോമേഴ്സ് നമ്മൾ ഓൾറെഡി ഹൈഡ്രോ കാർബൺ നമ്മൾ ജിയോമെട്രിയിൽ പഠിക്കുന്നുണ്ട്, അതേപോലെ ഒപ്റ്റിക്കൽ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ഹാലോവർക്കിന് പഠിക്കും. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന ഡീറ്റെയിൽ ആയിട്ട് സമയം അതിനുവേണ്ടി കളയുന്നില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മക്കളെ, സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന ചോദ്യം ഇതിനകത്ത് ഉണ്ടാവും. എത്ര സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഉണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് സ്ഥിരം ഫ്രീക്വന്റ് ആയി ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ടാക്കിൾ ചെയ്യുന്ന വെച്ചാൽ ഒന്ന് രണ്ടെണ്ണം കാണിച്ചത് നിങ്ങൾക്ക്. ഒന്ന് C3H6Cl2 ആണെന്ന് വിചാരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എത്ര സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് കോമ്പൗണ്ട്, ആൽക്കൈൻ ആണോ ഈ ഫോമിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് പറയാം CnH2n+2 ഫോമിലാണ് ഇത് കിടക്കുന്നത് അല്ലെ. എന്ന് വെച്ചാൽ ആക്ച്വലി C3H6H8 ആണ്. അതിൽ 2 ഹൈഡ്രജൻ മാറ്റി അതിൽ കയറിയിരുന്ന ക്ലോറിൻ കയറിയിരുന്നതാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആൽക്കൈൻ ആണ്, സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ബോണ്ട് വരയ്ക്കും. ഞാൻ ജസ്റ്റ് റെപ്രസെന്റ് കാണിച്ചു തരാം. 3 കാർബൺ ആറ്റം ഉണ്ട്, അതിൽ നിന്നുണ്ട് 2 ക്ലോറിൻ ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ ഫോം. ഓക്കെ, ഒന്നാമത്തെ ഫോം. രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ എനിക്ക് പൊസിഷൻ കാണിക്കും. അതായത് ഇതിപ്പം 2 ക്ലോറിൻ ഒരു കാർബൺ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി 2 ക്ലോറിൻ ഡിഫറെന്റ് കാർബൺ നമ്മൾ ആക്കാം. അതായത് പൊസിഷൻ ഐസോമേഴ്സ് കാണിക്കാൻ ആക്കാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ പൊസിഷൻ മാറിയാൽ മതിയല്ലോ പൊസിഷൻ ഐസോമേഴ്സ്. യെസ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിത് 3 കാർബൺ, അത് ആ 3 കാർബൺ എനിക്ക് 2 കാർബൺ ആക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ചെറുതാക്കാൻ പറ്റില്ല. 2 കാർബണിൽ എന്തുണ്ടാവില്ല, ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയിൻ ഐസോമേഴ്സ് പോസിബിൾ അല്ല. 4 ആളാണെങ്കിൽ അതിനെ 3 ആക്കി മാറ്റാം, ഒരു ബ്രാഞ്ച് കൊടുത്ത്. 5 ആണെങ്കിൽ 2 ആക്കി മാറ്റാം. ഇതിന്റെ പ്രശ്നം ഈ പറഞ്ഞ 3 ആളാണെങ്കിൽ 2 ആക്കാൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? യെസ്. കാരണം എന്താ വെച്ചാൽ എങ്ങനെ കൊടുത്താലും 3 തന്നെ ആകുള്ളൂ, ബ്രാഞ്ച് ആവൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയിൻ ഐസോമേഴ്സ് നിങ്ങൾ ആലോചിക്കേ വേണ്ട. പിന്നെ പൊസിഷനേ ഉള്ളൂ. പൊസിഷൻ തരുമ്പോൾ നിങ്ങൾ 3 കാർബൺ കൊടുക്കുക, ഇവിടെ ഒരു ക്ലോറിനെ കൊടുക്കാം, അതുപോലെ ഇവിടെ ഒരു ക്ലോറിനെ കൊടുക്കാം. അതൊരു ഓപ്ഷനാണ്. പിന്നുള്ള ഓപ്ഷൻ എന്താ? അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3 ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഒരു ക്ലോറിൻ കൊടുക്കുക, ഇവിടെ ഒരു ക്ലോറിൻ കൊടുക്കുക. അങ്ങനെ 3 ഓപ്ഷൻസ് അവിടെ ഉള്ളത്. അത് നമ്മൾ ചെയ്തു. ഇനി ഓപ്ഷൻസ് ഉണ്ടോ ചിന്തിച്ച് നോക്ക്. ഇനി ഓപ്ഷൻസ്, ഇനി അതർ ഓപ്ഷൻസ് ഉണ്ടടാ? ഉണ്ട്. ആലോചിക്കുക. എനിക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ കാർബൺ 2 ക്ലോറിൻ കൊടുക്കാം. അത് ഇങ്ങനെ കൊടുക്കാം മക്കളെ. ഇവിടെ ക്ലോറിനെ കൊടുക്കുക, ഇവിടെ ക്ലോറിൻ കൊടുക്കുക. അപ്പൊ എനിക്ക് 4 ഓപ്ഷൻസ് കിട്ടും. 4 ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അപ്രോച്ച് പോയാലേ ഉള്ളൂ. അപ്പൊ 4 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ ഒരു അപ്രോച്ച് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മതി. മനസ്സിലായോ? ഇനി നമുക്ക് പറയാനുള്ളത് റിയാക്ഷൻ മെക്കാനിസം ആണ്. ഇത്രയുമാണ് നമ്മൾ ഐസോമേഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എടുക്കാവുന്ന റിയാക്ഷൻ മെക്കാനിസം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഇരിക്കണം. റിയാക്ഷൻ മെക്കാനിസം ആണ് നമുക്ക് പറയാനുള്ളത്. ഓർഗാനിക് കെമിസ്ട്രി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് റിയാക്ഷൻ മെക്കാനിസം. ഒരു പോയിന്റ് പോലും വിട്ടുപോകാൻ പാടില്ല. ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. സോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം റിയാക്ഷൻ മെക്കാനിസം. ഓക്കെ മക്കളെ, ഇനി റിയാക്ഷൻ മെക്കാനിസം ആണ് പറയാൻ പോകുന്നത്. ഇത് കുറച്ച് ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകൾ അറിയണം. ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഇൻ റിയാക്ഷൻ മെക്കാനിസം ആണ് പറയാൻ പോകുന്നത്. ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബോണ്ട് ബ്രേക്കിംഗ് ആണ്. അതിൽ പ്രധാനമായും ടൈപ്സ് ഓഫ് ബോണ്ട് ബ്രേക്കിംഗ് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് തരാം. അതായത് മക്കൾ, ഞാനിപ്പോൾ ഒരു കാർബൺ C SiOH എന്തെങ്കിലും ഉണ്ടായിരിക്കും വിചാരിച്ചു. എനിക്ക് ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യണം. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ 2 തരത്തിലുള്ള ബോണ്ട്. ജസ്റ്റ് കൊവാലന്റ് ബോണ്ട് ബ്രേക്കിംഗ് ആണ്. കൊവാലന്റ് ബോണ്ട് ബ്രേക്കിംഗ് ഈസ് ആക്ച്വലി 2 types. One is homolytic breaking, homolytic cleavage എന്നും homolytic fission എന്ന് പറയും. ഫിഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ്. ഹൊമോലിറ്റിക്കും ഉണ്ട്, അതേപോലെ തന്നെ ഹെട്രോലിറ്റിക്കും ഉണ്ട്. ഇതിന്റെ കോൺസെപ്റ്റ് അത്രേ ഉള്ളൂ മക്കളെ. സിംപ്ലി പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് A and B ഒരു കൊവാലന്റ് ബോണ്ടാണ്. A and B ആണെന്ന് വിചാരിക്കും. ഇവർ ഒരു കൊവാലന്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് മക്കളെ? 2 ഇലക്ട്രോണുകൾ കൂടിച്ചാണ്. ഇത് ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? ഈ ഹൊമോലിറ്റിക് ഫിഷൻ ആണ് എങ്കിൽ മക്കളെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് ഇവിടെ നമ്മൾ ഹുക്കേഴ്സ് ഇങ്ങനെ പറയാറുണ്ട്. ഫിഷർ ഹുക്ക് ഫോമുല. ഫിഷർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മീനിന്റെ ഇതിലൂടെ ഫിഷർ ഹുക്ക് ഫോമുല. ഫിഷർ ഹുക്കിലൂടെ മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറല്ലേ ആ സാധനം. അതേപോലെ ഈ ബോണ്ട് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. അതായത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. അതായത് മക്കൾ സംഭവം സിമ്പിൾ ആണ്. അതായത് നമ്മുടെ ഹൊമോലിറ്റിക് ഫിഷൻ ആണ് നടക്കുന്നതെങ്കിൽ അതിനർത്ഥം ഈ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ഓരോരുത്തരുടെയും ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഹൊമോലിറ്റിക് ഫിഷൻ ആണെങ്കിൽ അവന്മാരെന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള ബോണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് എടുക്കും. അതായത് ഇതൊരു ബോണ്ടാന്ന് വിചാരിക്കും, ഇവിടെ A ഉണ്ട്, ഇവിടെ B ഉണ്ട്. ഹൊമോലിറ്റിക് ഫിഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നത്, ഈ ചെങ്ങായി ഉണ്ടാക്കിയിരിക്കുന്ന ചെങ്ങൈന്റെ ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്, ഈ ചെങ്ങൈന്റെ ഇലക്ട്രോൺ ഇവിടെ ഉള്ളത്. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവന്റെ ഇലക്ട്രോൺ ഇവനും എടുക്കും, ഇയാളുടെ ഇലക്ട്രോൺ ഇയാളും എടുക്കും. സ്വന്തം ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, അങ്ങ് എടുക്കുക ചെയ്യാം. അപ്പൊ സ്വാഭാവികം ഉണ്ടാവുക എയുടെ കൂടെ എന്റെ ഇലക്ട്രോൺ ഉണ്ടാവും, ബിയുടെ കൂടെ ബിയുടെ ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അങ്ങനെ കിട്ടുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്, ഇയാളെ വിളിക്കുന്ന പേരാണെന്ത്, ഫ്രീ റാഡിക്കൽ. എന്താ വിളിക്കുക? ഫ്രീ റാഡിക്കൽ. അപ്പം എക്സാമിന് ചോദിക്കും, എൻട്രൻസ് എക്സാമിന് ചോദിക്കും, ഹൊമോലിറ്റിക് ഫിഷൻ വഴി കിട്ടുന്ന ആളെ പേരെന്താ? ദാറ്റ് ഈസ് ഫ്രീ റാഡിക്കല. ആരാണ്? ഫ്രീ റാഡിക്കല. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ മക്കളെ, ഇയാൾ ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി ഒക്കെ പഠിക്കാനുണ്ട്. എനിവേ ഹൊമോലിറ്റിക് ഫിഷൻ വഴി കിട്ടുന്ന ഫ്രീ റാഡിക്കല. അതിങ്ങ് മനസ്സിലായല്ലോ? അതിങ്ങ് മനസ്സിലായി. ഇനി ഹൊമോലിറ്റിക് ഫിഷൻ എപ്പോഴും കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ എപ്പോഴൊക്കെ ഉണ്ടാവുക? അത് സാധാരണ HNU ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെറോക്സൈഡ് ഉണ്ടാകുമ്പോൾ, അല്ലേ? ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇതൊക്കെയാണ്.
അപ്പോൾ ലൈറ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ പെറോക്സൈഡ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുക ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഉണ്ടാവാറില്ല. എനിവേ അപ്പോൾ സിംപ്ലി മനസ്സിലാക്കണം ഹൊമോളിറ്റിക് ഫിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നു. എന്ത് ഫോം ചെയ്യുന്നു? ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നു. ഇനി അടുത്തൊരു ഫോമാണ് ഞാൻ പറഞ്ഞ പോലെ ഹെറ്ററോളിറ്റിക് ഫിഷൻ. ഹെറ്ററോളിറ്റിക് ഫിഷൻ എന്ന് പറയുമ്പോൾ ബോണ്ട് ബ്രേക്കിംഗ് ആണല്ലോ. അത് എങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക? ഈ കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പോകണം. എങ്ങനെ നോക്കിയ മക്കൾ എല്ലാവരും നോക്കിയേ ഇതാണ് എ ബി എന്ന് വിചാരിക്കും. എയുടെ അടുത്ത് എയും ബിയും ആണ് എന്ന് വിചാരിക്കും. ഇത് ബോണ്ടാണല്ലോ, ആണ്. ഇവിടെ ഇലക്ട്രോൺ ഉണ്ടാവില്ല, ഇലക്ട്രോൺസ് ഉണ്ട്. സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ബി മോർ ഇലക്ട്രോണേറ്റീവ് എന്ന് വിചാരിക്കും എനെക്കാട്ടിലും. ബി എന്താണ്? മോർ ഇലക്ട്രോണേറ്റീവ് ദാൻ എ. അങ്ങനെ ആകുമ്പോൾ എന്തേ മക്കളെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ 2 ഇലക്ട്രോൺ ആര് കൊണ്ടുപോകും? 2 ഇലക്ട്രോണും ബി അങ്ങ് കൊണ്ടുപോകും. എയുടെ ഇലക്ട്രോണും കൊണ്ടുപോകും, ബിയുടെ ഇലക്ട്രോണുമാർ കൊണ്ട് ബി കൊണ്ടുപോകും. സോ ബിക്കംസ് എന്താവും? എ പ്ലസ് ആവും മക്കളെ, അതുപോലെ ബി മൈനസ് ആവും. മക്കളെ മനസ്സിലായോ? പിന്നെ അത് കാർബൺ എന്ന് വിചാരിക്കും നിങ്ങൾ. കാർബൺ, ഇത് കാർബൺ ആണെന്ന് വിചാരിക്കും. കാർബൺ. അതേപോലെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? തൽക്കാലം ഒരു ഏതെങ്കിലും എലിമെന്റ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എക്സ് എന്ന് കൊടുക്കുന്നു. എക്സ് എന്തെങ്കിലും ആവട്ടെ. ഇത് ബോണ്ട് എക്സിന് മോർ ഇലക്ട്രോണേറ്റീവ് ദാൻ കാർബൺ. എക്സ് ആരോ OH ആവാം, ക്ലോറിൻ ആവാം, ആരെങ്കിലും ആവാം. അപ്പൊ എക്സ് ഇസ് മോർ ഇലക്ട്രോണേറ്റീവ് ദാൻ കാർബൺ. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികം എന്ത് ഫോം ചെയ്യും? സി പ്ലസ് ആൻഡ് എക്സ് മൈനസ് ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്ന സി പ്ലസ് വിളിക്കുന്ന പേരെന്താ? ദിസ് ഈസ് നോൺ ആസ് കാർബോ കാറ്റിയോൺ. ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി. ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇയാൾ വിളിക്കുന്ന പേരാണ് കാർബോ കാറ്റിയോൺ. അപ്പൊ സി പ്ലസ് എന്താ? ദിസ് നോൺ ആസ് കാർബോ കാറ്റിയോൺ. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ മക്കളെ? ഇത്രയുള്ള പോയിന്റ്. ഇവിടെ നമ്മൾ ഹെറ്ററോളിറ്റിക് ഫിക്ഷന് വിധേയമായി, ഹെറ്ററോളിറ്റിക് ക്ലീവേജിന് വിധേയമായി എന്താണ് ഉണ്ടാകുന്നത്? അപ്പൊ ചോദിക്കാം ഏത് ഇന്റർമീഡിയറ്റാ? അത് കാർബോഹൈഡ്രേറ്റ് ഇന്റർമീഡിയറ്റാ. നേരെ വെച്ച് ഹൊമോളിറ്റിക്കിലാണ് എന്താണ്? ദാറ്റ് ഈസ് ഫ്രീ റാഡിക്കലാ. എന്താണ് ഫ്രീ റാഡിക്കലാ? നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ കാർബൺ പോസിറ്റീവ് ചാർജ് അല്ലേ? ആണ്, പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് ചാർജിലേക്ക് ആരാ വരിക? ആരാകർഷിക്കും? യെസ്, ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്നവൻ, ഇലക്ട്രോൺ ലവിംഗ് സ്പീഷ്യസ് ആണ് വരിക, അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈൽ ആണ് വരിക. അതായത് ഇത് കാർബോ കാറ്റിയോൺ ആണ്. ഇതെന്താണ്? കാർബോ കാറ്റിയോൺ ആണ്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഇഷ്ടപ്പെടുന്നവനല്ലേ വരിക? പോസിറ്റീവ് ചാർജ് ഇഷ്ടപ്പെടുന്നവൻ, അതായത് ന്യൂക്ലിയോഫൈൽ വരും. എന്ത് വരും? ന്യൂക്ലിയോഫൈൽ വരും. അപ്പൊ ന്യൂക്ലിയോഫൈലൊക്കെ ഒന്ന് ഇവിടെ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജാ. അപ്പൊ നെഗറ്റീവ് ചാർജ് ഒന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കോൺസെപ്റ്റ്. അപ്പം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഫോം ചെയ്തിരിക്കുന്ന കാർബോ കാറ്റിയോണാ. കാർബോ കാറ്റിയോണിലെ കാര്യം വരിക. കാർബോ കാറ്റിയോൺ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജാ. പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ പോസിറ്റീവിലെ കാര്യം വരിക, നെഗറ്റീവ് ചാർജാ വരിക. നെഗറ്റീവ് ചാർജ് വരും. അതായത് ന്യൂക്ലിയസിന് ഇഷ്ടപ്പെടുന്നവൻ, ദാറ്റ് ഇസ് ന്യൂക്ലിയോഫൈൽ വരും. ന്യൂക്ലിയോഫൈൽ വരും എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിവേ അതേപോലെ നമ്മൾ കാർബൺ ആനോൺ എങ്ങനെ ഉണ്ടാവുക? കാർബൺ ഫോം ചെയ്യുന്നത് ഇങ്ങനെ മക്കളെ. ഇപ്പൊ നമ്മുടെ ഈ കാർബൺ ആറ്റമാണ്. കാർബൺ ആറ്റത്തിനേക്കാളും മോർ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ വൈ എന്ന് കൊടുത്തു ഞാൻ. ഇത് നമുക്ക് വേണമെങ്കിൽ മെറ്റൽസ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ആരെങ്കിലും ആവാം. അപ്പൊ സ്വാഭാവികം എങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്തതിനാൽ എന്ത് സംഭവിക്കും മക്കളെ? ഈ കാർബൺ ഈസ് മോർ ഇലക്ട്രോണേറ്റീവ് ദാൻ ദിസ് എലമെന്റ്. അപ്പൊ എന്ത് ചെയ്യും? കാർബൺ ഇലക്ട്രോൺ വലിച്ചെടുക്കും. ഇയാളുടെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇയാൾ വലിച്ചെടുക്കും. അപ്പൊ എന്ത് ചെയ്യും? കാർബൺ ബിക്കംസ് നെഗറ്റീവ് ആൻഡ് ദിസ് ബിക്കംസ് പോസിറ്റീവ്. സോ ദിസ് ഈസ് നോൺ ആസ് കാർബാനിയോൺ എന്ന് വിളിക്കും. കാർബാനിയോൺ. അപ്പൊ 2 ആൾക്കാരുണ്ട്, കാർബോ കാറ്റിയോൺ ഉണ്ട്, കാർബാനിയോൺ ഉണ്ട്. കാർബോ കാറ്റിയോൺ ഉണ്ട്, കാർബാനിയോൺ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കളെ നമ്മുടെ നീറ്റ് എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂല് എന്താണ് ചോദിക്കുക? ഈ കാർബോ കാറ്റിയോൺ, കാർബോ ആനിയോൺ, അതേപോലെ ഫ്രീ റാഡിക്കൽ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നീറ്റിന്റെ ലെവലിൽ എങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആയ കാര്യമാണ് മക്കളെ. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് സ്റ്റെബിലിറ്റി ആണ് ചോദിക്കുക. സ്റ്റെബിലിറ്റി ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന കാർബോ കാറ്റിയോൺ, കാർബാനിയോൺ, ഫ്രീ റാഡിക്കൽസ്, ഇതൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ടാക്കിൾ ഈ സംഭവം നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാം ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇതെല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. വെരി 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 ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചിരിക്കുക. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ചാർജ് കൂടിക്കഴിഞ്ഞാൽ, എവിടെയും ചാർജ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചാർജ് കൂടിയാൽ സ്വാഭാവികമായിട്ട് എന്ത് കൂടും? ചാർജ് കൂടുക എന്ന് പറയുമ്പോൾ അതിന്റെ എനർജി കൂടുക എന്നാണ്. അതിന്റെ എനർജി കൂടും. ചാർജ് കൂടുമ്പോഴത്തേക്കും പിന്നെ എനർജി കൂടും. എനർജി കൂടി കഴിഞ്ഞാൽ സംഭവിക്കുക, എനർജി കൂടിക്കഴിഞ്ഞാൽ എനർജി കൂടുമ്പോൾ എനിക്ക് ഭയങ്കര എനർജി, ഞാൻ ഇങ്ങനെ കളിക്കും അല്ലേ, ഭയങ്കര ഒരു പൊട്ടിത്തെറി അല്ലെ, അതിനർത്ഥം എന്റെ സ്റ്റെബിലിറ്റി കുറയുന്ന അർത്ഥം. അപ്പൊ ചാർജ് കൂടി എനർജി കൂടും, എനർജി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. എന്തോരും സ്റ്റെബിലിറ്റി കുറയും. ഓക്കെ, അപ്പൊ ഇത് കോൺസെപ്റ്റ്. അതായത് ചാർജ് കൂടുമ്പോൾ എനർജി കൂടും, സ്റ്റെബിലിറ്റി കുറയുന്ന കാര്യം നിങ്ങൾ എഴുതി വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എനർജി കൂടുന്ന എന്താ? അതിന്റെ റിയാക്ടിവിറ്റി കൂടുക എന്നർത്ഥം. റിയാക്ടിവിറ്റി കൂടും. ഇതും കൂടി അറിഞ്ഞിരിക്കുക. ചാർജ് കൂടുമ്പോൾ എനർജി കൂടും, അതിന്റെ സ്റ്റെബിലിറ്റി കുറയും. റെഡിയല്ലേ? ഇനി കാർബോ കാറ്റിയോണിനെ പറ്റി പറഞ്ഞാലോ? കാർബോ കാറ്റിയോൺ എന്ന് പറയുന്ന മക്കളെ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. കാർബോ കാറ്റിയോൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് ഫോർമേഷൻ, അതിന്റെ സ്റ്റെബിലിറ്റി കാര്യം പറയാം. ഫോർമേഷൻ എങ്ങനെയാ? ആദ്യം നമുക്ക് ഇത് പറയാം. ഫസ്റ്റ് നമുക്ക് ഫ്രീ റാഡിക്കൽ പറയാം. ഓർഡർ തന്നെ പോട്ടെ. ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ. ഫ്രീ റാഡിക്കൽ എങ്ങനെയാടാ? ഫ്രീ റാഡിക്കൽ എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സേ ഫ്രീ റാഡിക്കൽ പറ്റി പറയുന്നത് നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് ഫ്രീ റാഡിക്കലും അതേപോലെ കാർബോഹൈഡ്രേറ്റിനൊക്കെ ഒരേ ടൈപ്പാ, സെയിം ടൈപ്പ്. അതിന്റെ സ്റ്റെബിലിറ്റി കേട്ടോ, അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഫ്രീ റാഡിക്കൽ എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ ഫോർമേഷൻ, എങ്ങനെയൊക്കെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യാം? ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ എന്തൊക്കെയാ?
അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഹോമോളിസിസ് നടക്കുമ്പോഴാണ് ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. അത് എപ്പോഴാണ് ഹോമോളിസിസ് നടക്കുക? അത് ഒന്ന് കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഒന്ന് ഹൈ ടെമ്പറേച്ചർ ഉള്ള റിയാക്ഷൻസ് ആണ് ഫ്രീ റാഡിക്കൽ നടക്കാൻ സാധ്യത. അത് നമ്മൾ സൺലൈറ്റ് ആണ്, HNO ഒക്കെ ആണ്, സൺലൈറ്റ് HNO ആണ് കൊടുക്കുന്നതായിരിക്കും, HNO അല്ലെങ്കിൽ നമ്മൾ UV ഇതൊക്കെയാണ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഫ്രീ റാഡിക്കൽ പോസിബിലിറ്റി ഉണ്ട്. മൂന്നാമത്തെ കാര്യം പെറോക്സൈഡ് വരിക, പെറോക്സൈഡ് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്ത് കണ്ടീഷൻ? ഫ്രീ റാഡിക്കൽ മെക്കാനിസം നടക്കാനാണ് ചാൻസ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം, ഫ്രീ റാഡിക്കൽ. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രീ റാഡിക്കൽ എപ്പോഴൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ, സൺലൈറ്റ്, HNO കാരോ മാർക്കിന്റെ മുകളിൽ കാണുകയാണെങ്കിൽ അർത്ഥം എന്താണ്? അത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആവാൻ സാധ്യത. ഇനി ഇവിടെ എക്സാം പോയിന്റ് ഓഫ് നിങ്ങൾ എന്താ പഠിക്കുന്നത് വെച്ചാൽ അതിന്റെ സ്റ്റെബിലിറ്റി ഓഫ് എന്താണ്? ഫ്രീ റാഡിക്കലാണ്. സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീ റാഡിക്കൽ, സ്റ്റെബിലിറ്റി അതാണ് എക്സാമിന് ഓർഡർ ആയിട്ട് ചോദിക്കും. സ്റ്റെബിലിറ്റി അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന്, ബെൻസൈൽ ഫ്രീ റാഡിക്കൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ അലൈൽ ഫ്രീ റാഡിക്കൽ. ദാൻ ആരാണ്? ടെർഷറി, ദാൻ സെക്കൻഡറി, ദാൻ പ്രൈമറി. ഇതിന്റെ കഥ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റെബിലിറ്റി എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പറയും. ഇപ്പൊ നിങ്ങൾ പഠിച്ചാൽ മതി. ബെൻസൈൻ ആണ് ആരെക്കാട്ടിലും ഈ പറഞ്ഞിരിക്കുന്ന അലൈലിനെക്കാട്ടിലും, പിന്നെ ടെർഷറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ ഏറ്റവും കുറവാണ് വിനൈൽ. എന്താ ഈ ബെൻസൈൽ എന്ന് പറഞ്ഞാൽ? ബെൻസൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബെൻസീറിങ്, അതിൽ CH2 ഗ്രൂപ്പ്, അതിന്റെ മോൾ ആര് വരികയാണ്? എന്താണ് ഈ പറയുന്ന ഫ്രീ റാഡിക്കൽ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബെൻസൈൽ ഫ്രീ റാഡിക്കൽ. ഇനി എന്താ അലൈൽ എന്ന് പറഞ്ഞാൽ? അലൈൽ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് കാർബണത്തിന്റെ തൊട്ടടുത്തുള്ള കാർബണത്തിന് എന്തുണ്ടാവുക? അവിടെ ഫ്രീ റാഡിക്കൽ വരികയാണെങ്കിൽ അലൈൽ എന്ന് പറയും. ഇനി എന്താ ടെർഷറി എന്ന് പറഞ്ഞാൽ 3 കാർബണാറ്റം ഉണ്ടാകും, 4 കാർബണാറ്റം ഉണ്ടാകും. അതിൽ സെൻട്രൽ കാർബണാറ്റം ടെർഷറി ആയിരിക്കും. അതിന്റെ മുകളിൽ ആരുണ്ടാവും? അതിന്റെ മുകളിലാണ് ഫ്രീ റാഡിക്കൽ എങ്കിൽ ടെർഷറി. ഇത് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അത് 2 ആളായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക, 2 ആളായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും, 2 ആൾക്കാരുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ആൻഡ് ഇവിടെ എന്തുണ്ടാവും മക്കളെ? ഇയാൾക്കാണ് എന്തുള്ളത്? ഇയാൾക്കാണ് ഈ പറഞ്ഞ പോലെ ഈ റാഡിക്കൽ അല്ലെങ്കിൽ അതിനാണ് സെക്കൻഡറി. ഇനി ആരുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി. ആൻഡ് വിനൈൽ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് കാർബണത്തിന് മുകളിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ റാഡിക്കൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എന്താ? വിനൈൽ എന്ന് പറയും. ഇതാണ് ഓർഡർ എന്ന് പറയും. ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ദിസ് ഇസ് ദ ഓർഡർ ഓഫ് ഫ്രീ റാഡിക്കൽ. ഇനി ഇതേ ഓർഡർ തന്നെയാണ് എന്തുണ്ടാവുക? ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്തിനുണ്ടാവുക? നമ്മുടെ കാർബോകാറ്റോൺ ഉണ്ടാവുക. കാർബോ ടെർഷറി, സെക്കൻഡറി, പ്രൈമറി ഓർഡർ തന്നെയാണ് കാർബോകാറ്റോൺ ഉണ്ടാവുക. കാർബാനോൺ നേരെ തിരിയും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ റീസണൊക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്? അടുത്ത് പറയാൻ പോകുന്നത് കാർബോകാറ്റോൺ ആണ്. കാർബോകാറ്റോൺ എങ്ങനെ കാർബോകാറ്റോൺ ഉണ്ടാവുക? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. കാർബോകാറ്റോൺ ഉണ്ടാവുന്നത് ഹെട്രോളിസിസ് ക്ലീവേജ് വഴിയാണ്, അല്ലെങ്കിൽ ഹെട്രോളിസിസ് വഴിയാണ്. സോ അതിന്റെ അത് എവിടെയൊക്കെ കാണും? ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാർബോകാറ്റോൺ കാണുന്ന റിയാക്ഷൻസ് എവിടെയൊക്കെ? റിയാക്ഷൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാർബോഷൻ എവിടെയൊക്കെ കാണും? അപ്പോൾ ഒന്നാമത് ഞാൻ പറയുന്നത് SN1 റിയാക്ഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ SN1 എന്താ കാണുക? കാർബോകാറ്റോൺ ആണ്, ഇന്റർമീഡിയറ്റ്. കാർബോകാറ്റോൺ ഈസ് ഇന്റർമീഡിയറ്റ്. രണ്ടാമത് മക്കളെ എലിമിനേഷൻ റിയാക്ഷൻ E1 മെക്കാനിസത്തിൽ എന്താണ്? കാർബോകാറ്റോൺ ഈസ് ഇന്റർമീഡിയറ്റ്. അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. മൂന്നാമത് ആസിഡ് പ്രൊസസ്സിലൂടെ വെള്ളം ഒഴിക്കുന്ന പരിപാടി, ആസിഡ് ഹൈഡ്രോളിസിസ്. അത് വാട്ടറിന് സൾഫ്യൂരിക് ആസിഡ് H+ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ വാട്ടറിന് HCl. അപ്പം ഈ പറയുന്ന ആസിഡ് ഉള്ള ഹൈഡ്രേഷനിൽ എന്താണ് ആരുണ്ടാവാറുണ്ട്? കാർബോകാറ്റോൺ ആണെങ്കിൽ മിക്കവാറും ഇന്റർമീഡിയറ്റ് കാണാറുള്ളത്. അപ്പോൾ അതും കൂടി ഓർത്തിരിക്കുക. ഒന്നുകൂടി പറയാം നിങ്ങൾക്ക്. ബെൻസീനിലേക്ക് നമ്മൾ എന്താണ്? ബെൻസീനിലേക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താനായിരിക്കും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് ബെൻസീനിലേക്ക് ആര് വരികയാണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുവാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് ആരാണ്? കാർബോകാറ്റോൺ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. റെഡി? ഇനി ഇതിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബെൻസൈൽ ഈസ് മോർ സ്റ്റേബിൾ. പിന്നെ ആരാണ്? പിന്നെ അലൈലാണ്. പിന്നെ ആരാണ് മക്കളെ? പിന്നെ ടെർഷറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ ആരാണ്? ഏറ്റവും കുറവാണ് ആര്? വിനൈൽ കുറവാണ്. ഓക്കെ, ഇത്രയുമാണ് പഠിക്കുന്നത്. ഇനി എന്താണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ? എന്താ? sc3+ അല്ലേ? മിഥൈലാണ്. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? ഇവിടെ sp2 ആണ്. sp2 is hybridization. sp2 ആണ് ഹൈബ്രിഡൈസേഷൻ വരിക. sp2 ആണ് ഹൈബ്രിഡൈസേഷൻ. റെഡി അല്ലേ? ഇനി കാർബാനോൺ ആണെങ്കിലോ? കാർബാനിയോൺ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാർബാനോൺ എങ്ങനെ ഉണ്ടാവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതും ഈ പറഞ്ഞിരിക്കുന്ന ഹെട്രോളിസിസ് ക്ലീവേജ് വഴിയാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിന്റെ മുകളാണ് ഈ പറയുന്ന കാർബൺ ഇസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആകുമ്പോൾ അവിടെ കാർബാനോൺ ഫോം ചെയ്യും. അത്രേ ഉള്ളൂ. ഇത് എവിടെയൊക്കെ കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ കാണും ഈ സാധനങ്ങൾ? എവിടെയൊക്കെ കാണും? അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒന്ന് ആൾഡോൾ കണ്ടൻസേഷനിൽ. എവിടെയാണ്? ആൾഡോൾ കണ്ടൻസേഷൻ കാണും. ഓൾറെഡി ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡ് പഠിച്ച കുട്ടികളാണെങ്കിൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് ആൾഡോൾ കണ്ടൻസേഷൻ പറയുന്നത് ആൽഫാർജൻ ഉള്ള ആൾക്കാർക്ക് ആൾഡോൾ ഉണ്ടാകും, ഇല്ലാത്തൊരു കനിസാരം ഉണ്ടെന്നൊക്കെ പഠിപ്പിച്ചതാണ്. എനിവേ ആൾഡോൾ കണ്ടൻസേഷനിലെ ഇന്റർമീഡിയറ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? അത് കാർബാനിയോൺ ആണ്. അപ്പൊ ഇത് കൃത്യമായി പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ത്? ആൾഡോൾ കണ്ടൻസേഷൻ ഇന്റർമീഡിയറ്റ് ആരാണ്? കാർബാനിയോൺ ആണ്. അതേപോലെ തന്നെ മക്കളെ ആൽക്കൈൻ എന്താണ്? ആൽക്കൈനിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കുകയാണ്. ആൽക്കൈനിലെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിലെ ഇന്റർമീഡിയറ്റ് ആരാണ്? അതും ആരാണെന്ന് വെച്ചാൽ അത് പറഞ്ഞ കാർബാൻ. കാണാതെ പഠിച്ചു വെക്കുക കാർബാനോൺ. അതേപോലെ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ ആ ഡീകാർബോക്സിലേഷൻ റിയാക്ഷനിൽ ആരാണ് ഇന്റർമീഡിയറ്റ്? ദാറ്റ്സ് ഓൾസോ കാർബാനിയോൺ. ആരാണ്? ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡീകാർബോക്സിലേഷൻ ആരാണ്?
ദാറ്റ്സ് ഓൾസോ ഈ പറഞ്ഞിരിക്കുന്ന കാർബാനോൺ ആണ്. അപ്പം പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 റിയാക്ഷൻസ്: ആൾഡൽ കണ്ടൻസേഷൻ കാർബാനോൺ, ആൽക്കൈൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ കാർബാനോൺ, ഡീകാർബോക്സിലേഷൻ എന്താണ് കാർബാനോൺ ആണ് ഇന്റർമീഡിയറ്റ്. ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അഗെയിൻ ഇതിന്റെ സ്റ്റെബിലിറ്റി ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ ഒരു കാര്യം കൂടെ, കാർബാനോൺ ഒരു മിഥൈൽ സാധനം. അപ്പം മിഥൈൽ കാർബാനോണിന്റെ ഹൈബ്രിഡേഷൻ എന്താ? sp3 ആട്ടോ, sp3 ആണ്. പിന്നെ അഗെയിൻ ഇതിന്റെ സ്റ്റെബിലിറ്റി പറയുകയാണ്. സ്റ്റെബിലിറ്റി നമ്മൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത് ട്രൈഫിനൈലാണ്. ട്രൈഫിനൈൽ ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ട്രൈഫിനൈൽ അതിലെ കാർബാനോൺ ആണ് മോർ സ്റ്റേബിൾ. ദെൻ ആരാണ്? ട്രൈഫിനൈൽ കാർബാനോൺ മോർ സ്റ്റേബിൾ. പിന്നെ ആരാണ്? ബെൻസൈൽ കാർബാനോൺ. ബെൻസൈലാണ്. പിന്നെ ആരാണ്? പിന്നെ കാണിക്കുന്നത് അലൈലാണ്. അലൈൽ കാർബാനോൺ ആണ്. പിന്നെ ഉള്ളത് ആർക്കാണ്? ട്രിപ്പിൾ ബോണ്ട്, അത് ആൽക്കീൻ ആയിട്ടുള്ള കാർബാനോൺ. ആൽക്കീനുള്ള കാർബാനോൺ ആണ്. പിന്നെ നമ്മുടെ ഡബിൾ ബോണ്ടിലായിട്ടുള്ള കാർബാനോൺ, അതായത് നമ്മുടെ ആൽക്കൈൻ ഉള്ള ആളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിങ്ങനെ ആൽക്കീൻ ആണ്. ആൽക്കീൻ, അതായത് ഇത് sp3 ആണ്. സോറി, അത് വേണ്ട, ആൽക്കീൻ എന്ന് പറയാം. ആൽക്കീൻ എനിവേ ഇത് ആൽക്കീൻ ആണ്. അഗൈൻ ആൽക്കീൻ കഴിഞ്ഞാൽ പിന്നെ ആൽക്കീനുള്ള നമ്മുടെ കാർബാനെ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ആൽക്കൈൻ ആയുള്ള കാർബാനോൺ. അത് കഴിഞ്ഞാൽ പിന്നെ ആൽക്കീൻ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് പ്രൈമറി ആണ്. ആൽക്കീൻ ആരാണ്? പ്രൈമറി. പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി. അപ്പൊ നിങ്ങൾ ഇതൊക്കെ സെയിമാ. അതായത് മക്കൾ നോക്കിയേ, എല്ലാവരും നോക്കിയേ, ഇതൊക്കെ സെയിം ആണ്. ലൈക്ക് എന്താണ്? പിന്നെ ബെൻസൈൽ അലയിലൊക്കെ ആണ് എന്ത്? ലൈക്ക് കാർബോകാറ്റോണെ പോലെ തന്നെ അത് കൂടുതലാണ്. പക്ഷേ ഇവിടെ മാറി, ഇവിടെ തിരിഞ്ഞു. പ്രൈമറി സെക്കൻഡറി ടെർഷറി നേരെ തിരിഞ്ഞു, ഉൾട്ടയായി. നേരത്തെ കിട്ടും നമ്മൾ കാർബോകാറ്റോണും അതേപോലെ ഫ്രീ റാഡിക്കലും കൂടി ടെർഷറി സെക്കൻഡറി പ്രൈമറി ആണെന്നുള്ളത്. ഇത് പ്രൈമറി സെക്കൻഡറി ടെർഷറി. അത് എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് നമ്മളത് പറയും. ഓക്കെ അല്ലേ? ഈ ഓർഡർ നിങ്ങൾ കൃത്യമായി പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓർഡർ. അതേപോലെ മക്കളെ മറ്റൊരു സാധനമാണ് കാർബീൻ. അതൊരു ഇതേപോലെയുള്ളൊരു ആളാണ് കാർബീൻ. പക്ഷെ കാർബീനെ പറ്റി നിങ്ങൾക്ക് അധികം ചോദ്യങ്ങളൊന്നും വരാറില്ല. അപ്പം ഈ കാർബീൻ എന്ന് പറയുമ്പോൾ CH2 2 നെഗറ്റീവ് ചാർജ് ആണ് കാർബീൻ. ഇത് നിങ്ങൾക്ക് 2 ഹൈഡ്രജൻ മാറ്റി CCl2 ഇങ്ങനെ സാധനം കാണാറുണ്ട്. ഡൈക്ലോറോ കാർബീൻ റൈമർ ടൈമർ റിയാക്ഷനിൽ കാണാറുണ്ട്. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് പറയാനുള്ള അറ്റാക്കിംഗ് റിയേജൻസ് ആണ്. മക്കളെ, അപ്പോൾ നിങ്ങൾ NCERT-യിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, NCERT എവിടെ? NCERT യെസ്, ദാറ്റ്സ് NCERT. അപ്പോൾ NCERT നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഭാഗം. ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് അത് നമ്മൾ പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രധാനപ്പെട്ട റിയാക്ഷൻ നടക്കാന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിക് മോളിക്കൂൾ നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കും. അതൊരു അറ്റാക്കിംഗ് റിയേജന്റുമായിട്ട് കൂടിച്ചേരും. അറ്റാക്കിംഗ് റിയേജന്റുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാകും. അത് പിന്നെ പ്രൊഡക്റ്റായി മാറാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം, നമ്മളിപ്പം പറഞ്ഞ ഓർഗാനിക് മോളിക്കൂൾ എന്ന് പറയുന്നത് ആരെങ്കിലും ആവട്ടെ, ഒരു ഓർഗാനിക് മോളിക്കൂൾ ആവാം. അത് അറ്റാക്കിംഗ് റിയേജന്റ് എന്ന് പറയാൻ പോകുന്നത്. അറ്റാക്കിംഗ് റിയേജന്റാണ് ആരൊക്കെ? ഈ ന്യൂക്ലിയോഫൈലുകളും അതേപോലെ ഇലക്ട്രോഫൈൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അങ്ങനെ ഇന്റർമീഡിയറ്റ് ഉണ്ടാകും. ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർമീഡിയറ്റ് ഞാൻ പറഞ്ഞ പോലെ എന്താണ്? ഈ പറഞ്ഞ കാർബോകാറ്റോൺ കാർബാനോൺ ഇന്റർമീഡിയറ്റ്സ് ഉണ്ടാകും. പിന്നെ അത് ബൈ പ്രൊഡക്റ്റുമായി മാറാം. ഇതാണ് ബേസിക്കലി സംഭവം. അങ്ങനെ ഈ ബോണ്ട് പൊട്ടിക്കണമെങ്കിൽ ബോണ്ട് ക്ലീവേജ് നടക്കൂലേ? ബോണ്ട് ക്ലീവേജ് നടക്കും. അങ്ങനെ ബോണ്ട് ക്ലീവേജ് നടന്നു കഴിഞ്ഞാൽ ഫിഷൻ ഓഫ് എ കൊവാലന്റ് ബോണ്ട് എന്നാണ് പറയുക. ഫിഷൻ ഓഫ് എ കൊവാലന്റ് ബോണ്ട് എന്ന് പറയും. ഫിഷൻ ഓഫ് എ കൊവാലന്റ് ബോണ്ട്. ഒരു ബോണ്ട് പോയിക്കും 2 തരത്തിലാണ്. ഹെറ്ററോട്ടിക് ക്ലീവേജും അത് ഹോമോളിറ്റിക് ക്ലീവേജും. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഹെറ്ററോട്ടിക് ക്ലീവേജുകളാണെങ്കിൽ കാറ്റോണും ആനോണും, അതായത് കാറ്റോണും ആനോണും ഉണ്ടാകും. അത് കാർബൺ ആണെങ്കിൽ കാർബോകാറ്റോൺ എന്ന് പറയും. അത് കാർബണിൽ തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നത് കാർബാനോൺ എന്ന് പറയും. എന്ന കാര്യം ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റെബിലിറ്റിയോടെ നമ്മൾ പറഞ്ഞു. ടെർഷറിക്ക് ഏറ്റവും കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ മിഥൈൽ കാർബോകാറ്റോൺ ആണ് സ്റ്റെബിലിറ്റി. അതുപോലെ അതിന്റെ ഇതെന്താണ്? ഹൈബ്രിഡേഷൻ sp2 ഹൈബ്രിഡേഷൻ ആണ് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ പറയുന്ന കാര്യം വെച്ചാൽ ഷേപ്പ് ഓഫ് മിഥൈൽ കാർബോകാറ്റോൺ. ഷേപ്പ് ഓഫ് മിഥൈൽ, ഇത് കാർബാനോൺ ആണ്. ഒരു മിനിറ്റ് ഒന്ന് മുകളിലേക്ക് എടുത്തിട്ടെ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത് നോക്കാം. ദെൻ അഗെയിൻ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഹോമോളിസിസ്. അതേപോലെ നമ്മൾ ഹോമോളിറ്റിക് ക്ലീവേജിലാണ് ഞാൻ പറഞ്ഞത്. ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ ടെർട്ടി ബ്യൂട്ടിൽ ഫ്രീ റാഡിക്കൽ, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി, പിന്നെ എന്താണ് സെക്കൻഡറി, പ്രൈമറി ഒക്കെയാണ് ഇതിന്റെ ഓർഡർ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അഗെയിൻ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ച എല്ലാവരും, സബ്സ്ട്രേറ്റും റിയാജനും കൂടി പ്രൊഡക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റാക്ക് റിയേജൻ ആണ് പറയാൻ പോകുന്നത്. ന്യൂക്ലിയോഫൈൽസും ഇലക്ട്രോഫൈൽസും ആണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്, അറ്റാക്ക് റിയേജൻസ്. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ അങ്ങ് നോക്കിയാൽ മതി, ബാക്കി ഞാൻ അങ്ങ് പറഞ്ഞുതരാം. ഇതുവരെ എല്ലാവരും ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ? എല്ലാവരും നോക്കിയതാ എല്ലാ കോൺസെപ്റ്റും കൃത്യമായിട്ട് പറഞ്ഞു, സിമ്പിൾ ടേംസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്താൽ മതി, വേറൊരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ ആരാണ് അറ്റാക്കിംഗ് റിയേജൻസ് ആണ്. അറ്റാക്കിംഗ് റിയേജൻസ്. സോ അറ്റാക്കിംഗ് റിയേജൻസ് നോക്കിക്കുക എല്ലാവരും. അറ്റാക്കിംഗ് റിയേജൻസ് എന്ന് പറയുമ്പോൾ അറ്റാക്കിംഗ് റിയേജൻസ്, ഓക്കെ. സോ ഫസ്റ്റ് വൺ ഇസ് ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽ ആണ് ആദ്യം പറയുക, ഇലക്ട്രോഫൈൽ. അപ്പോൾ ഇലക്ട്രോഫൈൽസിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം മക്കളെ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇലക്ട്രോഫൈൽസിനെ പറ്റി അറിയാം? ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. ഇലക്ട്രോഫൈൽസ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് അത് ഇലക്ട്രോൺ പേരിൽ തന്നെ ഉണ്ട്. ഫൈൽസ് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന, ലവിങ് എന്ന, ആരെ ഇഷ്ടപ്പെടുന്നു? ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്നു. സോ ദേ ആർ ഇലക്ട്രോൺ ലവിങ് ആണ്. ദേ ആർ എന്താണ്? ഇലക്ട്രോൺ ലവിങ് ആണ്. ഇനി ഇവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ആരൊക്കെയായിരിക്കും ഇലക്ട്രോഫൈലിലേക്ക് വരുന്നുണ്ടായിരിക്കുക? ഇലക്ട്രോൺ ലവിങ് എന്ന് പറയുമ്പോൾ പ്രത്യേകത അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇലക്ട്രോൺ ലവിങ് എന്ന് വെച്ചാൽ അതിനർത്ഥം ഇവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഇലക്ട്രോഫൈലിന്റെ ചാർജ് എന്തായിരിക്കും മക്കളെ? ദേ മേ ബി ഈ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഇലക്ട്രോഫൈലിന്റെ പ്രത്യേകത അവർ പോസിറ്റീവ് ചാർജ് ഉള്ളവരായിരിക്കാം ഒന്ന്. അല്ലെങ്കിൽ മക്കളെ എപ്പോഴും പോസിറ്റീവാണ് നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. ഇലക്ട്രോണുകൾ ഇഷ്ടപ്പെടുന്നവനല്ലേ? അപ്പോൾ ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്ന ഒന്ന് പോസിറ്റീവ് ചാർജ് അല്ലേ? ആണ്. മാത്രം പോസിറ്റീവ് ചാർജ് മാത്രമാണ് ഇലക്ട്രോൺ ഇഷ്ടപ്പെടുക അല്ല. ഇലക്ട്രോൺ കുറഞ്ഞവനാണ് എന്താണ്? ഇലക്ട്രോൺ കിട്ടാൻ ആഗ്രഹമാണ്. ഇപ്പോൾ ഇലക്ട്രോൺ കുറഞ്ഞ ഒരാളാണെങ്കിൽ അവൻ ഇലക്ട്രോൺ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവനും എന്താണ്? ഇലക്ട്രോഫൈലാണ്. സോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആൾക്കാരും എന്താണ്? ഇലക്ട്രോഫൈലാണ്. രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മെറ്റൽസ്. മെറ്റൽസ് എന്ന് പറയുന്നത് എന്താ? മെറ്റൽസ് ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ. മെറ്റൽസ് എന്താണ്? ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ മെറ്റൽസും അതേപോലെ ഇലക്ട്രോഫൈൽസും, ഇലക്ട്രോൺ ഡെഫിഷ്യന്റും അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജും അതേപോലെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആൾക്കാരൊക്കെ എന്താണ്? ദേ ആർ ഇലക്ട്രോഫൈൽസ്. ഇത് മനസ്സിലാക്കേണ്ടത് എക്സാമിന് ചോദിക്കുന്നത് കാര്യങ്ങൾ. ഇത് ആരൊക്കെ ഇലക്ട്രോഫൈൽ ചോദിച്ചാൽ നിങ്ങൾ അറിയണം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർ ആരൊക്കെയാ? H+, അതുപോലെ H3O+, അതേപോലെ നമ്മളെ CH2OH ഇവിടെ ഇതൊക്കെ എന്താ? ഇതൊക്കെ ദേ ആർ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഫൈലുകളാണ്. ഇനി ആരൊക്കെയാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആൾക്കാരെ ചോദിച്ചാൽ പറയണം ദേ ആർ ലൂയിസ് ആസിഡ്. ലൂയിസ് ആസിഡ് എന്താ? ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. അതായത് ഇപ്പം അലൂമിനിയം ക്ലോറൈഡ്, ഇവിടെ 6 ഇലക്ട്രോൺസേ ഉള്ളൂ അലൂമിനിയത്തിന്. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോണെ ഇഷ്ടമാണ്, ഇലക്ട്രോണെ സ്വീകരിക്കും, വലിക്കാൻ ആഗ്രഹമാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ലൂയിസ് ആസിഡുകൾ അതേപോലെ BF3 ഇതൊക്കെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആൾക്കാരാണ്. അപ്പോൾ ദേ ആർ ഇലക്ട്രോഫൈലുകളാണ്, ഇലക്ട്രോണെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇനി അതേപോലെ മെറ്റൽസുകൾ ഞാൻ പറഞ്ഞ അയേൺ അതേപോലെ അലൂമിനിയം ഇവരൊക്കെ എന്താ? ഇലക്ട്രോഫൈലുകളാണ്. അപ്പോൾ ഇലക്ട്രോഫൈലുകൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. അവർക്ക് പോസിറ്റീവ് ചാർജ് ആവാം, അല്ലെങ്കിൽ എന്താവാം? അല്ലെങ്കിൽ അവർക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മെറ്റൽസ് ആയിരിക്കാം എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇത്രയുമാണ് നമുക്ക് ഇലക്ട്രോഫൈൽസുമായിട്ട് പറയാനുള്ളത്. ഞാൻ പറയുന്നത് ന്യൂക്ലിയോഫൈൽസ് ആണ് മക്കളെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയോ, ഇത്രയും മതി, ജസ്റ്റ് മനസ്സിലാക്കി വന്നാൽ മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം ഇലക്ട്രോഫൈൽസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ന്യൂക്ലിയോഫൈൽസ് ആണ്. പ്രോബ്ലംസ് റിയാക്ഷൻസ് അറിയാൻ പറഞ്ഞത്. റിയാക്ഷൻസ് കാണുമ്പോൾ ഇലക്ട്രോഫൈൽ ആണോ ന്യൂക്ലിയോഫൈൽ ആണോ, എവിടെ അറ്റാക്ക് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവും. സിമ്പിൾ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഇത്ര കാര്യം പോയിന്റ്സ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണ് ന്യൂക്ലിയോഫൈൽ എന്നുള്ളത്? ന്യൂക്ലിയോഫൈൽ. അപ്പം ബേസിക്കലി ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ദേ ആർ ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ്. അതായത് ന്യൂക്ലിയസിനെ അറിയുന്ന പോസിറ്റീവ് ചാർജിനെ പോസിറ്റീവ് ലവിങ് ആണ്. എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്നവനാണ് ആര്? ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. ഇനി അവന്റെ പ്രത്യേകത എന്തായിരിക്കും? അപ്പം പോസിറ്റീവ് ചാർജിന് ആരാണ് ഇഷ്ടപ്പെടുക? നെഗറ്റീവ് ചാർജ് ആയിരിക്കില്ലേ പോസിറ്റീവ് ചാർജ് ഇഷ്ടപ്പെടുക? യെസ്, നെഗറ്റീവ് ചാർജുകളായിരിക്കും. അപ്പോൾ അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അവൻ ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. എന്തായിരിക്കാം? നെഗറ്റീവ് ചാർജ് ആവാം. അവൻ നെഗറ്റീവ് ചാർജ് ആവാം. അല്ലെങ്കിലോ നെഗറ്റീവ് ചാർജ് നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. അവൻ ലോൺ പെയർ ഇലക്ട്രോണെ ലൂയിസ് ബേസ് ലോൺ പെയർ ഇലക്ട്രോണെ കൊടുക്കാൻ കഴിവുള്ള ആളായാലും മതി. ലോൺ പെയർ ഇലക്ട്രോണെ കൊടുക്കുന്ന അവൻ ലൂയിസ് ബേസാ. സോ അവൻ ലൂയിസ് ബേസ് ആയാലും മതി. സോ ഇലക്ട്രോഫൈൽ ലൂയിസ് ആസിഡ് ആയിരുന്നു, അതുപോലെ പോസിറ്റീവ് ചാർജ് ഉള്ളവൻ ആയിരുന്നു. അതേപോലെ ഞാൻ പറഞ്ഞു മെറ്റൽസും ആയിരുന്നു. ഇനി എന്താണ് ന്യൂക്ലിയോഫൈലാണ് സാധ്യതകൾ? അവൻ ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോൺ പെയർ ഇലക്ട്രോൺ കൊടുക്കുന്നതിനായിരിക്കും, വിച്ച് മീൻസ് ലൂയിസ് ബേസ് ആയിരിക്കാം. അപ്പോൾ എക്സാമിന് ചോദിക്കും ഏതൊക്കെയാണ്. അപ്പോൾ ന്യൂട്രൽ മോളിക്യൂൾസ് ആൾസോ എന്താണ് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? കാരണം ഈ പറയുന്ന ലൂയിസ് ബേസ്, ഇപ്പൊ അമോണിയ, വാട്ടർ മോളിക്യൂൾസ് ഇതൊക്കെ എന്താ? ദേ ആർ ന്യൂട്രൽ. മനസ്സിലാവുന്നുണ്ടോ? അതായത് അവരെന്തായാലും ചാർജുള്ള ആൾക്കാരല്ല, അവരും എന്താണ് നമുക്ക് ന്യൂക്ലിയോഫൈൽ എന്താ? ലോൺ പെയർ ഇലക്ട്രോൺ കൊടുക്കാൻ കഴിവുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചു. അപ്പോൾ നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ആരൊക്കെ എക്സാമ്പിൾ കൊടുക്കാം? നമുക്ക് OH-, അതേപോലെ തന്നെ നമുക്ക് പറയാം OR-, അതേപോലെ നമുക്ക് പറയാം COO-. ഇതൊക്കെ എന്താ? ദേ ആർ നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫൈലുകളാണ്. അതേപോലെ മക്കളെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, ലൂയിസ് ബേസുകൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അമോണിയത്തുണ്ട് ലോൺ പെയർ ഇലക്ട്രോൺ, മണ്ടയിൽ നിന്ന് ഇലക്ട്രോൺ പെയറുകളുണ്ട്. വാട്ടർ മോളിക്യൂൾ, ഇതൊക്കെ എന്താ മക്കളെ? ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ള ആൾക്കാർ, അതായത് ലൂയിസ് ബേസുകളാണ്. സോ ദേ ആർ ന്യൂക്ലിയോഫൈലുകളാണ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ദേ ആർ പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്നവനാണ്, പോസിറ്റീവ് ലവിങ് ആണ്. ദേ കണ്ടെയ്ൻ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ലൂയിസ് ബേസുകളായിരിക്കാം എന്ന കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അറ്റാക്കിംഗ് റിയേജന്റ് എന്ന് പറയാനൊക്കെയാണ് ഇലക്ട്രോഫൈലുകളുണ്ട്, ന്യൂക്ലിയോഫൈലുകളുണ്ട്. ഇനി മക്കൾ ഇതിൽ രണ്ടിലും പെടാത്ത അല്ലെങ്കിൽ രണ്ടിലും ഒരു വെറൈറ്റി ആളുണ്ട്, ദേ ആർ ആംബിഫൈൽസ്. അതുകൂടി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ആംബിഫൈൽസ് എന്താണ്? ആംബിഫൈൽസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ക്യാൻ ആക്ട് ആസ് ബോത്ത് ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ. അതിനൊരു എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. ആംബിഫൈൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആംബിഫൈൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ CH2 C ട്രിപ്പിൾ ബോണ്ട്
CN ഇങ്ങനെ വരയ്ക്കും. വിചാരിച്ചോ ഇങ്ങനെ വരയ്ക്കും. ഇപ്പോൾ CN എന്ന് പറയുമ്പോൾ എന്താണ്? CN എന്ന് പറയുമ്പോൾ ഇവിടെ ഈ CN എന്ന് പറയുമ്പോൾ ഇവിടെ നൈട്രജന്റെ മുകളിൽ ലോൺ പെലട്രോൺ ഉണ്ട്. ആ ലോൺ പെലട്രോൺ എന്ത് ചെയ്യും? ലോൺ പെലട്രോൺ ആളാകുമ്പോൾ സ്വാഭാവികം എന്താണ്? ദേ ആർ ന്യൂക്ലിയോഫൈൽ. അവരെന്താണ്? ന്യൂക്ലിയോഫൈല. ഈ കാർബൺ എന്താ? കാർബൺ ഒരു ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും. എന്തെങ്കിലും ആക്ട് ചെയ്യും? ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആംബിഫൈൽ, ഈ സയനൈഡ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ CN ഉള്ള ആൾക്കാർ ക്യാൻ ആക്ട് ആസ് ബോത്ത് ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ. സോ ദേ ആർ നോൺ ആസ് ആംബിഫൈൽ. രണ്ടിന്റെയും സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് ദേ ആർ നോൺ ആസ് ആംബിഫൈൽസ്. അപ്പോൾ ആംബിഫൈൽസ് എന്ന് വിളിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. അതായത് മക്കളെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഇതിനായിരിക്കും. ഈ കോൺസെപ്റ്റിനാണ് സിമ്പിൾ കോൺസെപ്റ്റുകളാണ്. എഫക്റ്റുകൾ. അപ്പൊ എഫക്റ്റുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. എഫക്റ്റുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. എന്തെല്ലാം എഫക്റ്റുകളാണ് നമ്മുടെ ഈ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ളത്? എന്തെല്ലാം എഫക്റ്റുകൾ? ഒന്നാമത്തെ എഫക്റ്റാണ് ഇൻഡക്റ്റീവ് എഫക്റ്റുകൾ. എന്തെഫക്റ്റ്? ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയും. ഇൻഡക്റ്റീവ് എഫക്റ്റ്. രണ്ടാമത്താണെന്ന് മക്കളെ എന്ത്? ഇലക്ട്രോമെറിക് എഫക്റ്റ്. എന്താണ്? ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയും. ഇലക്ട്രോമെറിക് എഫക്റ്റ്. മൂന്നാമത്താണ് എന്ത് മക്കളെ? റെസൊണൻസ്. എന്താണ്? റെസൊണൻസ്. നാലാമത്താണ് എന്ത് മക്കളെ? നാലാമത്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയും. ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പൊ എന്തൊക്കെയുണ്ട്? ഇൻഡക്റ്റീവ് എഫക്റ്റുകൾ ഉണ്ട്, ഇലക്ട്രോമെറിക് എഫക്റ്റുകൾ ഉണ്ട്, റെസൊണൻസ് ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ട്. അപ്പൊ 4 എഫക്റ്റുകൾ, 4 എഫക്ട്സ്, 4 എഫക്റ്റുകൾ ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ലെറ്റ്സ് സേ ഇൻഡക്റ്റീവ് എഫക്റ്റിനെ പറ്റി ആദ്യം നമുക്ക് മനസ്സിലാവുന്ന ഒരു സിമ്പിളായി പറഞ്ഞാലോ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചാൽ പോലെ മതി. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് കഥ എന്നുള്ളത് നമുക്ക് ഓരോന്നും നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം ഓരോന്നും. ഒന്നാമത് ഞാൻ പറയുന്നു എയും ബിയും ഉണ്ട്, അതിന്റെ ഇടയിൽ ബോണ്ട് ഉണ്ട്. ഈ കാണുന്ന വലിയ ബോണ്ടേ കാണിച്ചതേ ഉള്ളൂ. ഈ എന്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ടാവുമല്ലോ, ബിയുടെ ഇലക്ട്രോൺ ഇവിടെ ഉണ്ടാവും അല്ലേ? നിങ്ങൾ അസ്യൂം ചെയ്യാം, നിങ്ങൾ വിചാരിക്കുകയാണ് എന്ത്? നിങ്ങൾ എന്താ വിചാരിക്കാൻ പോകുന്നത്? നിങ്ങൾ വിചാരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന ബി എന്ന് പറയുന്ന ആള് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ എ ആണെന്ന് വിചാരിക്കും. ബി എന്താണ്? ഇലക്ട്രോനെഗറ്റീവ് ദാൻ എയേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ബി ഈസ് ഇലക്ട്രോനെഗറ്റീവ് ആണ് ആരെക്കാട്ടിലും, എനെക്കാട്ടും. അപ്പോൾ സ്വാഭാവികം എന്ത് നടക്കും മക്കളെ? ഇവിടുത്തെ ഇലക്ട്രോൺ ഇല്ലേ, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വലിക്കൂലേ? ബി വലിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എ ബീനെ അങ്ങോട്ട് തള്ളും. ആക്ച്വലി ഇവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നില്ല? ബി എടുത്ത് കൊണ്ടുപോകണമെന്നില്ല, ബീൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ഒരു എന്താണ്? ടെമ്പററി എഫക്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ടെമ്പററി അല്ല പെർമനന്റ് എഫക്റ്റ് ആണ് ആക്ച്വലി. ബട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതായത് ഇവിടെ എനിക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നൊന്നുമില്ല, ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഞാൻ ഇലക്ട്രോണെ കിട്ടുന്നൊന്നുമില്ല. പക്ഷേ ഒരു ഇലക്ട്രോണെ തള്ളുണ്ടാവും എങ്ങോട്ട്? ബീൻ്റെ അടുത്തേക്ക്. ബി ഇലക്ട്രോണേറ്റീവ് ആയതുകൊണ്ട് ബീൻ്റെ അടുത്തേക്ക് ഇലക്ട്രോണിന്റെ തള്ളുണ്ട്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ എന്ത് ഇവിടെ എത്തും. ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ആക്ച്വലി മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ പോകുന്നുണ്ടോ? ഇല്ല. ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ ചാടി അങ്ങോട്ട് പോകുന്നു, ബീൻ്റെ അടുത്ത് പോകുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തള്ളൽ ഫീൽ ചെയ്യും. അതാണ് സംഭവം. അതായത് മക്കളെ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇതൊരു കാർബണാറ്റമാണെന്ന് വിചാരിക്കും. ആ കാർബണാറ്റത്തിലേക്ക് ഇലക്ട്രോണുകളെ കൊടുക്കുന്നവനുമുണ്ട്, ഈ കാർബണാറ്റത്തിന് ഇലക്ട്രോൺ കൊടുക്കുന്നവനുമുണ്ട്, അതേപോലെ കാർബണാറ്റത്തിന്റെ അടുത്ത് നിന്ന് ഇലക്ട്രോണെ വലിക്കുന്നവനുമുണ്ട്. മക്കളെ നോക്കി എല്ലാവരും നോക്കിയടാ. അതായത് മക്കളെ കാർബണാറ്റത്തിന്റെ അടുത്ത് ഇലക്ട്രോണെ തള്ളി കൊടുക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ കാർബണാറ്റത്തിന്റെ അടുത്ത് നിന്ന് ഇലക്ട്രോണെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നവരുണ്ട്. സോ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പം കാണിച്ചതുപോലെ കാർബണാറ്റത്തിന്റെ അടുത്ത് നിന്ന്, ഇതാണ് കാർബണാറ്റ് എന്ന് വിചാരിക്കും, കാർബണാറ്റാണ്. ആ കാർബണാറ്റത്തിന്റെ അടുത്ത് നിന്ന് ഇലക്ട്രോണുകളെ എടുത്തു കൊണ്ടുപോകുന്ന ആളുണ്ട്, അതേപോലെ കാർബണാറ്റത്തിലെ ഇലക്ട്രോണെ കൊടുക്കുന്ന ആളുണ്ട്. അപ്പൊ കാർബണാറ്റത്തിന് ഇലക്ട്രോൺ തള്ളുന്ന ആളിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്ലസ് ഐ ഇഫക്റ്റ്. അതിന് ആ ഒരു എഫക്റ്റ് വിളിക്കുന്ന പ്ലസ് ഐ ഇഫക്റ്റ്. ആ ഗ്രൂപ്പുള്ള പ്ലസ് ഐ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കും. ഇനി കാർബണാറ്റത്തിന് അടുത്ത് നിന്ന് ഇലക്ട്രോണുകൾ എടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മൈനസ് ഐ എഫക്റ്റ്. ഇത് വിളിക്കും മൈനസ് ഐ എഫക്റ്റ്. ആ ഗ്രൂപ്പ് നമ്മൾ മൈനസ് ഐ ഗ്രൂപ്പ് എന്ന് വിളിക്കും. സിമ്പിൾ ഇത്രയുള്ള കാര്യം. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ തള്ളിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇലക്ട്രോണിന്റെ തള്ള് പക്ക പറഞ്ഞ ഇലക്ട്രോണിന്റെ തള്ളാണ്. ഇനി എന്നെ സ്റ്റേറ്റ്മെന്റ് കാര്യമൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. നമ്മൾ ഇലക്ട്രോമെറിക് എഫക്റ്റ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ അതിന്റെ ഡെഫിനിഷൻ NCERT പറഞ്ഞു വെച്ചാൽ പെർമനന്റ് എഫക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. പെർമനന്റ് എഫക്റ്റ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇറ്റ്സ് എ പെർമനന്റ് എഫക്റ്റ്. നമുക്ക് കളർ മാറ്റാം. ഇറ്റ്സ് എ പെർമനന്റ് എഫക്റ്റ്. ഒരു പെർമനന്റ് എഫക്റ്റ് ആണ് എന്ത്? ഇൻഡക്റ്റീവ് എഫക്റ്റ്. വളരെ വീക്ക് എഫക്റ്റ് ആണ്, പെർമനന്റ് എഫക്റ്റ് ആണ്. പിന്നെ അതേപോലെ എന്താണ്? അത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഷിഫ്റ്റിംഗ് ഓഫ് എന്താണ്? സിഗ്മ ഇലക്ട്രോൺസ്. എന്ത് ഇലക്ട്രോണാ? സിഗ്മ ഇലക്ട്രോൺസ് ഷിഫ്റ്റിംഗ് മൂലം ഉണ്ടാകുന്ന എന്താണ്? ഒരു എഫക്റ്റ് ആണ് എന്ത്? ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഏതിലൂടെ പോകുന്നത്? ത്രൂ എ കാർബൺ ചെയിനിലൂടെ കാണും. കാർബൺ ചെയിനിലൂടെയുള്ള ഇലക്ട്രോൺസിന്റെ ഷിഫ്റ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ വെലിവിനെ, അല്ലെങ്കിൽ പുള്ളിങ്ങിനെ, അല്ലെങ്കിൽ തള്ളിനെ വിളിക്കുന്ന പേരാണെന്ന്. ആ എഫക്റ്റ്, അങ്ങനെ ഉണ്ടാകുന്ന എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പം എന്താ പറയുന്നത്? പെർമനന്റ് എഫക്റ്റ് ഡ്യൂ ടു ഷിഫ്റ്റിംഗ് എന്നാണ്.
ഷിഫ്റ്റിംഗ് ഓഫ് എന്താണ് സിഗ്മ ഇലക്ട്രോൺസ് ത്രൂ എന്താ മക്കളെ ത്രൂ കാർബൺ ചെയിൻ എന്ന് വിളിക്കാം. കാർബൺ ചെയിൻ ഇൻ പ്രസൻസ് ഓഫ് ആറ്റംസ് ഗ്രൂപ്പ് ആറ്റം അല്ലെങ്കിൽ എന്താണ് അത് എങ്ങനെയാണ് ഈ പറയുന്ന ഷിഫ്റ്റ് നടക്കുക? അപ്പൊ നിങ്ങൾ പറയണം ഇൻ പ്രസൻസ് ഓഫ് എന്താണ് ഗ്രൂപ്പ് ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റം ആൻ ആറ്റം ഹാവിംഗ് മോർ ഇലക്ട്രോനെഗറ്റീവ് അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് ഉള്ള ആറ്റങ്ങൾ വരുമ്പോഴേ നടക്കുള്ളൂ. ഒരേ ഇലക്ട്രോനെഗറ്റീവ് ഉള്ള രണ്ടാൾക്കാർ എവിടെ ഉണ്ടെങ്കിൽ ഷിഫ്റ്റ് നടക്കും? ഇല്ലടാ, ഇലക്ട്രോൺ പോകാൻ തള്ളു തോന്നൂല. നേരെ മറിച്ച് ഇലക്ട്രോനെഗറ്റീവ് കൂടുതൽ ആളാണെങ്കിൽ ഇലക്ട്രോനെഗറ്റീവ് കുറഞ്ഞ ആളത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോനെഗറ്റീവ് കുറഞ്ഞ ആളെ അവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങനെ പിടിച്ചു വലിക്കും, ഒരു തള്ളുണ്ടാകും. ഇപ്പം ഒരു ആറ്റം ഉണ്ടായിരിക്കണം, ആ ആളെന്ത് ചെയ്യണം മക്കളെ? ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് ഉള്ള ആളായിരിക്കണം. ഇതിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന പരിപാടിയൊക്കെ നടക്കുള്ളൂ. അപ്പം ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അറ്റാച്ച് ടു കാർബൺ ചെയിൻ. ഓക്കെ, അപ്പോൾ സിംപിളി എന്താ ചോദിച്ചാൽ നിങ്ങൾ പറയാം പെർമനന്റ് എഫക്റ്റ് ആണ് ഡ്യൂ ടു എന്താണ് ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ആണ് ത്രൂ കാർബൺ ചെയിൻ ആണ്. ഇൻ പ്രസൻസ് ഓഫ് ആറ്റം ദാറ്റ് ഈസ് ഹാവിംഗ് ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഇതാണ് സംഭവം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ലെറ്റ്സ് സേ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. എനിക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. മക്കൾ എല്ലാവരും എൻ്റെ കൂടെ ഇല്ലേ? എല്ലാവരും ഒന്ന് ഉഷാറായി കൈയൊക്കെ നിർത്തി സ്ട്രെച്ച് ചെയ്തേ. ഓക്കെ എല്ലാവരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഉറങ്ങരുത് കേട്ടോ, ആരും ഉറങ്ങരുത്, നോക്കിയിരിക്കണം. അതായത് മക്കളെ ഞാനിപ്പം ഒരു എക്സാമ്പിൾ ആണെങ്കിൽ CH3 CH2 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 Cl ഇതാണെന്ന് വിചാരിക്കും. അപ്പം ഇതിൽ സ്വാഭാവികമായിട്ട് ഇയാളല്ലേ ഈ ക്ലോറിൻ എന്താ മോർ ഇലക്ട്രോനെഗറ്റീവ് അല്ലേ? ആണ്, മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും? ഈ ക്ലോറിൻ ഇലക്ട്രോണെ പിടിച്ചു വലിക്കും. അപ്പം ഇവിടെ എന്ത് ചെയ്യും മക്കളെ? ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും അല്ലേ? ഇതിന്റെ എഫക്ട് മക്കളെ സ്വാഭാവികമായിട്ട് ഇവിടെ ഇപ്പൊ സിഗ്മ ഇലക്ട്രോൺ അല്ലെങ്കിൽ കാർബൺ ചെയിനിലൂടെയാണ് ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ഷിഫ്റ്റ് നടക്കുന്നത് പറഞ്ഞു അല്ലേ? അപ്പൊ സ്വാഭാവികം എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഓക്കെ, അവൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് പോകുന്ന പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. അതേപോലെ എന്ത് ചെയ്യും? അടുത്ത ചെയിനിലൂടെയും ഈ പരിപാടി നടക്കും. ഇയാൾ പോസിറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വീണ്ടും ഒരു വലിയ നടക്കും, ഇങ്ങോട്ട് ചെറിയൊരു വലിയ നടക്കും. അപ്പൊ സ്വാഭാവികം എന്ത് ചെയ്യും മക്കളെ? ഇവിടെ ഡെൽറ്റ പോസിറ്റീവ് ഉണ്ടാവും. അതുപോലെ ഇവിടെ നിന്ന് വീണ്ടും വലിയ നടക്കും. അവിടെ ഡെൽറ്റ പോസിറ്റീവ് ഉണ്ട്. മനസ്സിലാവുന്നില്ല? ഇവിടെ എഗെയിൻ വലിയ എടുക്കും, ഡെൽറ്റ പോസിറ്റീവ് ഉണ്ട്. അത് സംഭവം സിമ്പിൾ ആണ്. ഏകദേശം 3-4 കാർബൺ 3 to 4 കാർബൺ വരെ ഈ എഫക്ട് ഉണ്ടാവുള്ളൂ. ഒരു 3-4 കാർബൺ പിറകിലോട്ട് പിന്നെ എന്തില്ല എഫക്ട് ഉണ്ടാവില്ല. അപ്പം ഇലക്ട്രോൺ ഇങ്ങനെ ഒരു വലിവാണ്. ഇവിടുന്ന് ഇലക്ട്രോൺ തള്ളുകൾ ഉണ്ടാവും. ഇലക്ട്രോൺ എന്ത് ചെയ്യും മക്കളെ? ഇലക്ട്രോൺ ഇവിടെ ഇങ്ങോട്ട് പോകും. ഇലക്ട്രോൺ തള്ള ആക്ച്വലി ഇവിടെ പോകുന്നുണ്ടോ? ആക്ച്വലി പോകുന്നില്ല. ചെറിയ തള്ളൽ ഫീൽ ചെയ്യും. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നില്ല? ഈ ക്ലോറിന് കിട്ടുന്നില്ല. ക്ലോറിൻ നെഗറ്റീവ് ചാർജ് ആവുണ്ടോ? ഇല്ല. പക്ഷെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും, ചെറിയൊരു സംഭവം. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 3 മുതൽ 4 കാർബൺ ആറ്റം വരെയാണ് ഇതിന്റെ എഫക്ട് ഉണ്ടാകുന്ന കാര്യം ഒന്നോർത്തിരിക്കും. റെഡി അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പൊ പ്ലസ് ഐ എഫക്ട് ഉള്ളതുകൊണ്ട് മൈനസ് ഐ എഫക്ട് ഉണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ പ്ലസ് ഐ ഗ്രൂപ്പിൽ ഏതൊക്കെയാണ്, മൈനസ് ഐ ഗ്രൂപ്പിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. പ്ലസ് ഐ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ പ്രധാനം നമ്മൾ സ്റ്റാർട്ടിംഗ് മുതൽ പഠിക്കുന്ന പ്ലസ് ഐ ഗ്രൂപ്പുകൾ ഒരുപാടെണ്ണുണ്ട്. അതായത് നമുക്ക് പറയാറുള്ളത് എന്തൊക്കെ? നമ്മുടെ CH3 ഗ്രൂപ്പ്, ഇതൊരു പ്ലസ് ഐ ഗ്രൂപ്പാണ്. അതായത് ആൽക്കൈൽ ഗ്രൂപ്പുകൾ. സിമിലി അത് മൈനസ് ഐ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ എന്താണ് പഠിക്കുന്ന കുട്ടി എന്താണ് ഈ പ്ലസ് ഐ മൈനസ് ഐ എന്ന് പഠിക്കണം എന്ന് വെച്ചാൽ ഞാൻ പറയാം കുട്ടീനോട്, മോനെ എന്ത് പഠിക്കണം? നിങ്ങൾ അതിന്റെ ഓർഡർ പഠിക്കണം. ഏതാണ് അതിന്റെ പവർ സ്ട്രെങ്ത്തിന്റെ ഓർഡർ പഠിക്കണം. പ്ലസ് ഐ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് ആർക്കാ കൂടുതൽ? അപ്പൊ നിങ്ങൾ പ്ലസ് ഐ ഗ്രൂപ്പിന്റെ ഓർഡർ പഠിക്കും, സ്ട്രെങ്ത്തിന്റെ ഓർഡർ പഠിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് ഐ എന്ന് പറയുമ്പോൾ ആരാണ്? ഇലക്ട്രോണിനെ കൊടുക്കുന്നവൻ അല്ലെ? മൈനസ് ഐ എന്ന് പറയുന്ന ഇലക്ട്രോണ് സ്വീകരിക്കുന്നവൻ. റെഡി? എന്തിലൂടെ സ്വീകരിക്കുന്നവനാ? പ്ലസ് ഐ എന്ന് പറയുന്ന ഇലക്ട്രോണ് കാർബൺ ചെയിനിലൂടെ കൊടുക്കുന്നവൻ. മൈനസ് ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോണിനെ കാർബൺ ബോണ്ടിലൂടെ എടുക്കുന്നവൻ. താശത്തി ഓക്കെ അല്ലേ? ഇന്ന് നോക്കിയേ, അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആരാണ്? ഓക്സിജൻ മൈനസ് ചാർജ്. ഓക്സിജൻ എന്ത് ചാർജ്? ഓക്സിജന്റെ മൈനസ് ചാർജ്. ഓക്കെ, ഇയാളാണ് ആര് മക്കളെ? ഇയാളാണ് ഇസ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സാധനം. ഈ ചങ്ങായി ആരാണ്? ഈ ചങ്ങായി എന്ന് പറയുമ്പോൾ ഇയാളാണ് മക്കളെ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് നോക്കി മക്കളെ, ഈ ചങ്ങായി ഓക്സിജൻ മൈനസ് ചാർജ്. ഇയാളെ പ്രത്യേകത ഈ ചങ്ങായിൻ്റെ അടുത്ത് ഒരുപാട് ഇലക്ട്രോണുകളുണ്ട്, ലോൺ പെയർ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ സ്വാഭാവികം ഇയാൾ എന്ത് ചെയ്യും? ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ? ഇയാൾ എന്ത് ചെയ്യും മക്കളെ? ഇയാൾ ഇലക്ട്രോൺ ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ട് ഇയാളെ കയ്യിൽ. അപ്പോൾ എന്ത് ചെയ്യും? തോന്നും പോലെ കൊടുക്കും. അയാൾ നല്ലോണം കൊടുക്കും. അപ്പോൾ നല്ലോണം കൊടുക്കാൻ കഴിവുള്ള എന്താ? നല്ല പ്ലസ് ഐ എഫക്ട്, നല്ല പ്ലസ് ഐ ഗ്രൂപ്പ്. സോ പ്ലസ് ഐ ഗ്രൂപ്പിന് ഓർഡർ ചോദിച്ചാൽ ഏറ്റവും മോസ്റ്റ് സ്ട്രെങ്ത് ഉള്ള ആളാരാന്ന് വെച്ചാൽ നിങ്ങൾ പറയണം O മൈനസ് ആണ്. ആരാണ് O മൈനസ്? പിന്നെ ആരാ കൂടുതലുള്ളത്? പിന്നെ CO മൈനസ് ആണ്. പിന്നെ ആരാ കൂടുതലുള്ളത്? അഗെയിൻ പിന്നെ നിങ്ങൾ പറയണം ടെർഷറി ആണ്. ടെർഷറി ആൽക്കൈൽ ഗ്രൂപ്പ്. ടെർഷറി ആൽക്കൈലാണ്. പിന്നെ ആരാ മക്കളെ?
പിന്നെ സെക്കൻഡറി ആൽക്കിൽ ഗ്രൂപ്പുകൾ, പിന്നെ ആരാണ് പ്രൈമറി ആൽക്കിൽ ഗ്രൂപ്പുകൾ, പിന്നെ ആരാണ് മിഥൈലാണ്, പിന്നെ ആരാണ് ഹൈഡ്രജൻ ആണ്. അപ്പൊ എന്താ സംഭവം ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ടെർഷറി എന്തുകൊണ്ടാ ടെർഷറി എന്ന് പറയുമ്പോൾ CH3 ഇതെന്താ ടെർഷറി ആൽക്കിൽ ഗ്രൂപ്പുകളാണ്. ടെർഷറി ഇവിടെ നിന്ന് പ്രത്യേകത, ഇവിടെ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഈ CH3 ഗ്രൂപ്പുകൾ ഞാൻ പറഞ്ഞു ഓൾറെഡി CH3+ ഗ്രൂപ്പുകളാണ്, ഇത് ഇലക്ട്രോൺ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഇലക്ട്രോണിന്റെ എഫക്ട് ഇവിടെ കൂടും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റും. സെക്കൻഡിലാകുമ്പോൾ അത്ര ഉണ്ടാവില്ല, പ്രൈമറിൽ അത്ര ഉണ്ടാവില്ല. ഓക്കെ, ദാറ്റ്സ് എ തിങ്. അപ്പൊ ഈ ഓർഡർ നിങ്ങൾ പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കണം എൻട്രൻസ് എക്സാമിന് പോകുന്ന കുട്ടികൾ. മനസ്സിലായോ? യെസ്. ഇനി മൈനസ് ഐ എഫക്റ്റിന്റെ ഓർഡർ കൂടി അതുകൂടി നിങ്ങൾ പഠിക്കണം. മൈനസ് ഐ എഫക്റ്റിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ മൈനസ് ഐ എഫക്റ്റിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടന്റ്. അതെങ്ങനെ പഠിക്കുക നിങ്ങൾ? OR2 എന്ന് പറയും, OR2 പ്ലസ് ചാർജ്. ദെൻ അവനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, OR2 ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ആർക്കുണ്ടാവുക NR3 പ്ലസ് ചാർജ്, NR3. പിന്നെ ആർക്കാണ് NO2, പിന്നെ ആർക്കാണ് CN സയനൈഡ്, പിന്നെ ആർക്കാ മക്കളെ, പിന്നെ COH. ഈ ഓർഡർ പഠിച്ചാൽ മതി, COH. പിന്നെ ആർക്കുണ്ടാവുക, പിന്നെ CHO ആൽഡിഹൈഡ്, പിന്നെ കീറ്റോൺ, പിന്നെ ആർക്കുണ്ടാവുക, പിന്നെ അമൈൻ, പിന്നെ ആർക്കാണ് ഫ്ലൂറിൻ കൊടുക്കുക, ഫ്ലൂറിൻ. പിന്നെ ആർക്കുണ്ടാവുക ഇവിടെ ഫ്ലൂറിൻ കൊടുക്കുക, ഫ്ലൂറിൻ. പിന്നെ ആർക്കാണ് അമൈന്, പിന്നെ ആർക്കാണടാ, പിന്നെ നമുക്ക് പറയാം ഫിനൈൽ. ആരാ ഫിനൈൽ എന്ന് പറഞ്ഞാൽ? ഫിനൈൽ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഇത് ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ആരാണ്? ഫിനൈലായി. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, വാട്ട്സ് ദ ഓർഡർ ഓഫ് മൈനസ് എഫക്ട്? മൈനസ് എഫക്റ്റിനോട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആരുണ്ട്? OR2+ ഉണ്ട്, NR3+ ഉണ്ട്, NO2 ഉണ്ട്, CN ഉണ്ട്, COH ഉണ്ട്, CHO ഉണ്ട്, C ഡബിൾ കീറ്റോണുകൾ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൂറിൻ ഉണ്ട്, പിന്നെ NH2 ഉണ്ട്, CCH5 ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് സാധനം. ഈ ഓർഡർ ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഈ ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക ജസ്റ്റ്. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. സിമ്പിൾ നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ OR2+ആണ്. പിന്നെ NO2 എന്താണ്? ഒരു മൈനസ് ഐ ഗ്രൂപ്പാണ് ഓർത്തിരിക്കുക. CN ഉണ്ട് ഇവിടെ മൈനസ് ഐ ഗ്രൂപ്പിൽ, COH ഉണ്ട്, CHO ഉണ്ട്, ഒക്കെ മൈനസ് ഐ. ഇലക്ട്രോണുകളെ വലിക്കുന്നവനാണ്. ഇലക്ട്രോണെ കൊടുക്കുന്നവൻ ആരാന്ന് വെച്ചാൽ നിങ്ങൾ ആൽക്കൈൽ ഗ്രൂപ്പ് CH3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അതേപോലെ ടെർഷറി ആൽക്കൈൽ ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ O- ഒക്കെ എന്താണ്? ദേ ആർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലസ് ഐ ഗ്രൂപ്പുകളാണ്. മനസ്സിലായോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ സ്ട്രോങ് ഒരു കോൺസെപ്റ്റ്, അതായത് ഈ കുറച്ചുകൂടി കഴിഞ്ഞ പ്ലസ് ഐ ഗ്രൂപ്പിന്റെ എഫക്റ്റിന്റെ കാര്യം പറയാം. ഇവിടെ ചാപ്റ്ററിനകത്ത് ഈ പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇലക്ട്രോമെറിക്, ഇസോമെറിക് റെസൊണൻസ്, ദെൻ ഹൈപ്പർ കോൺജക്ഷൻ, നമുക്ക് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ചെയ്യാൻ ആവശ്യമായി ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസൊണൻസ് പോവാം. ബാക്കി രണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഇനി പറയാനുള്ളത് മെസോമറിക് എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിനെ റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ചെറിയ ഡിഫറൻസ് ഉണ്ട്, എന്നിരുന്നാലും നിങ്ങൾ ഇങ്ങനെ പഠിച്ചോളൂ. മെസോമറിക് എഫക്റ്റ് അല്ലെങ്കിൽ റെസൊണൻസ്. മക്കളെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആവാൻ സാധ്യതയുള്ളത് ഏത് എഫക്റ്റ് മൂലം ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞത് റെസൊണൻസ് ആണ്. എന്താണ്? റെസൊണൻസ് മൂലമാണ് ഓർഗാനിക് കോമ്പൗണ്ട് മോർ സ്റ്റേബിൾ ആണ് സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു റെസൊണൻസ് കാണിച്ചത് നിങ്ങൾക്ക്, റെസൊണൻസ് ഓഫ് അനിലിനെ കാണിച്ചു. അനിലിൻ, ഇതാണ് അനിൽ എന്ന് പറയുന്നത്. അനിലിൻ എന്തുണ്ട് മക്കളെ? ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഉണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോൺ പെയർ ഇലക്ട്രോൺ എന്ത് ചെയ്യും? റിങ്ങിലേക്ക് ഇറങ്ങും, റിങ്ങിൽ റെസൊണൻസിൽ പങ്കെടുക്കും. അപ്പൊ റിങ്ങിലേക്ക് വരുന്ന സമയത്ത് റിങ്ങിലേക്ക് ചാടും. ചാടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ ഡബിൾ ബോണ്ട്, ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ പെയർ ഓഫ് ഇലക്ട്രോൺ വരുമ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ആയി മാറും. ഇവിടെ ബോണ്ട് വരും, ബോണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും മക്കളെ? 5 ബോണ്ട് പറ്റുമോ? 5 ബോണ്ട് പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇയാൾ ഇങ്ങോട്ട് ചാടും. കട്ടി കൂട്ടിയാലോടെ ഒന്ന് കട്ടി കൂട്ടാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെന്താണ് മക്കളെ? ഇത് NH2 ആണ് അല്ലേ? ഇയാൾ ഇങ്ങോട്ട് ചാടി, അപ്പൊ എന്ത് ചെയ്യും? ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബോണ്ട് ഇങ്ങോട്ട് വന്നു. മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്ത ഒരു റെസൊണൻസ് കിട്ടി. ഇതാണ് റെസൊണൻസിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിൾ ആണ്. ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാവണം. അടുത്തത് എന്തുണ്ടാവണം? ലോൺ പെയർ ഇലക്ട്രോണ് ഡബിൾ ബോണ്ട് പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നെഗറ്റീവ് ചാർജ് ഡബിൾ ബോണ്ട്, അങ്ങനെ ആവാം. അല്ലെങ്കിൽ ലോൺ പെയർ ഇലക്ട്രോണ് ഈ പറയുന്ന ലോൺ പെയർ ഇലക്ട്രോണുകളും അതേപോലെ തന്നെ ലോൺ പെയർ ഇലക്ട്രോണിന് പകരം ഒന്നെങ്കിൽ ലോൺ പെയർ ഇലക്ട്രോൺ ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആവാം, അല്ലെങ്കിലോ പോസിറ്റീവ് ചാർജ് ആവാം. ഇവരൊക്കെ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഡബിൾ ബോണ്ട് വരും. അൾട്ടർനേറ്റീവ്, ഇതൊക്കെ അൾട്ടർനേറ്റീവ് ആയിട്ടാണ്. ലോൺ പെയർ ഇലക്ട്രോണ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് അങ്ങനെ വരാം. അല്ലെങ്കിൽ ലോൺ പെയർ ഇലക്ട്രോണ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് വരാം. അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഇങ്ങനെ വരും. അൾട്ടർനേറ്റീവ് വരും. ഇനി കോൺജുഗേഷൻ ഒക്കെ പറയും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പോസിബിലിറ്റി? റെസൊണൻസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നോർത്തിരുന്നാൽ മതി. അപ്പോൾ അടുത്ത റെസൊണൻസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടും, ഇയാളും കൂടി ചാടിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്താ അടുത്തുണ്ടാവുക? അടുത്തെന്ന് പറയുമ്പോൾ മക്കളെ സിമ്പിൾ ആണ്. ഇവിടെ ഇതുപോലെ തന്നെ നിൽക്കും. ഇവിടെ നിന്ന് ഡബിൾ ബോണ്ട് വന്നു. ഇവിടെ നിന്ന് ഹൈഡ്രജൻ ലോൺ പെയർ പോയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടി. അഗെയിൻ ഇവിടെ എന്തായി മക്കളെ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇതാണ് സാധനം, ഇതാണ് സ്ഥിതി. ഇനി സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ. ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അഗെയിൻ ഇങ്ങോട്ട് ചാടും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ 2 ഡബിൾ ബോണ്ട് വരും. അപ്പോൾ ഡബിൾ ബോണ്ട് വരുമ്പം ഡബിൾ ബോണ്ട് വരും. എന്താണ്? സ്റ്റേബിൾ അല്ല. അപ്പം അത് ബ്രേക്ക് ചെയ്യണം, ബോണ്ട് ബ്രേക്ക് ചെയ്യണം. സോ എന്ത് ചെയ്യും? ബോണ്ട് ഇങ്ങോട്ട് ചാടും.
ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. സോ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ? നെക്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ സിംപ്ലി ഇവിടെ വരയ്ക്കാം. ഇവിടെ എന്ത് വരും? ഇവിടെ നെഗറ്റീവ്, ഇവിടെ എന്ത് ചെയ്യും മക്കളെ? ഇവിടെ ബോണ്ട് വന്നു, ഇവിടെ ബോണ്ട് വന്നു, അഗെയിൻ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു, അഗെയിൻ പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്, ഇവിടെ NH2+ ഉണ്ട്. ഇതാണ് കഥ. ഇനി അഗെയിൻ മാറുന്നു മക്കളെ, മാറുന്നു. എന്താണ് ഇനി മാറാൻ പോകുന്നത്? എന്താണ്? ഇയാൾ ഇങ്ങോട്ട് ചാടും, അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ബോണ്ട് ഇങ്ങോട്ട് ചാടണം. ഇതാണ് സാധനം. അപ്പോൾ എന്ത് ചെയ്യും മക്കളെ? നെക്സ്റ്റ് അടുത്ത കിട്ടാൻ പോകുന്നത് ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇതിങ്ങനെ തന്നെ ഡബിൾ ബോണ്ട്, ഇവിടെ സെയിം സാധനം തന്നെ, മാറ്റമൊന്നുമില്ല. അഗെയിൻ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ NH2+ ഉണ്ടാകും. ഇനി ഫൈനലി അവസാനം എന്താണ്? ഇയാൾ ഇങ്ങോട്ട് ചാടും, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഇവിടെ നടക്കത്തില്ല, അപ്പോൾ ഡബിൾ ബോണ്ട് തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ നീ അവിടെ ലോൺ പെയർ ഇലക്ട്രോൺ കയറി വരും. സോ ഫൈനൽ സംഭവം എങ്ങനെ ഉണ്ടാവുക? ഫൈനൽ എന്ന് പറയുമ്പോൾ മക്കളെ ഇങ്ങനെ ഉണ്ടാവും. ഫൈനൽ എങ്ങനെ ഉണ്ടാവുക? ഫൈനൽ എന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടെ ഇതുപോലെ തന്നെ, മാറ്റമൊന്നുമില്ല. ഇയാൾ ഇങ്ങോട്ട് ചാടിയപ്പം എന്ത് ചെയ്യും? ഇവിടെ സിംഗിൾ ബോണ്ടായി, അഗെയിൻ NH2 മാറി, ഇവിടെ ബോണ്ട് വന്നു. റെഡിയല്ലേ? ദാറ്റ്സ് എ തിങ്. ഓക്കെ, ഇതാണ് റെസൊണൻസ്. അപ്പോൾ റെസൊണൻസ് എന്ന് വരയ്ക്കാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരുപാട് റെസൊണൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ മക്കളെ ഇത് മോർ സ്റ്റേബിൾ. എന്താണ്? മോർ സ്റ്റേബിൾ ആണ്. റെസൊണൻസിന്റെ മോർ സ്റ്റേബിൾ ആണ്. ഇനി ഇവിടെ മനസ്സിലാക്കാൻ കാരണം വെച്ചാൽ ഇവിടെ ഈ NHന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിംഗിലേക്ക് കൊടുക്കുകയല്ലേ ആണ്. ഇലക്ട്രോൺ റിംഗിലേക്ക് കൊടുക്കുന്ന ആളാണ്. മാത്രമല്ല എവിടെയൊക്കെയാണ് റെസൊണൻസ് നെഗറ്റീവ് ചാർജ് ഉണ്ടായത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടായത്? ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർത്തോയിലും അതേപോലെ ഓർത്തോ ആൻഡ് ഇത് ഓർത്തോയാണ്, അതേപോലെ ഇത് പാരയാണ്, ഇത് ഓർത്തോയാണ്. ഓർത്തോയിലും പാരയിലും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഓർത്തോ ആൻഡ് പാരയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റി? നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കാണാൻ പറ്റി, നെഗറ്റീവ് ചാർജ് കാണാൻ പറ്റും. അതിനർത്ഥം ഇലക്ട്രോഫൈലുകൾ വന്ന് അറ്റാക്ക് ചെയ്യുക എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും, ഓർത്തോയിലും പാരയിലായിരിക്കും. അപ്പം NH2 പോലത്തെ ഗ്രൂപ്പുകൾ എന്താണ്? ഓർത്തോ പാര ഡയറക്റ്റിംഗ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ എന്താണ്? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് ഈ പറയുന്നത് NH2 പോലുള്ള ഗ്രൂപ്പുകൾ. ഓക്കെ, അപ്പോൾ OH എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. റിംഗിലേക്ക് ഇലക്ട്രോൺ വരുന്ന ആൾക്കാരാണ് ഇവർ. റിംഗ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ആൻഡ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ NO2 ഗ്രൂപ്പുകളാണെങ്കിൽ സ്വാഭാവിക റെസൊണൻസ് മുകളിലോട്ട് കയറിക്കും. അപ്പോൾ റിംഗിൽ നിന്ന് ഇലക്ട്രോണിനെ വിളിച്ചുകൊണ്ടുപോവുക ചെയ്യാം. അപ്പോൾ റിംഗിൽ എന്ത് ചെയ്യും? ഓർത്തോയിലും പാരയിലും എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് കുറയും. അപ്പോൾ ഇവിടെ സ്വാഭാവിക നെഗറ്റീവ് ചാർജ് കൂടുതലുണ്ട് മെറ്റയിലായിരിക്കും. അപ്പോൾ ഇലക്ട്രോഫിൽ അവിടെ അറ്റാക്ക് ചെയ്യും, മെറ്റേ പോയി അറ്റാക്ക് ചെയ്യും. സോ ദേ ആർ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞിരുന്നുണ്ട് എനിവേ. ഓക്കെ, അപ്പോൾ അത് ഞാൻ കാണിച്ചാൽ വേണമെങ്കിൽ ഒന്ന്. പിന്നെ എന്താണ് ഈ NH2 എന്ന് പറയുന്ന ഗ്രൂപ്പ്? എന്താണ്? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് കാര്യം മനസ്സിലാക്കുക. ഇലക്ട്രോഫിലൂടെ കയറിയിരിക്കും, ഓർത്തോയിലും പാരയിലും കയറിയിരിക്കും. അതേപോലെ ഞാൻ NO2 കാണിച്ചാലും NO2 നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് NO2 പ്രത്യേകത? NO2 ഈസ് എ -I ഗ്രൂപ്പ്. നേരത്തെ പറഞ്ഞാണ്. അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ ആർ -M ഗ്രൂപ്പ്. അപ്പം റിംഗിലേക്ക് വരുന്ന ആൾക്കാർ, റിംഗിലേക്ക് കൊടുക്കുന്ന ആൾക്കാർ, ഇയാൾ എന്താ റിംഗിലേക്ക് കൊടുക്കുന്ന ആളാണ്. സോ ദേ ആർ +M ഗ്രൂപ്പ്. റെഡി? പ്ലസ് പോസിറ്റീവ് ഇസോമെറിക് എഫക്റ്റ്. ഇന്ന് നോക്കിയേ, ഞാൻ ബെൻസി റിംഗിനെ വരയ്ക്കുന്നു. ബെൻസി റിംഗ് ആണ്. ഇവിടെ ഇങ്ങനെ റിംഗ് ഒക്കെ ഉണ്ട്. ഇത് NO2 ആണെന്ന് വിചാരിക്കും. NO2 ഇവിടെ സംഭവിക്കുക. ഇവിടെ ഓൾറെഡി NO2 ഉള്ളിൽ റെസൊണൻസ് ഉണ്ട്. NO2 ഉള്ളിൽ റെസൊണൻസ്. അപ്പോൾ എന്ത് ചെയ്യുന്ന ആവശ്യമില്ല, റിംഗിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ലോൺ പെയർ ഇലക്ട്രോൺ ഒക്കെ ഉണ്ടായത്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലേ? ഇവിടെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. അത് മോർ ഇലക്ട്രോണേറ്റീവ്, ആ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ സ്വാഭാവികം എന്ത് ഇയാൾ ഈ ഇവിടുത്തെ ബോണ്ട് അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം മക്കൾ, ഇങ്ങനെ വരയ്ക്കാം. ബോണ്ട് ഇങ്ങനെ കൊടുക്കാം. ബോണ്ട് അപ്പോൾ കറക്റ്റ് ആവുക. നോക്കി മക്കൾ, ഇങ്ങനെ ബോണ്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും മക്കൾ? സ്വാഭാവിക ബോണ്ട് ഈ ബോണ്ട് ഇയാൾ ഇങ്ങോട്ട് ചാടുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് ചാടും. ചാടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ കിട്ടും. എന്താ അടുത്ത സ്ട്രക്ചർ ഉണ്ടാവുക? സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മക്കളെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അതായത് ഇവിടെ അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടാകും. അപ്പം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത്രയുള്ള കാര്യം. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇവിടെ സിമ്പിൾ ഞാൻ പറയാം. അപ്പം റിംഗ് ഇങ്ങോട്ട് ചാടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓർത്തോയിലും പാരലും എന്ത് ചെയ്യും? നേരെ തിരിച്ചാലോചിക്കുക. ഓർത്തോയിലും പാരലും എന്ത് ചെയ്യും മക്കളെ? നെഗറ്റീവ് ചാർജിന്റെ അളവ് കുറയും. നേരത്തെ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് കൂടുകയത്. അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും? മെറ്റയിൽ എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജിന്റെ അളവ് കൂടും. അപ്പോൾ മെറ്റേ പോലെ ഇലക്ട്രോഫിൽ അറ്റാക്ക് ചെയ്യും. സോ മനസ്സിലാക്കുന്നത് NO2 പോലെയുള്ള -M ഗ്രൂപ്പുകൾ ഒന്ന് അറ്റാക്ക് -M ഗ്രൂപ്പുകൾ റിംഗിന് നമ്മൾ വന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി എന്തായിരിക്കും മക്കളെ? മെറ്റാ ഡയറക്റ്റിംഗ് ആയിരിക്കും. എന്തായിരിക്കും? മെറ്റാ ഡയറക്റ്റിംഗ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? 2 ടൈപ്പ് ഗ്രൂപ്പുകൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണെന്ന്? ഒന്ന് +M എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാർ, +M എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് ആരൊക്കെയാണത്? OH ഗ്രൂപ്പ്. അത് റിംഗിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അതേപോലെ NH2 ഗ്രൂപ്പ്, അത് എന്താണ്? റിംഗിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നതാണ്. സോ ദേ ആർ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അതേപോലെ നമുക്ക് NH പറയാം. ഇതൊക്കെ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാവും കേട്ടോ. അതേപോലെ ആരെ പറയാം? നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന നൈട്രജനെ പറയാം. അതുപോലെ OR എന്ന് പറയുന്നത് OCH3 ഒക്കെ അതേ ആർ +M ഗ്രൂപ്പാണ്.
ഓക്കെ അല്ലേ, പ്ലസ് എം ഗ്രൂപ്പ്. ഇനി മൈനസ് എം ഗ്രൂപ്പ് ആരാ? മൈനസ് എം എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാർ. മൈനസ് എം എഫക്റ്റ് എന്ന് പറയുമ്പോൾ റിംഗിൽ ഇലക്ട്രോൺ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ദേ ആർ എന്തായിരിക്കും? ദേ ആർ മെറ്റാ ഡയറക്റ്റിംഗ്. അപ്പോൾ എക്സാമ്പിൾ ആണ് NO2. NO2 എന്താ? മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. COH അതേപോലെ CHO ഇവരൊക്കെ എന്താ? ദേ ആർ ഓൾ ആർ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഇനി അത് പ്രത്യേകത എന്താണ്? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ മക്കളെ എക്സാമ്പിൾ കാണിക്കാം. ഞാൻ അനിലിനെ കൊടുക്കും. അനിലിനാണ് ഉള്ളതെന്ന് അനിലിന് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. സോ എന്താ സംഭവിക്കുക? ഓർത്തോയിലും പാരയിലും എന്തുണ്ടാവും? അതേപോലെ നെഗറ്റീവ് ചാർജ് വന്നിരിക്കും. സോ ഇലക്ട്രോഫൈൽ വരികയാണെങ്കിൽ, ഇലക്ട്രോഫൈൽ ഇങ്ങനെ വരികയാണെങ്കിൽ മക്കൾ ഓടിച്ചാടി എവിടെ കയറി അറ്റാക്ക് ചെയ്യും? ഈ പറയുന്ന ഓർത്തോയിലും പാര അറ്റാക്ക് ചെയ്യും. നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? ഓർത്തോ അല്ല. അപ്പോൾ കുറച്ച് ഇലക്ട്രോഫൈൽ അടിക്കുന്ന CH3+ ആയിരിക്കും. മിഥൈൽ ഇലക്ട്രോഫൈൽ എന്നായിരിക്കും, ആൽക്കിലേഷൻ എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ഓർത്തോ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും, അല്ലെങ്കിൽ മേജർ പ്രൊഡക്റ്റ് പാര ആയിരിക്കും. സോ മിഥൈൽ ഗ്രൂപ്പ് ഇവിടെ വന്നിരിക്കും. അടുത്തത് ഓർത്തോയും പാര പ്രൊഡക്ട്സ് കിട്ടും. റെഡി? ഇതേപോലെ ഞാൻ പറഞ്ഞ NO2 ആണെങ്കിൽ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് മെറ്റാ പ്രൊഡക്ട്സ് ആണ് കിട്ടുക. മക്കളെ മനസ്സിലായോ? റെഡിയല്ലേ? ഇനി ഞാൻ പറയുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി പറഞ്ഞ സമയത്ത് ഞാൻ പറയുന്നത് ബെൻസൈൽ കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ എന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ബെൻസൈൽ കാർബോഹൈഡ്രേറ്റ് ഇസ് മോർ സ്റ്റേബിൾ, ഭയങ്കര സ്റ്റേബിൾ എന്ന് പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് ബെൻസൈൽ കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ ആകാൻ കാരണം? ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു, പോസിറ്റീവ് ചാർജിന് അളവ് കുറയുന്നതനുസരിച്ച്, പോസിറ്റീവ് ചാർജ് കുറഞ്ഞാൽ എനർജി കുറയും, സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മക്കളെ? സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ റെസണൻസ് ഉണ്ട്. റെസണൻസിൽ എഫക്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പോസിറ്റീവ് ചാർജ്, ഇവിടെ റെസണൻസ് നടക്കും. അപ്പോൾ റെസണൻസ് എങ്ങോട്ട് എടുക്കും? റെസണൻസ് ഉണ്ടാകും. റെസണൻസ് ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും മക്കളെ? റെസണൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് നടക്കും? ഇവിടെ റെസണൻസ് ഞാൻ പറഞ്ഞു, ഇവിടെ റെസണൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ റെസണൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇയാൾ ഇങ്ങോട്ട് ചാടും. അപ്പൊ അതുപോലെ ഇവിടെ പോസിറ്റീവ് ചാർജ് ആവും, ഇയാൾ ഇങ്ങോട്ട് ചാടും. അപ്പൊ ഇവിടെ റെസണൻസ് നടക്കുന്നത്, റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പൊ റെസണൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എന്ത് നടക്കും മക്കളെ? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഈ പോസിറ്റീവ് റെസണൻസ് എന്ന് പറയുമ്പോൾ എന്താ? സ്വാഭാവികമായിട്ട് അവിടെ ഇലക്ട്രോൺസ് അങ്ങോട്ട് കൊടുക്കും. ഈ പോസിറ്റീവ് ചാർജിന് അളവ് കുറയും. പോസിറ്റീവ് ചാർജിന് അളവ് കുറയുമ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സ്റ്റെബിലിറ്റി കൂടാനുള്ള കാരണം. ബെൻസൈൽ കാർബോഹൈഡ്രേറ്റ് ഇവിടെ റെസണൻസ് ഉണ്ടായതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി കൂടാനുള്ള കാരണം. ഇനി ഞാൻ പറയട്ടെ, ഇതാണ് എന്റെ കോൺസെപ്റ്റ്. അതേപോലെ നമുക്ക് പ്ലസ് ഐ ഗ്രൂപ്പുകളും അതേപോലെ പ്ലസ് എം ഗ്രൂപ്പുകളുണ്ട്. ഇത് ആരാണ് ഭയങ്കര പവർ? അത് എന്തുകൊണ്ടും പ്ലസ് എം ഗ്രൂപ്പ്. കാരണം പ്ലസ് എം ഗ്രൂപ്പ് ഡ്യൂ ടു റെസണൻസ് ആണ്. അപ്പൊ മറ്റു പ്ലസ് ഐ എന്താ? അത് ജസ്റ്റ് ഒരു ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണത്? ഒരു എഫക്റ്റ് കുറഞ്ഞ അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞാലാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. അതേപോലെ ഞാൻ പറഞ്ഞു നിങ്ങളോട് അലൈലിക് ഈസ് ഭയങ്കര സ്ട്രെങ്ത് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ കാരണം എന്താണ്? അലൈലിക്കിന് കാരണം ബിക്കോസ് നോക്കിയാൽ ഇവിടെ എന്തുണ്ട്? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പോസിറ്റീവ് ചാർജ്. ഇവിടെ എന്തുണ്ട്? റെസണൻസ് പോസിബിൾ ആയതുകൊണ്ടാണ് നടക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? റെസണൻസ് പോസിബിൾ ആണ്. ഇനി അതേപോലെ കാർബാനിയോൺ നോക്കുമ്പോൾ ഞാൻ ഫിനൈൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, കാർബാനോണും കാർബോഹൈഡ്രേറ്റും ടെർഷ്യറിയും സെക്കൻഡറിയും പ്രൈമറിയും വെച്ച് നോക്കുമ്പോൾ ഇൻവേഴ്സ് ആവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബെൻസൈൽ കാർബാനോൺ എന്താണ്? മച്ച് സ്റ്റേബിൾ. അതെന്തുകൊണ്ട്? സെയിം ഓർഡറാണ്. റീസൺ എന്താ? റീസൺ എന്ന് പറഞ്ഞ അത്രയുള്ള മക്കളെ, ഇതാണ് ബെൻസൈൽ കാർബാനോൺ എന്ന് വിചാരിക്കും. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഇയാൾ ഇങ്ങോട്ട് ചാടും. ഇവിടെ റെസണൻസ് ഉണ്ടായതുകൊണ്ട് അത് ഭയങ്കര സ്റ്റേബിൾ ആകുന്ന കാര്യം ഓർത്തിരിക്കുക. റെസണൻസ് ഉണ്ടായതുകൊണ്ട് എന്താണ്? ഭയങ്കര സ്റ്റേബിൾ ആണ്. ഇപ്പൊ ബെൻസൈൽ കാർബോഹൈഡ്രേറ്റും അതേപോലെ ബെൻസൈൽ കാർബാനിയോണും ഈസ് ഹൈലി സ്റ്റേബിൾ ഡ്യൂ ടു റെസണൻസ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എന്തുകൊണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുന്ന പോലെ ഈ കാർബാനിയോണില് ടെർഷറി കാർബാനിയോൺ ഭയങ്കര സ്റ്റെബിലിറ്റി കുറവാണ്, ടെർഷറി കാർബാനിയോൺ ഭയങ്കര സ്റ്റെബിലിറ്റി കൂടുതലാന്ന് പറഞ്ഞത്? സെയിം സാധനം കോൺസെപ്റ്റ് പറഞ്ഞുതരാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തരാന്ന് പറഞ്ഞില്ലായിരുന്നു. അതായത് മക്കളെ, ഇതാണ് നിങ്ങളുടെ ടെർഷറി കാർബാനിയോൺ എന്ന് വിചാരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചാർജിന്റെ അളവ് കുറയുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ആ നെഗറ്റീവ് ചാർജ് കുറയാണ് സ്റ്റെബിലിറ്റി കൂടുക ചെയ്യുക. ഇവിടെ എന്താണ്? നെഗറ്റീവ് ചാർജിന് അളവ് കൂടുക ചെയ്യുന്നത്. കാരണം എന്താ? ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കുന്ന ഗ്രൂപ്പുള്ളത് ഓൾറെഡി 3 ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ നെഗറ്റീവ് ചാർജിന് അളവ് കൂടും, ചാർജ് കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. അപ്പൊ ഇയാൾ എന്താ? സ്റ്റേബിളാണ്. നേരെ പക്ഷേ ഇത് കാർബോഹൈഡ്രേറ്റ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ കൊടുക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാവുക. അപ്പൊ ഇലക്ട്രോണിന്റെ പോസിറ്റീവ് ചാർജിന് അളവ് കുറയും, അപ്പൊ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ അതാണ് കോൺസെപ്റ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻട്രൻസിന് പഠിക്കുന്ന കുട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന 2 കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അസിഡിക് വേഴ്സസ് ബേസിക് സ്ട്രെങ്ത്. സ്ഥിരമായിട്ട് എക്സാമിന് എന്തെങ്കിലും ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കും. അസിഡിക് ബേസിക് സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, സിമ്പിൾ. -IO -M ഗ്രൂപ്പുകളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? അസിഡിക് സ്ട്രെങ്ത് കൂടും, അസിഡിറ്റി കൂടും, അല്ലെങ്കിൽ പറയാം അസിഡിക് സ്ട്രെങ്ത് കൂടും. +IO +M ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? ബേസിക് സ്ട്രെങ്ത്തും കൂടും. എന്ന് വെച്ചാൽ -I ഗ്രൂപ്പോ -M ഗ്രൂപ്പുകളോ ഉണ്ടെങ്കിൽ അസിഡിറ്റി കൂടുന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ തന്നെ ആരാ സ്ട്രോങ്? -M ആണ് സ്ട്രോങ്. ഇനി +IO +M ഉണ്ടെങ്കിൽ എന്ത് കൂടും? അസിഡിക് ക്യാരക്ടർ കുറയും, അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ കൂടും. ഇതാണ് കോൺസെപ്റ്റ്.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. എക്സാമ്പിൾ ആണെങ്കിൽ കാണിച്ചത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഇതിൽ ആരാണ് നിങ്ങൾ ഒരുപാട് ആൽക്കഹോളും അതേപോലെ കാർബോക്സിലിക് ആൽഡിഹൈഡിലൊക്കെ കാർബോക്സിലിക് ആസിഡിലും അമൈൻസിലൊക്കെ നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ടായിരിക്കും. ബേസിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അസിസ്റ്ററ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു സാധനം ജസ്റ്റ് ഒന്ന് കാണിച്ചത് ജസ്റ്റ് എക്സാമ്പിൾ വേണ്ടി നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന എനിക്കറിയാം. ഇതിപ്പം ലെറ്റ്സ് ഇത് ഫിനോൾ ആണെന്ന് വിചാരിക്കും. ഈ ഫിനോൾ ഒരു NO2 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഫിനോൾ എന്തുണ്ട്? ഒരു CH3 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിൽ ആരാണ് മോർ അസിഡിക്? അപ്പോൾ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ ഇവിടെ ഫിനോളും ഉണ്ട്. അപ്പോൾ A ആണോ B ആണോ C ആണോ മോർ അസിഡിക്? A or B or C. അപ്പോൾ നിങ്ങൾ പറയണം B എന്തുണ്ട്? ഒരു +I ഗ്രൂപ്പ് ഉണ്ട്. സോറി -M ഗ്രൂപ്പ് ഉണ്ട്. -M -I രണ്ടും കാണിക്കും. സോ B ഈസ് എന്താണ്? മോർ അസിഡിക് ആണ്. C എന്താ? C +I ഗ്രൂപ്പാണ്. അപ്പോൾ +I ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യും? അസിഡിക് അളവ് കുറയ്ക്കും. ഇവിടെ ഒന്നുമില്ല. അപ്പം B കണക്ട് മോർ അസിഡിക്, പിന്നെ Aക്ക്, പിന്നെ Cക്ക്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ബേസിക്കലി അറിയേണ്ടത്. മക്കളെ മനസ്സിലായോ? സെറ്റ് അല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. മക്കളെ നമുക്കിനി അടുത്തത് പറയാനുള്ളത് ഏതാ? നമ്മൾ നെക്സ്റ്റ് പറയാനുള്ളത് ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ നമ്മൾ 3 എഫക്റ്റും പറഞ്ഞു. ഇനി അടുത്ത എഫക്റ്റാണ് ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്ന കോൺസെപ്റ്റ് സിമ്പിളാണ്. അതായത് ഇതൊരു പെർമനന്റ് എഫക്റ്റ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ രണ്ടാൾക്കാരൊക്കെയായിരുന്നു. അതായത് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ വെച്ചാൽ ആരൊക്കെയാണ്? നമ്മുടെ +Iയും അതേപോലെ തന്നെ ഒരു മിനിറ്റിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അറിയാത്തവരെ നോട്ട് ചെയ്ത് വെച്ചോ. ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡക്റ്റീവ് എഫക്റ്റും അതേപോലെ തന്നെ ഇലക്ട്രോമെട്രിക് എഫക്റ്റും ഡിഫറൻസ് അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഇത് സിഗ്മ ബോണ്ട് ഷിഫ്റ്റിംഗ് ആണ്. സിഗ്മ ബോണ്ടിന്റെ ഷിഫ്റ്റിംഗ് ആണ് അല്ലേ? ഇതൊരു കാർബൺ ചെയിൻ ആണ്. അപ്പം ഷിഫ്റ്റിംഗ് മാത്രമല്ല, എന്തില്ല, ഇലക്ട്രോണെ പിടിച്ച് കൊണ്ടുപോകണമെന്നില്ല. ഇലക്ട്രോമെട്രിക് എഫക്റ്റ് പറഞ്ഞിട്ടില്ല, അവൾ പറയും. ഇലക്ട്രോമെട്രിക് എഫക്റ്റ് പറഞ്ഞിട്ടില്ല. അതായത് ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എന്താണ്? അതായത് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എന്താണ്? ഇലക്ട്രോണാണ്. നമുക്ക് പറയാം കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. അതായത് മക്കളെ ഇലക്ട്രോമെട്രിക് എഫക്റ്റ് പറയാം. എന്നിട്ട് നമുക്ക് അടുത്തിലേക്ക് പോകാം. എന്താണ് ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. അപ്പോൾ ഇലക്ട്രോമെട്രിക് എഫക്റ്റ് ആദ്യം പറയാം. ഇലക്ട്രോമെട്രിക് എഫക്റ്റ് നമുക്ക് തിക്നെസ് കൂട്ടിയേക്കാം. എല്ലാവരുടെ കൂടെ ഇല്ലേ? യെസ്. അപ്പം ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്താ? ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ മക്കളെ, അതായത് ഇറ്റ്സ് ദ ഡിഫൈൻ ആസ് എ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. അതായത് നമ്മളിവിടെ ഒരു C ഡബിൾ ബോണ്ട് C എന്ന് വിചാരിക്കും. ഒരു പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മക്കളൊക്കെ പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇവിടേക്ക് ആരാഡ് ചെയ്യാൻ പോവാണ്? ഇവിടെ ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരും. അറ്റാക്കിംഗ് റിയേജന്റ് ലെറ്റ്സ് സേ ഒരു H+ ഉണ്ട്. ഇത് അറ്റാക്കിംഗ് റിയേജന്റ് ആയിരിക്കും. അറ്റാക്കിംഗ് റിയേജന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പൈ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ആവും. അപ്പൊ എന്താണ്? പൈ ബോണ്ട്. അപ്പൊ പൈ ബോണ്ട് എന്ത് ചെയ്യും മക്കളെ? പൊട്ടും. പൈ ബോണ്ട് പൊട്ടിട്ട് എന്ത് ചെയ്യും? അവിടെ കംപ്ലീറ്റ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? അതായത് ഇങ്ങനെ പറയാം നമുക്ക്, ഡിഫൈൻ ആസ് ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എന്താണ്? ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഏത് ഇലക്ട്രോണാണ്? ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺസ്. അതുപോലെ പൈ ഇലക്ട്രോൺസ് ആണ്. അതിന് വേണ്ടി അപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ മൾട്ടിപ്പിൾ ബോൺസ്, അതായത് ഷെയർ പെയർ ഓഫ് പൈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ അറ്റാക്ക് റേഞ്ച് വരുമ്പോൾ അത് എന്ത് ചെയ്യും മക്കളെ? ട്രാൻസ്ഫർ ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് സിഗ്മയാണ്, ഇത് പയ്യ. ഇവിടെ നിന്ന് പൈ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഒന്ന് C+I മാറും. ഓക്കെ, C+I മാറും. ഓക്കെ, ആ ബോണ്ട് കൊണ്ടുപോയില്ല, അത് കൊണ്ടുപോയി, ഇലക്ട്രോൺ കൊണ്ടുപോയി. ബാക്കിയുള്ള അവിടെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഹൈഡ്രജൻ പോയി അറ്റാക്ക് ചെയ്തിരിക്കും. അപ്പോൾ C+, അപ്പോൾ ഒരു കംപ്ലീറ്റ് ഇത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് കിട്ടൂലേ? ആ നെഗറ്റീവ് ആര് പോയിരിക്കും? H+ പോയിരിക്കും. സോ ഇവിടെ H ഇരിക്കും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇത് എന്ത് എഫക്റ്റാ? ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടായില്ലേ? അപ്പോൾ എന്ത് എഫക്റ്റ്? അത് പോസിറ്റീവ് ഇലക്ട്രോമെട്രിക് എഫക്റ്റ് +C എഫക്റ്റ് എന്ന് പറയും. +C എഫക്റ്റ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ മക്കൾ. എത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്ന് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ്, പൈ ഇലക്ട്രോൺ ആണ്. ഇനി മറ്റെന്താ പ്രത്യേകത? അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന അറ്റാക്ക് റിയേജന്റ് വരികയാണ്. അറ്റാക്ക് റിയേജന്റ് ആരായിരിക്കും വരുന്നത്? അറ്റാക്ക് റിയേജന്റ് വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് അതൊരു ന്യൂക്ലിയോഫൈലുകളായിരിക്കും. അതായത് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ സിംപ്ലി അറിയിക്കുക. അതായത് നിങ്ങളൊരു അറിയിക്കുക, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന അറ്റാക്ക് റിയേജന്റ് എന്ന് പറയുന്നത് CN- ആണ്. ഇതാണ് അറ്റാക്ക് റിയേജന്റ്. അപ്പോൾ സ്വാഭാവികം തന്നെ പൊട്ടുക. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും മക്കൾ? ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആവില്ല. പോസിറ്റീവ് നെഗറ്റീവ് ആവും. ഇനി ഈ പറഞ്ഞ CN ഇവിടെ പോയി അറ്റാക്ക് ചെയ്യും, പോസിറ്റീവ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കൾ? നമുക്ക് എന്താ കിട്ടുക? നെഗറ്റീവ് ആയിട്ടുള്ള ആളെ കിട്ടുക, അല്ലെ? നെഗറ്റീവ് ആളെ കിട്ടും. യെസ്, ഇയാളെ കിട്ടും. കിട്ടത്തില്ലേ? ഇത് പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇയാളെ വിളിക്കുന്ന പേരാണെന്ത്? അങ്ങനെ കിട്ടുകയാണെങ്കിൽ -I അല്ലെങ്കിൽ -C, അതായത് മൈനസ് ഇലക്ട്രോമെട്രിക് എഫക്റ്റ്. അതായത് പൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടു ആറ്റം വിച്ച് അറ്റാക്കിംഗ് റിയേജന്റ് ഗെറ്റ് അറ്റാച്ച്. അതായത് അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാക്ക് ചെയ്യുന്ന അവിടേക്കാണ് പൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, പൈ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫർ ടു ദ ആറ്റം ടു വിച്ച് ദ അറ്റാക്കിംഗ് റിയേജന്റ് ഗെറ്റ് അറ്റാച്ച്ഡ്. അത് വളരെ പോയിന്റ് ആണ്. ഒരു മിനിറ്റ്.
ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് ഒന്നും വായിക്കണം ഒരു മിനിറ്റ്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ വായിച്ചു. അതായത് അറ്റാക്ക് റിയേജന് എവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നത്? പൈ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് കൊടുക്കുന്നത് അവിടെ പോയിട്ടാണ് ഈ കാർബൺ ആറ്റത്തിലേക്ക് പോയിട്ടാണ് അറ്റാക്ക് റിയേജൻ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മറ്റേ കാർബൺ ആറ്റത്തിന് എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് കിട്ടും. ഇനി കാരണം എന്താ? ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആകുമ്പോൾ ഇനി നിങ്ങൾ നോക്കി ഇവിടെ എന്താ? ഇവിടെ അറ്റാക്ക് റിയേജൻ എങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത്? പൈ ഇലക്ട്രോൺസ് എങ്ങോട്ടാണോ കൊടുക്കുന്നത് ആ ഇലക്ട്രോണിലല്ല, എവിടെ നിന്നാണോ കൊടുത്തത് ആ ഇലക്ട്രോൺസിലേക്കാണ് എന്ത് ചെയ്യാം? ഒന്നുകൂടി പറയാം. പൈ ഇലക്ട്രോൺസ് എങ്ങോട്ട് കൊടുത്ത് നോക്കിയേ. പൈ ഇലക്ട്രോൺസ് എങ്ങോട്ട് കൊടുത്തത്? പൈ ഇലക്ട്രോൺസ് കൊടുത്ത് നോക്കി എല്ലാവരും. ഇതാണ് ഈ ബോണ്ട് പൈ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എങ്ങോട്ട് കൊടുക്കും? ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തു, ഇയാൾക്ക് കൊടുത്തു. അപ്പൊ പൈ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് കൊടുത്തത്? ആ ഇലക്ട്രോൺസിലേക്കല്ല, ആ ആറ്റത്തിലേക്കല്ല എന്ത് പോയി അറ്റാക്ക് ചെയ്ത്? അറ്റാക്ക് ചെയ്ത് പകരം മറ്റേ ആറ്റത്തിലേക്കാണ്. സോ എന്താണ്? പൈ ഇലക്ട്രോൺസ് മൾട്ടിപ്പിൾ ബോൺസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ആറ്റം ടു വിച്ച് ദ അറ്റാക്ക് റിയേജന്റ് ഡസ് നോട്ട് ഗെറ്റ് അറ്റാച്ച്ഡ്. അറ്റാക്ക് റിയേജന്റ് അറ്റാക്ക് ചെയ്ത് പൈ ഇലക്ട്രോൺസ് എങ്ങോട്ടേ കൊടുത്ത് ആ കാർബൺ ആറ്റത്തിലേക്കല്ല, പകരം മറ്റേ ആളിലേക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതാണ് മൈനസ് സി എഫക്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, ചോദിക്കുക എക്സാമിന് വേണമെങ്കിൽ. ഓക്കെ, അപ്പം CN- വരികയാണെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആൾ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് മൈനസ് സി എഫക്റ്റും, പോസിറ്റീവ് ചാർജ് വരികയാണെങ്കിൽ അത് പ്ലസ് സി എഫക്റ്റും ആണ് ഓർത്തിരിക്കുക. അതിന്റെ അർത്ഥം അവസാനം കിട്ടുന്ന ആൾക്ക് എന്താണ്? നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, അത് മൈനസ് സി. അപ്പൊ എന്താണ് ഇൻഡക്റ്റീവും ഇലക്ട്രോണും ഡിഫറൻസ്? ഇത് സിഗ്മ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എന്താണ്? പൈ ഇലക്ട്രോൺസ് ആണ് ഓർത്തിരിക്കുക. നമുക്ക് മനസ്സിലായില്ല? ഇനി എന്താണ്? ഇത് കാർബൺ ചെയിനിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഇതെന്താ പ്രൊപ്പഗേറ്റ് ചെയ്യാം? അതേപോലെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതുപോലെ എന്താണ്? ഇത് മൾട്ടിപ്പിൾ ബോൺസിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അപ്പോൾ സിംഗിൾ ബോൺസിലൂടെയുള്ള പരിപാടിയാണെങ്കിൽ ദിസ് നോൺ ആസ് ഈ പറയുന്ന ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നും, ഡബിൾ ബോൺസ് ഉണ്ടെങ്കിൽ എന്താണ്? അത് പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്പിൾ ബോൺസ് ഉണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രോമെട്രിക് എഫക്റ്റുമാണ്. അതേപോലെ പെർമനന്റ് എഫക്റ്റ് എന്ന എക്സാം ചോദിക്കും. പെർമനന്റ് എഫക്റ്റ്. അപ്പോൾ നിങ്ങൾ പറയണം ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താ? പെർമനന്റ് എഫക്റ്റാണ്. നേരെ മറിച്ച് ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്തല്ല? പെർമനന്റ് അല്ല, എന്താണ്? ടെമ്പററി എഫക്റ്റ്. ഈ പറയുന്ന ന്യൂക്ലിയർ ഫൈൽ അറ്റാക്ക് റിയേജൻ ന്യൂക്ലിയർ ഫൈലുകൾ ഇലക്ട്രോഫൈലുകൾ വരികയാണെങ്കിൽ ഉണ്ടാകുന്നതാണ് എന്ത് മക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോമെട്രിക് എഫക്റ്റ്. ഇലക്ട്രോഫൈലാണ് വരുന്നതെങ്കിൽ ദാറ്റ് ബിക്കംസ് പ്ലസ് സി എഫക്റ്റ് എന്നും, ഈ ന്യൂക്ലിയർ ഫൈലാണ് വരുന്നതെങ്കിൽ ദാറ്റ് ബിക്കംസ് മൈനസ് സി എഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. ദാറ്റ്സ് എ തിങ്. ഓക്കെ അല്ലേ? ഇനി ഇത് പാർഷ്യലി ആണ് ചാർജ്, പാർഷ്യലി പോളറൈസ്ഡ് ഉണ്ടാവുക. ഇത് കംപ്ലീറ്റ്ലി പോളറൈസ് ചെയ്യും. അതായത് നമ്മൾ ഇലക്ട്രോഫൈലുകളാണ്, ഇലക്ട്രോമെട്രിക് എഫക്റ്റുകളാണ് അവിടെ നിന്ന് പ്ലസ് മൈനസ് എന്ന് പറയാൻ പറ്റും. അതായത് ചാർജിൽ കംപ്ലീറ്റ്ലി ചാർജ് ഉണ്ടാവും. നേരെ മറിച്ച് നമ്മളെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് ഡെൽറ്റ പോസിറ്റീവ്, ഡെൽറ്റ നെഗറ്റീവ്, പാർഷ്യൽ ചാർജുകളാണ് ഉണ്ടാവുക. ഇനി ഇവിടെ നോ അറ്റാക്ക് റിയേജൻ റിക്വയർഡ്. ഇവിടെ അറ്റാക്ക് റിയേജൻ ഒന്നും വേണ്ട, നോ അറ്റാക്കിംഗ് റിയേജൻ റിക്വയർഡ് ആണ്. പക്ഷേ ഇവിടെ എന്ത് വേണം? അറ്റാക്ക് റിയേജൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ, ഇലക്ട്രോമെട്രിക് എഫക്റ്റ് നടക്കത്തുള്ളൂ. ഇനി റെസൊണൻസ് എല്ലാവർക്കും അറിയാലോ, അത് തരുന്ന കാര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് കോൺജുഗേഷൻ. കോൺജുഗേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഏത് കോൺജുഗേഷൻ? ഹൈപ്പർ കോൺജുഗേഷൻ. ഇതിന്റെ കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഹൈപ്പർ കോൺജുഗേഷൻ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഒന്നാമതായിരുന്നു ഒരു പെർമനന്റ് എഫക്റ്റ്. 2-3 പോയിന്റ് പഠിക്കാം. പെർമനന്റ് എഫക്റ്റ്. രണ്ടാമത് ഇവിടെ എന്താ വെച്ചാൽ സിഗ്മ ഇലക്ട്രോൺസുകളാണ് എന്ത് ചെയ്യുന്നത്? അതായത് ഇങ്ങനെ അയച്ചാൽ മതി. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ആളെ വരയ്ക്കാൻ പോകും. ആരാണ്? CH3 CH2+. അത് വരയ്ക്കാൻ പോവാണ്. ബേസിക്കലി നിങ്ങൾ അറിയേണ്ടത് എൻട്രൻസിന് പഠിക്കുന്ന കുട്ടി അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അത് ഇപ്പോൾ സ്ട്രക്ചറും കാര്യമൊന്നും വേണ്ട. ഹൈപ്പർ കോൺജുഗേഷൻ എന്താണെന്ന് അറിയുമ്പോൾ നിങ്ങൾ പെർമനന്റ് എഫക്റ്റ് ആണ് എന്നുള്ള ഒരു പോയിന്റ് പഠിച്ചത്. പെർമനന്റ് എഫക്റ്റ് ആണ്. പെർമനന്റ് എഫക്റ്റ് ഒന്നാമത്തെ കാര്യം, അത് പഠിച്ചല്ലോ നിങ്ങൾ. ഇനി നിങ്ങൾ എന്താണ് എൻട്രൻസ് എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്നത്. ഇനി ഇവിടെ ആൽഫ, ഈ ഹൈപ്പർ കോൺജുഗേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ആൽഫ ഹൈഡ്രജൻ ആണ്. ആരാണ്? ആൽഫ ഹൈഡ്രജൻ. പിന്നെ ഡബിൾ ബോണ്ട് കാർബണത്തിനാണ്. അതായത് ഇങ്ങനെ പറയാം നമുക്ക്, ആൽഫ ഹൈഡ്രജൻ ആണ് ഇത് പറയുന്നത്. ഇനി എവിടെയാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ ഉപയോഗിക്കുന്നത്? സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻ. ആൽക്കീനെ സ്റ്റെബിലിറ്റി നോക്കാൻ വേണ്ടി നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ ഉപയോഗിക്കും. അത് നിങ്ങൾ സായിസഫ്ലൂൾ ഒക്കെ പറയുന്നില്ലേ? സായിസഫ്ലൂൾ ഒക്കെ ആക്ച്വലി എന്താണ്? ഹൈപ്പർ കോൺജുഗേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പം ആൽക്കീനെ സ്റ്റെബിലിറ്റി നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈപ്പർ കോൺജുഗേഷൻ ഉപയോഗിക്കുന്നു. ഹൈപ്പർ കോൺജുഗേഷൻ നോക്കുന്നത് ആൽഫ ഹൈഡ്രജൻ വെച്ചിട്ടാണ്. ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും മക്കളെ? ഹൈപ്പർ കോൺജുഗേഷന്റെ സ്റ്റെബിലിറ്റി കൂടും. ഇതാണ് കോൺസെപ്റ്റ്. അപ്പൊ ആൽക്കീനെ സ്റ്റെബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ഹൈപ്പർ കോൺജുഗേഷൻ നോക്കും. നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും മക്കളെ? ആൽക്കീന്റെ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? NCERT ഒന്ന് വരാം. NCERT നമ്മൾ വരുന്ന സമയത്ത് മക്കളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, എല്ലാവരും NCERT ഒന്ന് വരെ. NCERT തിരിച്ചു പോവാ. യെസ്, ഇതാണ് NCERT കാര്യം. NCERT കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ജസ്റ്റ് നോക്കിയേക്കാം. നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാം. ഹൈപ്പർ കോൺജുഗേഷന്റെ 2-3 സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ അല്ലേ? വാ നോക്ക്. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ it involves delocalization of sigma electrons of CH bond. CH ബോണ്ടിലുള്ള സിഗ്മ ഇലക്ട്രോൺ ഡീലോക്കലൈസ് ചെയ്യുന്നു. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച് ആറ്റം ഓഫ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം
ഓർ an atom with an unshaded p orbital. അപ്പോൾ അൺഷെയ്ഡ് p orbital എന്ന് വിചാരിക്കും. ഇതെന്താ മക്കളെ? ഇത് ഞാൻ വരയ്ക്കുന്നത് ഇപ്പം കാണിക്കുന്നത് CH2 എന്നുള്ള ആളാണ്. അതായത് അതിനർത്ഥം ഇങ്ങനെയാണ്. CH3 ഹൈഡ്രജൻ ആണ്, H. ഇനി അടുത്ത് എന്താ മക്കളെ? ഇവിടെ ഒരു ഓർബിറ്റൽ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഇങ്ങനെയുണ്ട്. അതായത് കാർബണിന്റെ വാലൻസി 4. ഇവിടെ ഒരാൾ അൺഷെയ്ഡ് ആയി കിടക്കാണ്. ഇതൊരു അൺഷെയ്ഡ് p orbital ഉണ്ട്. അപ്പൊ ഇതെന്താണ്? എം ടി ആയിട്ടുള്ള എന്താ മക്കളെ? എം ടി ആയിട്ടുള്ള എന്താണ്? 2p, അതായത് എം ടി ആയിട്ടുള്ള ഒരു 2p ഓർബിറ്റലാണ്. ഒരു അൺഷെയ്ഡ് p orbital ഉണ്ട്, അൺഷെയ്ഡ് p orbital. അപ്പൊ ഈ അൺഷെയ്ഡ് p orbital എന്ത് ചെയ്യും മക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും വായിച്ച് ഇതാ sigma electrons of CH bond of the alkyl group enter in the partial conjugation with the attachment of unsaturated system with the unshaded p orbital. അപ്പം ഹൈപ്പർ കോഞ്ചേഷൻ പെർമനന്റ് എഫക്ട് മക്കൾ ഒന്നുമില്ലടാ. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ എന്തുണ്ട്? എം ടി p orbital ഇല്ലേ? എം ടി p orbital ഉണ്ട്. ആ എം ടി p orbitalലേക്കുള്ള എന്താണ് ആക്ച്വലി? എം ടി p orbital ഉണ്ട്. ആ എം ടി p orbitalലേക്കുള്ള നോക്കി എല്ലാവരും വായിക്കും. സിഗ്മ ഇലക്ട്രോൺ CH ബോണ്ട് ആക്കി എൻ്റർ ചെയ്തിട്ട് അപ്പോൾ സിഗ്മ ഇലക്ട്രോൺസിനെ ഈ പറയുന്ന അൺസാച്ചുറേറ്റഡ് ആയ p orbitalലേക്ക് എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ അൺഷെയ്ഡ് p orbital കൊടുക്കുന്ന പരിപാടി. ആ ഒരു എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈപ്പർ കോഞ്ചേഷൻ എന്ന് പറഞ്ഞത്. ഹൈപ്പർ കോഞ്ചേഷൻ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടയിൽ NCERT അല്ലെങ്കിൽ എൻട്രൻസിന് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തോന്നിയിരിക്കരുത്. സിഗ്മ ഇലക്ട്രോൺ CH ബോണ്ട് ഒന്ന് വായിക്കാം മക്കളെ. സിഗ്മ ഇലക്ട്രോൺസ് CH ബോണ്ട് ഓഫ് ദ ആൽക്കിൽ ഗ്രൂപ്പ് എൻ്റർ ഇൻ ദ പാർഷ്യൽ കോഞ്ചുഗേഷൻ ആണ്. പാർഷ്യൽ കോഞ്ചുഗേഷൻ വിത്ത് അറ്റാച്ച്ഡ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ഓഫ് ദി ഓർ വിത്ത് ദ അൺഷെയ്ഡ് p. നിങ്ങൾ ആലോചിച്ചാൽ ഒരു അൺഷെയ്ഡ് p orbital ഉണ്ടെങ്കിൽ ആ അൺഷെയ്ഡ് p orbitalലേക്ക് എന്ത് ചെയ്യാണ്? സിഗ്മ ഇലക്ട്രോൺ ഓഫ് CH ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഇലക്ട്രോണിനെ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന എഫക്റ്റ് വിളിക്കുന്ന ഹൈപ്പർ കോഞ്ചേഷൻ വിളിക്കുന്നത്. ഓക്കെ, അതൊരു പെർമനന്റ് എഫക്റ്റ് ആണ്. എന്താണ് ഒരു പെർമനന്റ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ. ഇതെന്താ സാധനം? ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഈ സാധനം എന്ന് പറഞ്ഞാൽ CH2 പ്ലസ് എന്ന. അപ്പൊ അതിനർത്ഥം ഇവിടെ ഒരു അൺഷെയ്ഡ് p orbital ഉണ്ടാവും. ഒരു അൺഷെയ്ഡ് p orbital. അപ്പൊ ഇവിടെ CH ബോണ്ട് ഇല്ലേ? CH ബോണ്ട് ഉണ്ട്. CH ബോണ്ട് ഉണ്ട്. അപ്പൊ CH ബോണ്ട് സിഗ്മ ഇലക്ട്രോൺ ഉണ്ടാവില്ലേ? സിഗ്മ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ സിഗ്മ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും മക്കളെ? ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കും, p orbital കൊടുക്കും. അപ്പൊ p orbital അൺഷെയ്ഡ് ആയുള്ള p orbital സിഗ്മ ഇലക്ട്രോൺസ് കൊടുക്കുന്ന പരിപാടിയാണ് ആക്ച്വലി ഈ പറയുന്ന ഹൈപ്പർ കോഞ്ചേഷൻ എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ കോഞ്ചേഷൻ സ്റ്റെബിലിറ്റി ഈസ് ഡിപ്പെൻഡ് അപ്പോൺ എന്താണ്? ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും മക്കളെ? ഈ ഹൈപ്പർ കോഞ്ചേഷൻ എണ്ണം കൂടും. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? അപ്പൊ ഈ പറഞ്ഞ ഇലക്ട്രോണുകൾ എങ്ങോട്ട് കൊടുക്കും? ഇലക്ട്രോണുകൾ ഈ അൺഷെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഷെയ്ഡ് ആയിട്ട് കാണപ്പെടുന്ന p orbital കൊടുക്കും. ഇതാണ് അൺഷെയ്ഡ് p orbital. അതിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണുകൾ കൊടുക്കും. അതാണ് ആക്ച്വലി എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന സിഗ്മ ഇലക്ട്രോണുകൾ കൊടുക്കുന്ന പരിപാടിയാണ്. എവിടേക്ക്? അൺഷെയ്ഡ് p orbitalലേക്ക്. മനസ്സിലായോ? അതാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ നോൺ ബോണ്ട് റെസൊണൻസ് പറയും. കാരണം എന്താ വെച്ചാൽ മക്കളെ ഇവിടെ കണ്ടില്ലേ ബോണ്ട് ഇല്ലാതെ കാണുന്നത്? അതായത് ഇങ്ങനെ റെസൊണൻസ് എടുക്കും. അതായത് ഇവിടെ എന്ത് ചെയ്യും മക്കളെ? ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാൽ ആലോചിച്ച് ഞാൻ വരച്ച് കാണിച്ചു തരാം മക്കളെ. വരച്ച് കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇതാണ് ഞാൻ ആദ്യം കാണിക്കുന്ന ആള്. CH ഇതാണ് ആദ്യം കാണിക്കുന്ന ആൾ. റെഡി അല്ലേ? ഇയാൾ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ പോലെ എന്താണ് സംഭവമാണ്? നമ്മുടെ നടക്കാൻ പോവാണ്? റെസൊണൻസ് അല്ലെങ്കിൽ ഈ ഹൈപ്പർ കോഞ്ചേഷൻ നടക്കാൻ പോവാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ CH ബോണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും മക്കളെ? ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കും. ഈ പറഞ്ഞിരിക്കുന്ന കാർബണത്തിലേക്ക് കൊടുക്കും. ആ കാർബണത്തിൽ അൺപെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഷെയ്ഡ് ആയിട്ടുള്ള p orbital ഉണ്ട്. ഓക്കെ അല്ലേ? അൺപെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഷെയ്ഡ് ആയിട്ടുള്ള p orbital ഉണ്ട്. അപ്പൊ അവിടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എം ടി p orbital ആണ്. എം ടി 2p orbital ആണ്. അപ്പൊ എന്ത് സംഭവിക്കും മക്കളെ? ഈ പറഞ്ഞ ബോണ്ട് ഇലക്ട്രോൺ അല്ല കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ H+ ഉണ്ട്. ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ അങ്ങോട്ട് പോകും. H+ പുറത്ത് നിൽക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇലക്ട്രോണോട് പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടും. അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പം ഇവിടുത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി. അപ്പൊ എന്താ സംഭവിക്കും മക്കളെ? ഇവിടെ കാർബൺ CH ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. CH എന്ന് കിട്ടും. ഇനി ഇവിടെ ഹൈഡ്രജനാണ് പുറത്തേക്ക് നിൽക്കുക. H+ ആയിട്ട് നിൽക്കും. H+ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യുക. ആരായി നിൽക്കും? H+ ആയിട്ട് നിൽക്കും. നോക്കിയേ. അങ്ങനെ എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും? ഇവിടുത്തെ 3 ഹൈഡ്രജൻ അല്ലേ? ആ 3 ഹൈഡ്രജൻ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എത്ര സ്ട്രക്ചർ കിട്ടും? 3 സ്ട്രക്ചർ കിട്ടും. ഒന്ന് ഈ സ്ട്രക്ചർ. അപ്പം നമുക്ക് 3 ടൈപ്പ് ഹൈപ്പർ കോഞ്ചേഷൻ സ്ട്രക്ചർ കിട്ടും. എന്തുകൊണ്ട്? റീസൺ ബിക്കോസ് അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഈ കാണപ്പെടുന്ന ആൾ 3 ഹൈഡ്രജൻ വിളിക്കുന്നത് എന്താ? അത് ആൽഫ ഹൈഡ്രജൻ ആണ്. ഇതൊരു ആൽഫ ഹൈഡ്രജൻ ആണ്. സോ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും മക്കളെ? നമുക്ക് ഹൈപ്പർ കോഞ്ചേഷൻ സ്ട്രക്ചർ കൂടും. അപ്പൊ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ ഇതെന്താ? അതൊരു ഹൈപ്പർ കോഞ്ചേഷൻ സ്ട്രക്ചർ ആണ്. ഇത് അടുത്തൊരു ഹൈപ്പർ കോഞ്ചേഷൻ സ്ട്രക്ചർ ആണ്. മനസ്സിലായോ മക്കളെ?
മനസ്സിലായോ? അപ്പം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? സിംപ്ലി പറയണം, വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ സിഗ്മ ബോണ്ടിലെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? നമ്മുടെ തൊട്ടടുത്തുള്ള അൺഷെയർഡ് അല്ലെ എംപ്റ്റി പി ഓർബിറ്റിലേക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. അത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ H+ ഫോം ചെയ്യും. അപ്പോൾ H+ ഇങ്ങനെ ഈ പറഞ്ഞ എയറിൽ ഇങ്ങനെ നിൽക്കും. അതിന്റെ അർത്ഥം മക്കൾ എന്താ? ഇതൊരു നോൺ ബോണ്ടിലെ റെസൊണൻസ് പോലെയാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട് ഈസ് ഓൾസോ നോൺ ആസ് നോൺ ബോണ്ട് റെസൊണൻസ് അല്ലെങ്കിൽ നെതാൻ എഫക്ട് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നോൺ ബോണ്ട് റെസൊണൻസ് എന്താണ്, ഹൈപ്പർ കോൺജുഗേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അപ്പൊ അത്രയുമാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ സെക്ടറിന് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റെബിലിറ്റി നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൈപ്പർ കോൺജുഗേഷൻ കൂടുമ്പോൾ ഇത്രയുള്ള കാര്യം, നമ്മൾ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ കോൺജുഗേഷൻ സ്റ്റെബിലിറ്റി കൂടുന്നു. ദാറ്റ്സ് എ തിങ്. അത്രയേ ഉള്ളൂ നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ പറയാനുള്ളത്. നമുക്കിനി പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഹൈഡ്രോ കാർബൺസിലാണ് ആക്ച്വലി പഠിക്കുന്നെങ്കിലും അതിൻ്റെ ബേസ് നമ്മൾ മെക്കാനിസത്തിന് പറയാൻ പോവാണ്. സോ അതെന്ന് പറഞ്ഞാൽ ഹക്കൽ സ്റ്റൂളാണ്, അരോമാറ്റിസിറ്റി. അതായത് മക്കളെ അരോമാറ്റിസിറ്റിയാണ് പറയാൻ പോകുന്നത്. അരോമാറ്റിസിറ്റി അതായത് നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലയോ തീരുമാനിക്കുന്നത് ബേസ്ഡ് ഓൺ ഹക്കൽ സ്റ്റൂളാണ്. അപ്പോൾ അരോമാറ്റിസിറ്റി എന്ന് പറയുന്നു. ആ റൂളിൻ്റെ പേരെന്താണ്? ആ റൂളിൻ്റെ പേര് എല്ലാവർക്കും അറിഞ്ഞു. പ്ലസ് വൺ എക്സാമിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ബോർഡ് എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമായിരിക്കും. എനിവേ, നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്തറിയണം എന്നുള്ള കാര്യം ആദ്യം പറയാം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് മാത്രം മതി, കുറച്ച് കാര്യം മാത്രം മതി, കുറേയൊന്നും വേണ്ട. ബേസിക്കലി അരോമാറ്റിസിറ്റി ഹക്കൽ സ്റ്റൂൾ പറഞ്ഞ 4 കാര്യങ്ങളാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. 4 കാര്യങ്ങൾ. എന്താണ് 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞത്? ഒന്ന്, ആ ഒരു കോമ്പൗണ്ട് നമ്മൾ തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ട് എക്സാമിന് എന്താ ചോദിക്കുക? നിങ്ങൾ ബോർഡ് നീറ്റ് എക്സാം ചോദിക്കാൻ പോകുന്നത് ഒരു കോമ്പൗണ്ട് തന്നിട്ട് അരോമാറ്റിക് ആണോ അല്ലയോ എന്നാണ് ചോദിക്കാൻ പോകുന്നത്. അല്ലാതെ എന്തെങ്കിലും അതിൻ്റെ കഥകൾ എഴുതാനൊന്നും ഉണ്ടാവില്ല. എനിവേ, ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കോമ്പൗണ്ട് എന്തായിരിക്കണം? ആദ്യം സൈക്ലിക് ആയിരിക്കണം. ലീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് നടക്കൂല? ഈ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള അരോമാറ്റിസിറ്റി ഒന്നുമില്ല. സൈക്ലിക് ആവുന്നതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? സൈക്ലിക് ആവുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അതെന്തായിരിക്കണം? പ്ലനാർ ആയിരിക്കണം. പ്ലനാർ എന്താ? പ്ലനാർ എന്ന് പറയുന്നത് പ്ലെയിനിലുള്ള ആളായിരിക്കണം. വിച്ച് മീൻസ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കണം മക്കളെ? sp2 ആയിരിക്കണം. എന്തായിരിക്കണം? sp2 ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? സൈക്ലിക് ആയിരിക്കണം. രണ്ടാമത്തെ എന്താണ്? പ്ലനാർ ആയിരിക്കണം. ഇനി sp3 ഹൈബ്രിഡൈസേഷൻ ഉള്ള ആളാണെന്ന് വിചാരിക്കും. അപ്പൊ എന്താവും? അത് ടെട്രാഹൈഡ്രലാകും. എന്താണ്? ജിയോമെട്രി മാറി അല്ലേ? അതിന്റെ ജിയോമെട്രി മാറി. അപ്പം അതിന്റെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് എന്താവില്ല? അരോമാറ്റിക് ആവത്തില്ല. അരോമാറ്റിക് ആണ് ഒന്നാമത്തെ, സൈക്ലിക് ആവണം. രണ്ടാമത് പ്ലനാർ ആയിരിക്കണം. മൂന്നാമത്തെ എന്താണ്? ഷുഡ് കണ്ടെയ്ൻ എന്ത് കാണണം മക്കളെ? ഈ ഷുഡ് കണ്ടെയ്ൻ കോൺജുഗേറ്റഡ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതായത് കോൺജുഗേറ്റ് സിസ്റ്റം എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി ഇന്നലെ റെഫറൻസ് എടുത്തും പറഞ്ഞായിരുന്നു. ഈ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഇതൊരു കോൺജുഗേറ്റ് സിസ്റ്റമാണ്. ഇതെന്താ? കോൺജുഗേറ്റ് സിസ്റ്റമാണ്. അതേപോലെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, നെഗറ്റീവ് ചാർജ്, ഇതൊരു കോൺജുഗേറ്റ് സിസ്റ്റമാണ്. അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പോസിറ്റീവ് ചാർജ്, ഇതൊരു കോൺജുഗേറ്റ് സിസ്റ്റമാണ്. അങ്ങനെ കോൺജുഗേറ്റ് സിസ്റ്റം ഉണ്ടാവുമ്പോഴാണ് റെസൊണൻസ് പോസിബിലിറ്റി ഇല്ലേ? റെസൊണൻസ് എടുക്കുക. അപ്പോൾ റെസൊണൻസ് പോലെയുള്ള സംഭവം നടക്കണം. അതായത് കോൺജുഗേറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. എന്തുണ്ടായിരിക്കണം? കോൺജുഗേറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പം ഈ കോൺജുഗേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ എന്നുള്ള സാധ്യത ഉണ്ട്? അവിടെ അരോമാറ്റിക് ആവാൻ സാധ്യത ഉണ്ട്. ഇതൊന്നും പോരാ. ഈ 3 സാധനം ഉണ്ടെങ്കിലും ഇവിടെ 4ാമത്തെ ഒരു സംഭവം കൂടി ഉണ്ട്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് 4n+2 പൈ ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. അപ്പം ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബാക്കി 3 സാറ്റിസ്ഫൈ ആയാലും ബാക്കി 3 ഓക്കെ ആയാലും മക്കളെ, ബാക്കി 3 ഓക്കെ എന്ന് വിചാരിക്കും. പക്ഷേ ഈ 4n+2 പൈ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ എന്താവില്ല? ദാറ്റ് കോമ്പൗണ്ട് ഷുഡ് നോട്ട്, അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്താവില്ല? അരോമാറ്റിക് ആവത്തില്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ n-ന് 0 1 കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും വാല്യൂ കിട്ടാം? n-ന് 0 കൊടുക്കുകയാണെങ്കിൽ വാല്യൂ വിൽ ബി എന്തെങ്കിലും 2 പൈ ഇലക്ട്രോൺസ്, പിന്നെയോ എന്തുണ്ടാവും? 6 പൈ ഇലക്ട്രോൺസ്, 10 പൈ ഇലക്ട്രോൺസ്, പിന്നെ 14 പൈ ഇലക്ട്രോൺസ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇതിലെ പൈ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ഈ 2, 6, 10, 14 എന്ന രൂപത്തിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത്? അരോമാറ്റിസിറ്റി ഹക്കൽ സ്റ്റൂൾ പറയുന്നത്. അരോമാറ്റിക് കോമ്പൗണ്ട് ആവാൻ വേണ്ട ക്രൈറ്റീരിയകൾ എന്താണെന്ന് ചോദിച്ചാൽ സൈക്ലിക് ആയിരിക്കും. ഷുഡ് ബി സൈക്ലിക്, ഇറ്റ് ഷുഡ് ബി പ്ലനാർ, ഇറ്റ് ഷുഡ് ബി കോൺജുഗേറ്റഡ് ആൻഡ് ഷുഡ് ബി കണ്ടെയ്ൻ 4n+2 പൈ ഇലക്ട്രോൺസ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് ബെൻസീൻ. എക്സാം ചോദിക്കാം, ബെൻസീൻ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? അപ്പോൾ ബെൻസീൻ സ്ട്രക്ചർ എങ്ങനെ അറിയോ? അപ്പോൾ 4n+2 പൈ ഇലക്ട്രോൺസിന് ബെൻസീൻ n വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ. ഒരു ചോദ്യം വന്നെന്ന് വിചാരിക്കും, ജസ്റ്റ് അസ്യൂം. അല്ലെങ്കിൽ ബെൻസീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ബെൻസീൻ എന്ന് പറയുന്നത്. ബെൻസീൻ ഇതാണെന്ത്? ഇത് പൈ ഇലക്ട്രോണാ? പൈ ഇലക്ട്രോൺസാ. എത്ര പൈ ഇലക്ട്രോൺ ഉണ്ട്? ഒരു ബോണ്ട് ഉണ്ടാക്കുന്ന 2 പൈ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 2, 4, 6. സോ പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം ഈസ് ഈക്വൽ ടു 6 എന്ന. സോ നമുക്കറിയാം 4n+2 ഈക്വൽ ടു 6 എന്ന. സോ 4n ഈസ് ഈക്വൽ ടു 4 എന്ന, n ഈസ് ഈക്വൽ ടു 1 എന്ന. സോ ബെൻസീൻ n വാല്യൂ ഇത്രയും 1 ആണ്. സിമ്പിൾ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു അഡീഷണൽ നോളജ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേടാ കുഞ്ഞുങ്ങളെ? സെറ്റല്ലേ? യെസ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്ട്രക്ചേഴ്സ്, ഏതൊക്കെ ആൾക്കാരാണ് അരോമാറ്റിക് കോമ്പൗണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ബേസിക്കലി ഇതൊക്കെ എളുപ്പമാണ്, എന്നിരുന്നാലും ഒന്ന് രണ്ട് സാധനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ നിങ്ങൾ കാണുമ്പോൾ കുറേ സ്ട്രക്ചറെ കാണുമ്പോൾ പേടിച്ചുകൊണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുന്നത് ബെൻസീൻ റിങ്ങിനെ കാണിച്ചു തരാം. ബെൻസീൻ റിംഗ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാതെ അരോമാറ്റിക് കോമ്പൗണ്ട്, അത് ബെൻസീൻ അരോമാറ്റിക്കാണ്. സോ ബെൻസീൻ എന്താണ്? ഇസ് അരോമാറ്റിക് കോമ്പൗണ്ട്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ടിക്കിട്ടു. ഇനി അടുത്ത ഒരു അരോമാറ്റിക് ഒരു വെറൈറ്റി ആളെ കാണിച്ചു തരാം. ഒരു വെറൈറ്റി, നിങ്ങൾക്ക് ഇങ്ങനത്തെ ആൾക്കാരല്ലേ ആവശ്യം? യെസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ആൾക്കാരാണ് ആവശ്യം ഉണ്ടാവുക. സോ ഞാൻ എന്ത് ചെയ്യാം, അതാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നീറ്റ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ആൾക്കാരെയാണ്. ഇപ്പോൾ നെഗറ്റീവ് ചാർജ് ഉണ്ട്. നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ലോൺ പെർ ഇലക്ട്രോണാണ്. രണ്ട് ലോൺ പെർ ഇലക്ട്രോൺസുകളുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ഇയാൾ അരോമാറ്റിക് ആണോ അല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. ഇയാൾ അരോമാറ്റിക് ആണോ അല്ലയോ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ നോക്കാം? ഇത് സൈക്ലിക് ആണല്ലോ, സൈക്കിളാണല്ലോ, ലീനിയർ അല്ല, അപ്പോൾ സൈക്ലിക് ആണ്. അപ്പോൾ നമ്മൾ ആ റൂളുകൾ നോക്കണം. അത് സൈക്ലിക് ആണ്. ഓക്കെ ഫൈൻ, ഒന്നാമത്തെ കാര്യം ശരിയായിട്ടുണ്ട്. ഇനി ഇത് പ്ലനാർ ആണോ? പ്ലനാർ ആണ്. കാരണം എന്താ? ഇതിൻ്റെ അകത്ത് ഇത് sp2 ആണ്, ഇത് sp2 ആണ്, ഇത് sp2 ആണ്, ഇത് sp2 ആണ്, ഇത് sp2 ആണ്. എല്ലാം sp2 കാർബണാറ്റമാണ്. സോ എല്ലാം sp2 കാർബണാറ്റം ആയതുകൊണ്ട് എന്താണ്? ദാറ്റ് ഷുഡ് ബി പ്ലനാർ ആണ്. ഇത് പ്ലനാർ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ഉണ്ടാണെന്ന. കോൺജുഗേറ്റ് സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞത് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ലോൺ പെയർ ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ്, സിംഗിൾ ബോണ്ട്, അല്ലേ? ഓക്കെ, അപ്പം ഈ നെഗറ്റീവ് ചാർജ് ഞാൻ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ചാർജിന് പകരം ഇവിടെ ഈ നെഗറ്റീവ് ചാർജിന് എന്തായാലും മതി, ലോൺ പെയർ ഇലക്ട്രോൺ ആയാലും മതി. ഓക്കെ, അപ്പോഴും നടക്കും. അപ്പോഴും നമ്മുടെ പറഞ്ഞിരിക്കുന്ന കോൺജുഗേറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും, ആ പരിപാടി നടക്കും, റെസൊണൻസ് നടക്കും. സോ എന്താണ്? ദാറ്റ് ഷുഡ് ബി കോൺജുഗേറ്റഡ്. അപ്പോൾ അതും ഒക്കെയാണ്, കോൺജുഗേറ്റഡ് ആണ്, അതും ഒക്കെയാണ്. ഇനി നിങ്ങൾ നോക്കുന്നത് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാണ്. 4n+2 പൈ ഇലക്ട്രോൺസ് നോക്കുമ്പോൾ 4n+2 പൈ ഉണ്ടോ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഓൾറെഡി ഒരു ബോണ്ട് ഉണ്ട്. ഇപ്പോൾ 2 ഇലക്ട്രോണായി, 4 ഇലക്ട്രോണായി. ഇനി നിങ്ങൾ 4 ഇലക്ട്രോണേ ഉള്ളൂ എന്ന് കരുതി ഇത് കോൺജുഗേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഈ 4n+2 പൈ ഇലക്ട്രോൺസ് സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ അരോമാറ്റിക് അല്ല എന്ന് പറയരുത്. ബിക്കോസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതാണ് നിങ്ങളെ തെറ്റിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ്. ഇവിടെ 2 ഇലക്ട്രോൺസുകളില്ലേ? പൈ ഇലക്ട്രോൺസ് ഇല്ലേ? 2 ഇലക്ട്രോൺസ് ഇല്ലേ? അല്ലെങ്കിൽ ഇവിടെ 2 എന്തുണ്ട്? ലോൺ പെയർ ഇലക്ട്രോൺസ് ഇല്ലേ? ഉണ്ട്. ഈ 2 ലോൺ പെയർ ഇലക്ട്രോൺസ് ഇവിടെ റെസൊണൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പങ്കെടുക്കുന്നുണ്ട്. കാരണം ഇവിടെ റെസൊണൻസ് നടക്കും, കാരണം അവിടെ കോൺജുഗേറ്റ് സിസ്റ്റം ഉണ്ടായതുകൊണ്ട്. സോ ഈ 2 ഇലക്ട്രോൺസിനെ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. സോ മൊത്തം 6 ഇലക്ട്രോൺസ് ഉണ്ടാകും. അപ്പോൾ എന്താണ് മക്കൾ? 4n+2 പൈ ഇലക്ട്രോൺ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെന്താണ് മക്കൾ? അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അരോമാറ്റിക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ. ഓക്കെ, ദാറ്റ്സ് എ തിങ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു സാധനം കാണിച്ചത് നിങ്ങൾക്ക്. അപ്പോൾ ഇയാളുടെ പേരെന്താ? ഇയാളുടെ പേരാണ് മൊത്തം എത്ര കാർബണാറ്റം? 5 കാർബണാറ്റം. സൈക്ലിക് ആണ്, സൈക്ലോപെൻറ്റ ആണ്. പിന്നെ 2 ഇനൽ ഗ്രൂപ്പുകളുണ്ട്. സോ സൈക്ലോപെൻറ്റ ഡൈഇനൈൽ. എന്താണ് ഇയാൾ? ആനിയോൺ ആണ്. സൈക്ലോപെൻറ്റ ഡൈഇനൽ ആനിയോൺ എന്നാണ് ഇയാളെ പേര് വിളിക്കുക. റെഡിയല്ലേ, സെറ്റ് അല്ലേ? യെസ്. ഇനി ഇതേപോലെ ഒരു മറ്റൊരു കോമ്പൗണ്ട് കാണിച്ചതെങ്കിൽ വെറൈറ്റി NCERT ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? NCERT ഉള്ള ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് എഴുതി കാണിച്ചിരുന്നത്. കാരണം ബിക്കോസ് അത് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നീറ്റ് എക്സാമിന് എടുത്ത് ചോദിക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ടില്ല എന്നുള്ളത് പറയരുത്. ഓക്കെ, അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മക്കളെ. ഓക്കെ, മൊത്തം എത്ര കാർബണാറ്റം ഉണ്ട്? സൈക്ലോ 1 2 3 4 5 6 7 എണ്ണം. കറക്റ്റ്. ഇവിടെ ഒരു ബോണ്ട് കൊടുത്തു ഞാൻ, ഇവിടെ ഒരു ബോണ്ട് കൊടുത്തു. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താണ് ഇയാളുടെ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. എന്താണ് ഇയാളുടെ അവസ്ഥ? ഇയാൾ സൈക്ലിക് ആണോ പ്ലനാർ ആണോ? ഇയാൾ സൈക്ലിക് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നതായിരിക്കും. ഇയാളുടെ പേര് എന്ന് പറഞ്ഞാൽ 7 കാർബൺ സൈക്ലോ ഹെപ്റ്റ 3 ഈൻ, ഇപ്പോൾ ട്രൈ ഈനായിൽ കാറ്റിയോൺ എന്ന് പറയാം. കാറ്റിയോൺ, ഇതാണ് ഇയാളുടെ പേര്. ഓക്കെ ഫൈൻ. ഇയാളുടെ പേരൊക്കെ ഇട്ട് ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇയാൾ എനിക്ക് എന്തിട്ടണം? ഇയാൾ അരോമാറ്റിക് ആണല്ലോ എന്ന് അറിയണം. അപ്പോൾ സിമ്പിളാണ് കാര്യങ്ങൾ. ആദ്യം ഞാൻ നോക്കുന്നു സൈക്ലിക് ആണോ എന്നുള്ളത്. ഈ സൈക്ലിക് ആണ്, റിംഗ് പോലെ സ്ട്രക്ചറൊക്കെയാണ്, ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? പ്ലനാർ ആണോ എന്നുള്ളതാണ്. എല്ലാ കാർബണാറ്റും എന്താണ്? sp2 ആണ്. sp2 ആണ്. അപ്പോൾ അതെന്താണ്? ഷുഡ് ബി പ്ലനാർ ആണ്. മൂന്നാമത് കോൺജുഗേറ്റഡ് ഉണ്ടോ? കോൺജുഗേറ്റഡ് ഉണ്ടോ? യെസ്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പോസിറ്റീവ് ചാർജ്. യെസ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്ന? കോൺജുഗേറ്റ് സിസ്റ്റം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ എന്താണ്? അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത് നോക്കേണ്ടത് എന്താണ് നമുക്ക്? നെക്സ്റ്റ് നോക്കേണ്ടത് അത് എന്തുണ്ട്? 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടോ നോക്കണം. 4n+2 പൈ ഇലക്ട്രോൺസ് നമ്മൾ നോക്കുന്ന സമയത്ത് മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നത് 2 4 6 നമ്മുടെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഒന്നുമില്ല. സോ 6 പൈ ഇലക്ട്രോൺസുകളുണ്ട്. സോ എന്താണ്? അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതെന്താണ് മക്കളെ? ഇതൊരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഇതേപോലെയുള്ള കുറച്ച് സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോപ്പിക് വൈൻഡപ്പ് ചെയ്യണം. ലെറ്റ്സ് ഞാൻ പറയുകയാണെങ്കിൽ നാഫ്തലിൻ എന്ന് പറഞ്ഞാൽ 2 ബെൻസീൻ റിങ്ങുകൾ എന്ത് ചെയ്തതാണ്? അടുപ്പിച്ച് വെച്ചാണ് നാഫ്തലിൻ എന്ന് പറയുന്നത്. 2 ബെൻസീൻ റിങ്ങുകൾ അടുപ്പിച്ച് വെച്ചാൽ എന്ത് നാഫ്തലിനായി മാറി.
ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നാഫ്തലീനാണ്. ഇതാണ് ഇവിടെ ബോണ്ടില്ല കേട്ടോ, ഇവിടെ ബോണ്ട് ഉണ്ടാവില്ല. കാരണം എന്താ, കാർബണിന്റെ ബാലൻസ് 4. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് തെറ്റിക്കരുത്. അവിടെ കൊണ്ട് ബോണ്ട് ചാർത്തരുത്. ബോണ്ട് ചാർത്തിയാൽ എന്താവും മക്കളെ, ബോണ്ട് ചാർത്തിയാൽ എന്ത് ചെയ്യും, ഉത്തരം തെറ്റും. അങ്ങനെ സംഭവം ഇല്ല. ഓക്കെ, മനസ്സിലാക്കണം. ഓക്കെ ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നാഫ്തലീനാണ്. നാഫ്തലിന്റെ പൈലറ്റ്, ബാക്കിയൊക്കെ സൈക്ലിക്കൽ പ്ലാനാർ കോഞ്ചുഗേറ്റ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അഗെയിൻ നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ 4n+2 പൈലറ്റോൺസ് എത്ര ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് 2, 4, 6, 8, 10 ഇലക്ട്രോൺസ്. അപ്പോൾ 10 ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്താണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്തായിരിക്കും, അത് അരോമാറ്റിക് ആയിരിക്കും. അതേപോലെ ഒരു 3 ബെൻസീൻ റിങ്ങൾ അടുപ്പിച്ച് വെക്കുമ്പോൾ വരുന്ന സംഭവം എന്താണ്, അത് ആന്ത്രസീൻ. ആരാണ് അത് ജസ്റ്റ് മനസ്സിലാക്കണം. എൻസിആറിനകത്ത് കൊടുത്തത് കൊണ്ട് എന്താണ് പറയുന്നുള്ളൂ, ആന്ത്രസീൻ എന്ന് പറയുന്ന സാധനമാണ് ഞാൻ ഇനി കാണിക്കുന്നത്. ആന്ത്രസീൻ, ഇതാണ് നമ്മുടെ ആന്ത്രസീൻ എന്ന് പറയുന്നത്. ആന്ത്രസീൻ എന്താണ് മക്കളെ, 14 എക്സാമ്പിൾ ആണ്. 14 ഉണ്ടാകും. 14 അല്ല, 2, 4, 6, 8, 10, 12, 14. യെസ്, 14 പൈലറ്റോൺസ് ഉണ്ടാവും. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനമായിട്ട് എവിടെ വരുന്നത്, നമ്മുടെ 4n+2 അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അരോമാറ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാനുള്ളത്. അപ്പം നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നമ്മളൊരു ഷോർട്ട് കട്ട് വേണ്ടേ. അതിപ്പോൾ സിമ്പിളി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു അരോമാറ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ നീറ്റിന് പഠിക്കുന്ന കുട്ടി എന്ന നിലയ്ക്ക് നമ്മൾ പറഞ്ഞു സൈക്ലോ ഹെപ്റ്റാട്രൈനൽ കാറ്റോണും സൈക്ലോ പെൻറ്റാഡൈനൽ ആനോണും ആണ് നമുക്കൊരു അഡീഷണൽ നോളജ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ കണ്ടീഷൻസ് ആയി നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നോക്കുകയാണെങ്കിൽ, നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണ് സ്ട്രൈക്ക് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 2 ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടായിരിക്കണം. ഒന്നാമത് കണ്ടീഷൻ പറയുകയാണെങ്കിൽ CC നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് 2 ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടായിരിക്കണം ആൾട്ടർനേറ്റ് പൊസിഷനിൽ. ഇതാണ് ബേസിക് കാര്യം. അതായത് ഇങ്ങനെ സാധനം എന്നാലേ കോഞ്ചുഗേറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ, എന്നാലേ കോഞ്ചുഗേറ്റ് സിസ്റ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം ഇതെങ്കിലും ഉണ്ടായിരിക്കും, എന്നാലേ കോഞ്ചുഗേറ്റ് ആവത്തുള്ളൂ. ഇനി 1 ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡബിൾ കണ്ടീഷൻ, അടുത്ത കണ്ടീഷൻ എന്താണ്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവുക. അടുത്തത് എന്താണ്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ലോൺ പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് നെഗറ്റീവ് ചാർജ്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ലോൺ പെയർ ഇലക്ട്രോൺ. ഇങ്ങനത്തെ ഈ കണ്ടീഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. ഇനി അടുത്തത് ഇതാണ് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞ്, ഞാൻ വരയ്ക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞിരിക്കുന്ന ആള് ഇയാള് എന്താ, ഈ പറഞ്ഞിരിക്കുന്ന ആള് നിങ്ങൾ പറഞ്ഞ് ഈ പറഞ്ഞിരിക്കുന്ന ആൾ അരോമാറ്റിക് ആണോ അല്ലയോ, അരോമാറ്റിക് ആണോ? ഇപ്പോൾ നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇതാ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ലോൺ പെയർ ഇലക്ട്രോൺ. യെസ്, ഇവിടെ അത് പോസിബിളാണ്. അപ്പം ഇതെന്താണ്, sp2 ഹൈബ്രിഡേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇയാൾ അരോമാറ്റിക് ആണ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, അരോമാറ്റിക് ആണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കാണിച്ചത് നിങ്ങൾക്ക്, വേറൊരു കാര്യം വേറെ യെസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മനസ്സിലാക്കാം. വേറൊരു കാര്യം കാണിച്ചത് ഈ ഒരു സാധനം നോക്കി നിങ്ങളെല്ലാവരും ഇതൊരു നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. യു ക്യാൻ എക്സ്പെക്ട് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇയാൾ അരോമാറ്റിക് ആണോ അല്ലയോ എന്നാണ് ശരി. ഇയാൾ നമ്മൾ നോക്കുന്ന സമയത്ത് യെസ്, നിങ്ങൾ ഒരു ചോദ്യം ചെയ്തെടുക്കുക, ഇത് അരോമാറ്റിക് ആണല്ലോ എന്നുള്ളത് നോക്കാം. അത് മനസ്സിലാക്കാൻ പറ്റും. ഇയാൾ സൈക്ലിക് ആണ്, നോ ഡൗട്ട് സൈക്ലിക് ആണ്. ഇയാൾ എന്താണ്, പ്ലനാർ ആണോ? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. പ്ലനാർ ആണോ? പ്ലനാർ എന്ന് പറയുമ്പോൾ എന്താ, ഈ കാർബൺ sp2 ആണ്, ഇത് sp2 ആണ്, ഇത് sp2 ആണ്, sp2. ഈ കാർബൺ എന്തല്ല sp2 അല്ല, പകരം എന്താണ് sp3. അതായത് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. സോ sp3 കാർബൺ ആറ്റമാണ്. sp3 ആയതുകൊണ്ട് ഇതെന്തല്ല, പ്ലനാർ അല്ല. സോ ഇതെന്തല്ല, അരോമാറ്റിക് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ മക്കളെ? ദാറ്റ്സ് എ തിങ്. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ്. ഇത്രയുമാണ് നമ്മൾ അരോമാറ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് എടുക്കാം. ഓക്കെ.